aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ തമ്പിച്ചായനാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരു കാലഘട്ടത്തില് മാനസിക രോഗിയായിട്ട് പ്രാന്താശുപത്രികൾ കയറി ഇറങ്ങി ചികിത്സയ്ക്ക് വിധേയനായ തന്റെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത അത്ഭുത വിടുതലിന്റെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അത് ഞങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ തമ്പി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ അരോമ ടിവിയിലെ ഡാനിയൽ പാസ്റ്ററോടൊപ്പം ഇങ്ങനെ ഈ ചാനലിൽ എൻ്റെ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് തമ്പി എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പഴയരിക്കണ്ടം എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കള് അച്ഛൻ്റെ പേര് ശിവദാസ്, അമ്മ കാർത്തിയാനി. ഞങ്ങൾ 5 മക്കളാണ്, 3 ആണും 2 പെണ്ണും. ഞാൻ അറേഞ്ചിൽ തന്നെ ജനിച്ചു വളർന്നത്. എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങള് 5 മക്കളിൽ ഒരാൾക്ക് മാത്രം 6ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. മറ്റൊരാൾ കൊണ്ട് പഠിപ്പിച്ചതാണ്. അങ്ങനെ ആർക്കും തന്നെ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഞങ്ങളൊരു ഹിന്ദു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ മദ്യപാന നിമിത്തം ഞങ്ങളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അമ്മ വളരെ കൂലിവേലയൊക്കെ ചെയ്താണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. ഞങ്ങൾ ആ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറും എന്നൊക്കെ പ്രതീക്ഷിച്ചു അമ്മയുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത്. എൻ്റെ വീട് എൻ്റെ ചെറുപ്പകാലത്തിന് ഒരു 4-5 വയസ്സുള്ള സമയത്ത് കാട്ടുപേരാണ്. അതുകൊണ്ട് നല്ലൊരു കാറ്റൊക്കെ ഉള്ള സമയത്ത് ആ വീട് വണ്ടിയാടി 7 സാധനങ്ങളൊക്കെ വന്ന് ചാടി. ഞാൻ അതിനകത്ത് അകപ്പെട്ടു പോയിരുന്നു. അതിലൊക്കെ ഒന്ന് വാങ്ങിച്ചൊരു ഉരല്, തടിയുരല് അവിടെ ഉണ്ടായിരുന്നു. ആ തടിയുരലിലോട്ടാണ് അതിനകത്ത് തല പൊക്കിയെടുക്കാൻ വരാത്ത രീതിയിൽ അങ്ങനെ ഈ ഉരലിന്റെ സഹായത്തോടെ തലയ്ക്കൊന്നും പറ്റിയില്ല. അങ്ങനെ പെടലിയിൽ ഇത് കിടന്നു. ഞാൻ അതിനകത്ത് അകപ്പെട്ടു. കൂട്ടക്കാർച്ചക്കാരി എല്ലാം തപ്പിപ്പെറുക്കി എടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു മരണത്തെ അഭിമുഖിച്ചിട്ടുണ്ട്. അത് നിമിത്തം ഞങ്ങൾക്ക് തക്കാലം പെരയുണ്ടാക്കുന്നോടം വരെ താമസിക്കാൻ അവിടെ അടുത്ത് ഒരു കത്തോലിക്കാരുടെ വീടിന്റെ എരുമക്കൂടാണ്, കന്നുകാലിയൊക്കെ വളർത്തുന്ന എരുമയുടെ കൂട്ടിനകത്താണ് ഞങ്ങൾ കിടന്നത്. അതിൻ്റെ അകത്ത് ചാണകത്തിന് മണമൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ പിതാവിന്റെ വചന നിമിത്തം വീടൊക്കെ പണിയാനോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അമ്മ കൂലിവേല ചെയ്തൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ കടയിലൊക്കെ വെള്ളം കോരും. അവിടെ ചായക്കടയിലൊക്കെ മോട്ടറൊന്നുള്ള വെള്ളം കോരി കൊടുക്കുകയാണ്. ഒരു കലം വെള്ളത്തിന് 15 പൈസ ഒക്കെ കിട്ടും. കുറെ അകലെ നിന്നാണ് കൊണ്ടിരുന്നത്. അങ്ങനെ വെള്ളം കോരി അവിടെ കൊടുത്ത് അവിടുന്ന് എന്തെങ്കിലും കാപ്പിക്കുള്ള മേടിച്ചുകൊണ്ട് വരികയും അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പാട് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതാണ്. എന്നാൽ വളർന്ന് പ്രായപൂർത്തിയായതോടെ മൂത്ത ചേട്ടൻ സോമൻ
ഒരു മാനസിക രോഗിയായി തീർന്നു. താൻ നേർച്ച കാഴ്ചകളൊക്കെ നടത്താൻ വേണ്ടി പോയ പോക്കാണ് തിരിച്ചു വരുന്നത് ഒരു മാനസിക രോഗിയാണ് ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ വരാത്ത വിഷമമായിരുന്നു. ചേട്ടൻ ഇങ്ങനെ മാനസിക രോഗം പെട്ടതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായി. തിരുവനന്തപുരം മൂളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. കുറെ നാളുകൾ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുന്നു. പിന്നെയും കുറച്ചു നാൾ വീണ്ടും അസുഖം ഉണ്ടായി. അങ്ങനെ തുടരെ അസുഖം ഉണ്ടാകുമായിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ തങ്കപ്പൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാറമട അതിൽ ഇങ്ങനെ പണിയൊക്കെ എടുക്കാൻ തുടങ്ങി. പാറമടയില് അന്ന് കൈത്തമരാണ്, ഇന്ന് കംപ്രസർ കൊണ്ട് കുഴിയടിക്കുന്നത്. അന്ന് കൈകൊണ്ടാണ് പാറ തുളയ്ക്കുന്നത്, കമ്പിയിലടിച്ച്. അങ്ങനെ ഈ ചേട്ടൻ വേറൊരു പാറമടയില് ഇങ്ങനെ പാറ പൊട്ടിക്കുന്ന ഇടയിൽ ഞായറാഴ്ച ദിവസം സമയം കിട്ടും മറ്റൊരു പാറ ഒരാളുടെ അനുവാദം ചോദിച്ച് അവിടെ പോയി പുള്ളി ഞായറാഴ്ച ദിവസം നമ്മൾ കുഴിയടിക്കും. അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ട് അവിടെ കുഴിയടിച്ചൊരു മട ഉണ്ടായി. അവിടെ പുള്ളി സ്വന്തമായിട്ട് പിന്നെ മട തുടങ്ങി. ആ 10-30 പേരെയൊക്കെ നിർത്തി പണിയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഇപ്പോൾ താന് വിവാഹം കഴിക്കാനായിട്ട് അവിടെ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നതാണ്. അപ്പോൾ താൻ ഒരു ചാക്ക് സിമെന്റ് 5 സെന്റ് സ്ഥലമൊക്കെ മേടിക്കാനും അതിനകത്ത് ബാത്റൂം ഉണ്ടാക്കേണ്ട ആവശ്യത്തിന് വേണ്ടി സിമെന്റ് സൈക്കിളെ വെച്ചുകൊണ്ടാണ് വന്നത്. അതെങ്ങനെയോ ആക്സിഡന്റ് പറ്റി താഴെ പോയി. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കിടന്നപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടു ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ വന്നല്ലോ എന്നുള്ള പേടി വിഷമമായിട്ട് കയറി എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. ആശുപത്രിന്റെ ഡിസ്ചാർജ് ചാടിപ്പോരുകയും വീട്ടിൽ വന്ന ഒരു അരകല്ലിരുന്നത് കൂടം വെച്ച് അടിച്ചു പൊട്ടിക്കുകയും നിലവിളക്കിരുന്നത് പെങ്ങിട്ട് എറിയുകയൊക്കെ ചെയ്തപ്പം മൂത്ത ചേട്ടൻ ഈ അസുഖം ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി അസുഖത്തിന്റെ കുഴപ്പമാണ്. അങ്ങനെ തന്നെ പിന്നെ വാർഡ് മാറ്റി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അസുഖം വന്നുകൊണ്ടിരുന്നു. ഞാൻ 1983 ആയപ്പോൾ ഞാൻ കുടുംബസ്ഥനായി. കുടുംബസ്ഥനാന്ന് പറഞ്ഞാൽ ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അത് പിന്നെ വീട്ടിലേക്ക് അറിഞ്ഞു. പിന്നെ അവരെ കൊണ്ടുവന്ന് അവിടെ SNDP-യുടെ ഇതില് എഴുതിയൊക്കെ വെച്ച് ആ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കുറെ അയലോക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ചെറിയൊരു കാപ്പി സൽക്കാരമൊക്കെ കൊടുത്തിട്ട് ചെറിയ കല്യാണം പറയാം അങ്ങനെ നടത്തിയാണ് എൻ്റെ കുടുംബജീവിതം തുടങ്ങിയത്. അതേ വർഷം തന്നെ എനിക്കും ഈ മാനസിക രോഗം പിടിപെട്ടു. ഞാൻ ഈ പാർപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇടുക്കിയിലെ തന്നെയുള്ള സ്ഥലം തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും ഒരു പാർപ്പണിയൊക്കെ എടുത്ത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരു വീടിന്റെ കല്ല് പൊട്ടിക്കാനുള്ളത് ഉടമ്പടി എടുത്ത് പണിതുകൊണ്ടിരിക്കുന്നു. വേറെ 3-4 പണിക്കാരെ കൂട്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണിതുകൊണ്ടിരുന്നപ്പം ഈ പണി അവർ പറഞ്ഞു ആ റേറ്റിൽ ചെയ്യുകയല്ല. ഈ വീട്ടുടമസ്ഥനാണെങ്കിൽ ആ പറയുന്ന അണുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനെ എനിക്കായിട്ട് പണിക്കൂലി വെക്കുന്നില്ല. ഞാൻ രാവിലെ 6 മണി തൊട്ട് പണിയാൻ തുടങ്ങും, വൈകിട്ടും 6 മണി വരെ ഒന്ന് പണിയും. അങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടും കാര്യങ്ങൾ ഓടുകയല്ലെന്ന് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് മാനസികമായ പ്രയാസം ഉണ്ടായി. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് പോയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പൊ എന്നാ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവഭക്തി ഇല്ലാഞ്ഞിട്ടാണ്. ഞങ്ങളെ അമ്പലത്തിലാണ് പോകുന്നെങ്കിലും അത് ഓരോ സീസൺ പ്രാർത്ഥന ഉണ്ട്. മലയ്ക്ക് പോകാൻ മലയിടുന്ന സമയം, അങ്ങനെ 41-ന്, അങ്ങനെ പ്രത്യേക സമയങ്ങളിൽ മാത്രമുള്ള ഒരു അമ്പലത്തിൽ പോക്കും അങ്ങനെ ഒരു ഭക്തി ഉള്ളായിരുന്നു. അല്ലാത്ത സമയത്ത് ഈ ഭക്തി ഒന്നും ഇല്ല. അപ്പൊ എന്റെ ഭക്തിയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിചാരിച്ച് വാത്തുക്കുടി, തോപ്രാംകുടിക്കടുത്ത് വാത്തുക്കുടി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഞാനിങ്ങനെ എൻ്റെ അവസ്ഥകൾ പറഞ്ഞു. പണിയെല്ലാം നഷ്ടത്തിൽ പോകുന്നു, ഒരു മേൽഗതി വരുന്നില്ല. അപ്പൊ അവിടുത്തെ പൂജാരി പറഞ്ഞു ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യാലെ ഒരു ഈ നീലം പോലെ എന്തോ നീലം തന്നെയാന്ന് തോന്നുന്നു, പെരട്ടിയിട്ട് അതെല്ലാം കുട്ടിക്കളഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിലോട്ട് ഇങ്ങനെ പതിച്ചപ്പോൾ എൻ്റെ കൈരേഖ അതുപോലെ പതിഞ്ഞു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. പുള്ളി എന്തോ കണക്കൊക്കെ എഴുതിയിട്ട് എന്നോടൊരു നമ്പർ പറയാൻ പറഞ്ഞു. 100 താഴെ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. നമ്പറൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവനോട് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മാറും, എല്ലാ ബുദ്ധിമുട്ടും മാറും, ഞാൻ ഇനി രക്ഷപ്പെടാൻ പോവുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു നിലവിളക്ക് വാങ്ങി കൊടുക്കണം, അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ തൃപ്രയാർ പോകേണ്ടതുണ്ട്. അവിടെ 3 ദേവന്മാരെ ഉള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് അവിടുത്തെ വഴിപാട് നടത്തിയെങ്കിലേ എൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള പൈസ ഇല്ല, ഇവിടെ നഷ്ടത്തിൽ ഇരിക്കുന്നു. തോപ്രാംകുടിയിൽ ഞങ്ങൾ പലചരക്ക് സാധനമൊക്കെ മേടിക്കുമ്പോൾ പലപ്പോഴും കടമൊക്കെ മേടിക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് ഒരു 50 രൂപ വായ്പ മേടിച്ചു. പിന്നെ മറ്റുള്ളവരുടെ 20 രൂപ മേടിച്ചു. അങ്ങനെ 70 രൂപയും കൊണ്ട് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ തൃപ്രയാർ പോകാൻ വേണ്ടി പോരുകയാണ്. പോരുന്നത് ഈ കോതമംഗലം വഴി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ ഹൈറേഞ്ചിലുള്ള സ്ഥലങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഈ കുന്നും മലയുള്ള സ്ഥലമൊക്കെ, ഈ കോതമംഗലമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല നിരപ്പുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നി. അങ്ങനെ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഭാഷയ്ക്ക് വ്യത്യാസം ഇതെല്ലാം വന്നപ്പം എനിക്ക് തൃശ്ശൂർ വരെ വന്നെത്താനേ കഴിഞ്ഞുള്ളൂ. അങ്ങോട്ട് തൃപ്രയാർ പോകാൻ പറ്റിയില്ല. എന്തായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസകളൊക്കെ തീർന്നു. അങ്ങനെ ഇപ്പോൾ രാത്രിയായപ്പോൾ ഞാനവിടെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ പോയി കിടന്നു. അവിടെ കിടന്നു കഴിഞ്ഞ്
ഒരു ദിവസം അവിടെ അങ്ങനെ കിടക്കാൻ പറ്റും. നേരം എടുത്ത് പിന്നെയും ആ ടൗണിന്റെ പല ഭാഗത്തൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കാൻ തുടങ്ങി. ആഹാരം ഇല്ലാതെ വന്നു. അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങൾ ഞാൻ അതിൽ അലഞ്ഞു നടന്നു. പിന്നെ വൈകിട്ട് വന്ന് അവിടെ കിടക്കാൻ വരുമ്പോഴത്തേക്കിനും എന്നെ പോലീസുകാർ ഓടിച്ചു വിട്ടു. അവിടെ കിടക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന അമ്പലമുണ്ട്. അതിന്റെ കിഴക്കേക്കോട്ടയിൽ ഒത്തിരി ഭിക്ഷക്കാരും അങ്ങനെയുള്ളവരൊക്കെ കിടക്കുന്നുണ്ട്. ഞാനും അവിടെ പോയി അങ്ങനെ കിടന്ന് അങ്ങനെ 2 ദിവസം ഹോട്ടൽ പുറകിലെ പോയി വേസ്റ്റ് ഭക്ഷണമൊക്കെ കിട്ടി. അങ്ങനെ കഴിച്ച് എന്റെ സമാധാനം തെറ്റിപ്പോയി. ഞാൻ അവിടുന്ന് പിന്നെ എങ്ങനെ വരേണ്ടതെന്ന് അറിയില്ല. പല വണ്ടികൾ കയറി ഇറങ്ങിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് 14ഓളം ദിവസം കഴിഞ്ഞാണ് തിരിച്ച് ഞാൻ ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയത്. അന്നേരം ആൾക്കാർ എന്നെ കാണുന്നില്ല. ഇന്നത്തെ പോലെ മൊബൈൽ സൗകര്യങ്ങളൊന്നും ഇല്ല. എവിടെയാ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്നെ കണ്ടു കഴിയുമ്പോൾ ഞാനിങ്ങനെ അലക്കാതെയും കുളിക്കാതെയും വല്ലാത്ത പ്രാകൃതാവസ്ഥയെ കണ്ടപ്പം എനിക്ക് അസുഖമാണെന്നൊക്കെ മനസ്സിലാക്കുകയും ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാതെ ഞങ്ങൾ താമസിക്കുന്ന തോപ്രാങ്കുടിക്കടുത്തുള്ള രാജമുടി എന്ന് പറഞ്ഞ കവലയിൽ വന്നപ്പോൾ തന്നെ എന്നെ അറിയുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ കണ്ടു. വീട്ടിലെ എൻ്റെ ഭാര്യയോടൊക്കെ വിവരം അറിയിച്ചു. അവർക്കൊന്ന് എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞാൻ ആശുപത്രി കൊണ്ടായിട്ട് അവരെല്ലാവരും കൂടെ കൂടി ഒരു പിരിവൊക്കെ എടുത്ത് എന്നെ കോതമംഗലം ഒരു ആശുപത്രിയുണ്ട്. ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ്. ആ പള്ളിക്കാരൊക്കെ നടത്തുന്ന ഒരു ആശുപത്രിയാണ്. അവിടുത്തെ രാജമുടി പള്ളിയിലെ അച്ഛൻ്റെ ഒരു എഴുത്തും കൂടെ മേടിച്ച് ഇവർ കൊണ്ടുവന്നിരുന്നു. അവിടെ കൊടുത്ത എനിക്ക് ചികിത്സ ആനുകൂല്യമൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ കോതമംഗലം അയൽപ്പാടത്തുള്ള മെന്റൽ ഹോസ്പിറ്റലിനെ കൊണ്ടാക്കി 1 മാസത്തോളം ഞാൻ അവിടെ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞ് പോരാൻ നേരത്ത് കുറെ ഗുളികയൊക്കെ തന്ന് എന്നെ കൊണ്ടുപോയി. ആ ഗുളികയൊക്കെ തീർന്നപ്പോൾ വീണ്ടും എനിക്ക് അസുഖം ഉണ്ടായി. അങ്ങനെ തുടരെ 8 വർഷം എനിക്കിങ്ങനെ അസുഖം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യം അസുഖം ഉണ്ടാകും മറ്റുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവിടെ രാജമുടിയിലുള്ള ഒരു കത്തോലിക്ക പള്ളിയുടെ അകത്ത് കയറി അവിടെ സ്വിച്ച് ബോർഡ് കണ്ടിരുന്നതെല്ലാം വലിച്ചിളക്കി കളയുക. പിന്നെ അവിടെ ഒരു മഠത്തില് മരുന്നൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഒരു മദർ ഡോക്ടറാണ്. അപ്പൊ ചികിത്സയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ചില അത്യാവശ്യ രോഗികളെ കുറച്ച് സമയത്തൊക്കെ അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഈ അസുഖമായിട്ട് ചെന്നിട്ട് ഞാൻ അവിടുത്തെ കുഴൽ ഈ പരിശോധിക്കുന്ന ചെവി വെക്കുന്ന സാധനമൊക്കെ എടുത്തിട്ട് അതിൽ വെള്ളം വെച്ചപ്പോൾ അവിടെ രോഗിയായിട്ട് കിടന്ന ആളെ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്ത് ഞാൻ ഈ സാധനമൊക്കെ ആയിട്ട് സ്വിച്ച് കൂടെ കിടന്നപ്പോൾ എല്ലാവർക്കും വലിയ ശല്യമായി. വീണ്ടും അവിടെ ഒരു ജീപ്പ് കിടന്ന് ആ ജീപ്പയിലോട്ട് ചെന്ന് കയറി. ആ ജീപ്പയിലൊക്കെ കയറിയപ്പോൾ അതിന്റെ ഡ്രൈവർ വന്നിട്ട് തുണിക്കുത്തിന് പിടിച്ച് പൊക്കി റോഡിലിറക്കിയിട്ട് തന്നെ ഒത്തിരി ഭീഷണിയൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാനങ്ങ് മാറി നിന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇയാളിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം ഇപ്പോൾ പണ്ട് ഞാൻ സിനിമ കാണുന്നതായിരുന്നു. ജയൻ എന്ന് പറയുന്ന ഒരു നടന്റെ ആ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ശ്വാസം എടുക്കുന്നതൊക്കെ ജയനാണെന്ന് എനിക്ക് തോന്നി. അവിടെ കിടന്ന ഒരു വിറകിന്റെ പത്രം എടുത്തിട്ട് ഈ ജീപ്പിന്റെ ചില്ലൊക്കെ അങ്ങ് അടിച്ചു പൊട്ടിച്ചു. അപ്പൊ എല്ലാവരും കൂടി എന്നെ എറിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്ത് ചകിരിക്കയറിനിട്ട് കെട്ടി ഒക്കെ കിട്ടിയിട്ട് പിന്നെയും എല്ലാവരും കൂടെ പിരിവെടുത്ത് പിന്നെ തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലിൽ അവിടെ അങ്ങനെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വിട്ടേക്കലെന്നൊക്കെ പറഞ്ഞ് പോന്ന അങ്ങനെ തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം കൂളമ്പാറ ഇങ്ങനെ പല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ നാച്ചുറാലിറ്റികളായിട്ട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടും എനിക്ക് അസുഖം മാറിയില്ല. ഇങ്ങനെ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് 1983-84 എനിക്ക് തുടങ്ങിയത്. 90 ആയപ്പോഴത്തേക്കും 1990 പല പ്രാവശ്യം ഇലക്ട്രിക് ഷോക്ക് കഴിപ്പിച്ചിട്ടുണ്ട്. ഷോക്ക് അടിക്കുക ആരും പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത് പേടിയാണ് ഞങ്ങൾക്ക്. അങ്ങനെ എന്നെ ഷോക്ക് അടിപ്പിക്കുക ചെയ്യുന്നുള്ള പേടി വന്നു. പല പ്രാവശ്യം അടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ കൂട്ടത്തിൽ കിടന്ന ഒരു രോഗിയായിട്ട് ഞാൻ വഴക്കുണ്ടായി. അതവിടെ അറിഞ്ഞാൽ അങ്ങനെയുള്ള വയലന്റ് ആകുന്നവർക്ക് ഷോക്ക് കൊടുക്കുന്ന ദിവസമാണ് പിറ്റേ ദിവസം വരുന്നത്. അപ്പോൾ വൈകിട്ടത്തെ ഗുളിക കൊടുക്കാനായിട്ട് വർക്ക് പേഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. അല്പം കുറവുള്ളവരെ കൊണ്ടാണ് ഈ മരുന്ന് കൊടുക്കാനായിട്ട് കൂട്ടത്തിൽ കമ്പൗണ്ടറിൻ്റെ കൂടെ പോകണം. ഓരോ വാർഡിൽ ചെന്ന് രോഗികളെ പൊക്കി അവർക്ക് കൊടുക്കാനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. എനിക്കുള്ള ഗുളിക തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് തമ്പിക്കൊള്ളെന്ന് പറയുമ്പോൾ ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാൻ വരും. അത് മനസ്സിലാക്കി ഞാൻ അല്ല പിറ്റേ ദിവസം ഷോക്ക് കിട്ടും ഇത് പേടിച്ച് ഞാൻ ആ ഗുളിക കഴിച്ചെന്നുള്ള വരുത്തി ഞാനത് കഴിക്കാതിരുന്നോണ്ട് രാത്രി ഉറങ്ങിയില്ല. മറ്റേ സന്ധ്യ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കം, ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കം പിടിക്കും. ഞാൻ ഉറങ്ങാതിരുന്ന രാത്രി ഞാൻ അവരെല്ലാം കണ്ണു വെട്ടിച്ച് ഞാൻ അതിൽ പുറത്തു ചാടിയിട്ട് ഒരു വലിയ മതിലാണ് മുകളിൽ കൂടെ മുള്ളുകമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചാഞ്ഞി ഒരു പ്ലാവ് വഴിയൊക്കെ കയറി ഞാൻ അങ്ങനെ അപ്പുറത്തെ റോഡിലോട്ട് എടുത്ത് ചാടി. അവിടുന്ന് തൃശ്ശൂർ KSRTC നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഹൈറേഞ്ചിലേക്കൊക്കെ പോകുന്ന വണ്ടികളിലൊക്കെ നിറച്ച ആളാണ്. ഈ ശബരിമല കോളിന്റെ സമയമാണ്. അതുകൊണ്ട് രാത്രി പോലൊക്കെ ബസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഷട്ടറിനട വഴി ടയറെ കൂടെ ഒക്കെ ചവിട്ടി കയറും. ഞാനും അങ്ങനെ ആ തിരക്കിനകത്തോട് ചവിട്ടി കയറി അകത്ത് കയറി ഒരു മൂലയിൽ പോയിരുന്നു. ടിക്കറ്റ് കണ്ടക്ടർ എന്നെ കണ്ടു കിട്ടിയില്ല. എന്നാൽ ടിക്കറ്റ് പരിശോധന എടുക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെക്കറാണ് എന്നെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പൊ എൻ്റെ തലമുടി അവിടെ ആശുപത്രി ചിലപ്പോൾ തല മൊട്ടയടിച്ചിരുന്നു. അതിനെ കളിച്ചു വരുന്നുള്ള കീറി ഷർട്ടും ഒക്കെയാണ്. അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സുഖമുള്ള ആളല്ലെന്ന്. അങ്ങനെ എന്നെ അവിടെ ഇറക്കി വിട്ടു. ഞാൻ പല വണ്ടികൾ
കയറി നടന്നും ഒക്കെ ആയിട്ട് ഞങ്ങൾ താമസിക്കുന്ന തോപ്രാങ്കുടി രാജമുടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് 2 സുവിശേഷകർ എൻ്റെ വീടിൻ്റെ വന്നിരുന്നു. ഈ ലഹുലയൊക്കെ വിതരണം ചെയ്തു വരുന്ന 2 ഭാഷമാരെ വന്ന് എൻ്റെ ഭാര്യയുടെ കൊണ്ട് ഒരു ലഹുല കൊടുത്തു. യേശുവിനെ അറിയാവോ എന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങളുടെ വീട്ടിൽ യേശുവിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു. അത് ചെറിയ ഈറ്റിലേക്കൊക്കെ പറഞ്ഞ കുഞ്ഞു വീടാണ്. എന്നാലും അത് ഈ പറമ്പിന്റെ പൊളി കൊണ്ട് തന്നെ സൈഡിലെ ഫ്രെയിമൊക്കെ വെച്ച് അതിനകത്ത് വെച്ചിരിക്കുക. ഫോട്ടോകൾ പലതുകൊണ്ട് ഹിന്ദുക്കളുടെ ഫോട്ടോകളൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ യേശു ഉണ്ടെന്ന് പറഞ്ഞ യേശുവിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അന്നേരം പറഞ്ഞ് ഈ പടത്തിൽ കാണുന്ന യേശു അല്ല എന്ന് പറഞ്ഞ് ഇവര് ഈ ദേവദാസന്മാർ സുവിശേഷം ദൈവത്തിനൊക്കെ പറഞ്ഞപ്പോൾ ഇവരുടെ ആ നല്ല വാക്കുകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഭാര്യ അവരുടെ മുമ്പിൽ കരഞ്ഞോണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മാനസികയാണ്, ഭർത്താവിൻ്റെ ഒരു ചേട്ടൻ ഈ രോഗത്താൽ ആത്മഹത്യ ചെയ്തു, എൻ്റെ നേരെ പുത്ത ചേട്ടൻ തങ്കപ്പൻ ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറയുകയും എൻ്റെ ഭർത്താവ് മാനസികമായിട്ട് ആശുപത്രിയിലാണ്. ഇപ്പം 4 മക്കളുണ്ട്. ഇളയത് 8 വർഷത്തിനിടയിൽ 4 മക്കൾ എനിക്കുണ്ട്. ഇളയത് ഇരട്ടക്കുട്ടികളാണ്. അവരായിട്ട് ജോലി പോകാൻ മേലാത്ത സ്ഥിതിയാണ്. അപ്പോൾ അവിടെ ഒരു മഠമുണ്ട്. ആ മഠംകാര് ഈ എണ്ണയും പൊടിയും മഞ്ഞപ്പൊടിയും ഉണ്ട്. അത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അത് പിള്ളേരൊക്കെ ഉള്ളവർക്ക് പോഷകത്തിനായിട്ട് കൊടുക്കുന്നതാണ്. അത് അളവിൽ കൂടുതലൊക്കെ തരുന്നത്. അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞു കൂടുന്നത്. വളരെ ബുദ്ധിമുട്ടല്ല കഴിയുന്നത്. അതുകൊണ്ട് അവരോട് ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ പുറത്തുനിന്ന് ഞങ്ങളുടെ ആ കൊച്ചു വീടിനകത്ത് കയറി നിന്നിട്ട് ഇവർ രണ്ടുപേരോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യയോട് ഒരു ദൂത് പറയുന്ന പോലെ പറഞ്ഞു, ആ സഹോദരൻ എത്രയും വേഗം വരും, നിങ്ങൾ യേശുവിനോട് ജീവിക്കണം, ഈ പടങ്ങൾക്കൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവര് അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അകലെ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ പേരൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി. അപ്പൊ ആ അമ്മച്ചിയുടെ ആയിട്ട് ചെന്ന് കാണണം, ആ അമ്മച്ചി നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പോയി കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ വണ്ടികൾ കയറി ഇറങ്ങി അലഞ്ഞ് തിരിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത്. ആശുപത്രി ഗുളിയൊന്നും ഇല്ലാത്തോട്ട് ഉറങ്ങാൻ പറ്റിയല്ല. ഗുളിക കഴിച്ചാലേ ഞാൻ ഉറങ്ങുള്ളൂ. തലേദിവസത്തെ ഗുളിക കഴിച്ചിട്ടില്ല. അന്ന് രാത്രി മൊത്തം കാത്തിരുന്ന് ചാടി. അതിന് പിറ്റേ ദിവസം ഉറങ്ങിയിട്ടില്ല. അതിന്റെ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വരുമ്പം എൻ്റെ ഭാര്യ എന്നെ കണ്ടപ്പോഴേ പറയാ, നിങ്ങളെ ദൈവം അങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ വഴക്ക് പറയുന്നൊക്കെ ഓർത്തായിരുന്നു. കാരണം ഇവർ പറഞ്ഞ് ഞാൻ എത്രയും വേഗം വരുമെന്ന് പറഞ്ഞത് നേരാന്ന് എൻ്റെ ഭാര്യ അങ്ങ് വിശ്വസിച്ചിട്ട് നിങ്ങളെ ദൈവം അങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അവിടെ ഇച്ചിരി ഭക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് തന്നിട്ട് നമുക്കൊരു വീട് വരാം. ഉച്ച കഴിഞ്ഞ് 4 മണിയൊക്കെ കഴിഞ്ഞു, 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ പറയുകയാണ് നമുക്കൊരു വീട് വരെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഇരട്ടക്കുട്ടികളെ ഓരോരുത്തരെ എടുത്ത് മൂത്ത മോള് ഇവിടെ ഭാര്യയുടെ വീട്ടിൽ തള്ളക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഈ ഇളയ കുഞ്ഞുങ്ങളെ 2 പേരെ എടുത്തിട്ട് മറ്റേ കൊച്ചിനെ നടത്തി ഞങ്ങളിങ്ങനെ ചോദിച്ചു കേട്ട് പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ വിശ്വാസി അമ്മച്ചിയുടെ വീട്ടിലെത്തി. സന്ധ്യയായപ്പോഴത്തേനും അവിടെ ചെന്നു. ചെന്നപ്പോഴത്തേനും പറഞ്ഞു ഇന്ന പോലെ 2 ഭാഷമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, അവർ പറഞ്ഞ അവിടെ വന്നതെന്ന് പറഞ്ഞു. അന്നേരം അവർ ഞങ്ങളെ സ്വീകരിച്ചു. ഒരു നന്നായിട്ട് കറുത്തിട്ടൊരു അമ്മച്ചി ഒരു ചട്ടയും കൊണ്ടുമൊക്കെ ഇട്ടിട്ടുണ്ട്. ചാണകം മെഴിയ വീട്, ഞങ്ങളുടെ വീട് പോണക്കുള്ള വീടാണ്. പക്ഷെ നല്ല ഐശ്വര്യമാണ് അവിടെ. നല്ല തൂത്തുമിഴൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. അതൊരു പ്രത്യേക വീടാണ്. ഇപ്പോഴും ആ വീട് ഭയങ്കര സ്വപ്നം വരാണ്. നല്ല ഒരു സ്വർഗീയ അനുഭവം എനിക്ക് അതിനകത്ത് തോന്നി. അവിടെ ചെന്നിട്ട് രാത്രി മൊത്തം ഇവരെ ഉറക്കിയില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എൻ്റെ ഭാര്യയെ ഞാൻ ഇങ്ങനെ അസുഖമുള്ളപ്പം ഞാൻ ഉപദ്രവിച്ച കാര്യമൊക്കെ അവിടെ പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ കഴുത്ത് കണ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും കെട്ടിയിട്ട് വാക്കത്തിൽ തേച്ചോണ്ടിരുന്നപ്പം താഴെ ഉപ്പുതൊട്ടി കൂടെ ഈ രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യം കേട്ട് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ ഈ കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഈ അമ്മച്ചിയോട് പറഞ്ഞു. ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നടന്നിട്ടുണ്ട്. ഈ അമ്മച്ചി എൻ്റെ കാലിലേക്ക് പിടിച്ചിട്ട് പറയാം, മോനെ, എൻ്റെ മോനെ ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് യേശു നിങ്ങളെ വിടിവിക്കുന്നൊക്കെ പറഞ്ഞ് രാത്രി മൊത്തം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം കുമ്മളിയിൽ 1-ാം മൈലില് ഈ അമ്മച്ചിയുടെ അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്മച്ചിയുടെ മക്കളൊക്കെ താമസമുണ്ട്. സ്വന്തക്കാരൊക്കെ അവിടെയാണ്. അതുകൊണ്ട് ഈ അമ്മച്ചി അങ്ങോട്ട് പോകാനിരിക്കുക. കാരണം കുമ്മളി 1-ാം മൈലിൽ ഒരു സ്കൂളിൽ വെച്ചൊരു ഓൾ നൈറ്റ് പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഈ അമ്മച്ചിക്ക് ആ പ്രാർത്ഥന സംബന്ധിക്കണം. അമ്മച്ചി എവിടെയെങ്കിലും അറിയാണേലും ഇങ്ങനെയുള്ള സുവിശേഷ മീറ്റിംഗ് ഒക്കെ പോകുന്ന ഒരു അമ്മച്ചിയാണ്. നല്ല കൃപയുള്ള ഒരു അമ്മച്ചിയാണ്. ഈ അമ്മച്ചി അതിനുവേണ്ടി പോകാൻ തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ചെലവ്. അപ്പൊ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്ന് അമ്മച്ചിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിക്കൂലിക്ക് പൈസയില്ല. അപ്പോൾ ഈ അമ്മച്ചിയുടെ കൊച്ചുമക്കൾ തൊട്ടപ്പുറമേ 2 മക്കൾ സ്വന്തം മക്കൾ 2 പേര് അവിടെ താമസമുണ്ട്. അവരുടെ കൊച്ചുമക്കളൊക്കെ ഈ അമ്മച്ചിയുടെ കൊച്ചുമക്കളൊക്കെ ഈ കാല പെറുക്കി കിട്ടിയ അവിടെ തോട്ടം പറിച്ചു പോയി കഴിഞ്ഞാൽ ഈ കാല പെറുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ കാല പെറുക്കി കിട്ടിയ കുരുമുളകും കാപ്പിക്കുരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പാളയിലിട്ട് വെച്ചിരുന്നു, പേറ്റ് പൊഴിച്ച് അത് നമുക്ക് വണ്ടിക്കൂലിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അത് പേറ്റ് പൊഴിച്ചെടുത്തോണ്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് അമ്മച്ചി പോവാണ്. പ്രകാശിൽ നടന്ന തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം വരെ നടന്ന് 10-12 കിലോമീറ്റർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എടുത്തുകൊണ്ട് നടന്നിട്ട് അവിടെ ചെന്ന് ഇതുകൊണ്ട് വിറ്റ് ഞങ്ങൾക്ക് വണ്ടിക്കൂലി ഉണ്ടായി. അവിടുന്ന് പിന്നെ ബസ്സേ കയറി കട്ടപ്പന വന്ന് അവിടുന്ന് പിന്നെ അടുത്ത ബസ്സേ കയറി കുമ്മളി 1-ാം മൈലിലെത്തി. അന്നേരത്തേക്കിന് സന്ധ്യയായ ആൾക്കാർ ഒത്തിരി പാഷന്മാർ ഇങ്ങനെ ബാഗും ഒക്കെ കൈ ബാഗും നല്ല വെള്ള ഡ്രസ്സ് ധരിച്ച ഒത്തിരി പാഷന്മാരെല്ലാം വന്നു.
അത് മറ്റ് വിശ്വാസികളെ അറിയിച്ച് നടത്തുന്ന മീറ്റിംഗ് അല്ല. മാസത്തിലൊരിക്കൽ കേരളത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ ഓൾ നൈറ്റ് പ്രാർത്ഥന ഉണ്ട്. അത് വിവിധ സഭകളിലുള്ള ദേവദാസന്മാരെ കത്തുകൾ അയച്ച് ഇന്ന സ്ഥലത്താണ് ഈ പ്രാവശ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് അറിയിച്ചു വരുത്തുന്നതാണ്. അങ്ങനെ വരുന്ന മീറ്റിംഗ് ആണ്. അതുകൊണ്ട് മറ്റ് പബ്ലിക് ഒന്നും ഇല്ല, ഈ ദേവദാസന്മാർ മാത്രമാണ് കൂടുന്നത്. പിന്നെ പ്രതിനിധികളായിട്ട് പല സഭകളിൽ നിന്നും പലരും വന്നെങ്കിലേ ഉള്ളൂ. ഈ അമ്മച്ചി വന്ന പോലെ അങ്ങനെ ഞങ്ങളെ കൊണ്ട് അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മീറ്റിംഗ് ഒക്കെ തുടങ്ങി. ഓർഗണൊക്കെ വെച്ചുള്ള പാട്ടും നല്ല ആരാധനയൊക്കെ. ഇങ്ങനത്തെ ആരാധന ഞാൻ കൂടിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ലൈറ്റൊക്കെ തെളിഞ്ഞ് ഒരു സ്വർഗീയ അനുഭവം അതിനകത്ത് കാണുകയാണ്. അപ്പം പലരുടെയും സാക്ഷി ഉണ്ടായിരുന്നു. പിന്നെ നല്ല വചനപ്രസംഗം ഉണ്ടായിരുന്നു. 12 മണി വരെ അങ്ങനെ ആ മീറ്റിംഗ് പോയി കഴിഞ്ഞ് ഒരു കടുങ്കാപ്പിയും കുടിച്ച് അതിന് പുറത്ത് കടുങ്കാപ്പി ഏത്തപ്പഴവും കൊടുക്കുന്നുണ്ട്, ബണ്ണും ഉണ്ട്. അതിന് പുറത്ത് പോയി ഞാൻ ആ അളവിൽ എല്ലാവർക്കും കൊടുക്കുന്ന കൂടുതൽ മേടിച്ച് കഴിച്ച് വീണ്ടും കയറി അകത്തിരുന്നു. അകത്തിരുന്ന് കഴിയുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. പല സഭകളിൽ നിന്നും പലരും ഈ യോഗത്തിലേക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ലിസ്റ്റ് അവിടെ വെച്ചിട്ട് ആ സെക്ഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു ദേവദാസൻ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ ദേവദാസൻ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എഴുതി കൊടുക്കണം എന്ന് ഓർത്തു. കാരണം ഞങ്ങളെ കൊണ്ടുപോയി വിശ്വാസം വെച്ച് ആ സ്ത്രീകളുടെ ഭാഗത്താണ്. എനിക്ക് അവരുമായിട്ട് യാതൊരു ഇതും കിട്ടുന്നില്ല. എൻ്റെ അടുത്തിരിക്കുന്നവർ ആരും പരിചയമുള്ളവരല്ല, എല്ലാം ഭാഷമാരൊക്കെയാണ്. അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ എഴുതാനും അറിയത്തില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഞാനൊരു വീഡിയോയിലേക്ക് നോർന്ന് പഠിച്ച അക്ഷരങ്ങളൊക്കെ ഉള്ളൂ. അത് വെച്ച് ഞാൻ എഴുതിയാൽ എനിക്ക് ആർക്കും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്തിരുന്ന ആ ദേവദാസിനോട് പറഞ്ഞു, എനിക്കൊന്ന് എഴുതി തരാമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, സോറെ ഇപ്പം ഭയങ്കര തിരക്കാ, സമയമില്ല. ഒരു കാര്യം ചെയ്യും, സവറിന്റെ ആദ്യം എഴുന്നേറ്റിരിക്കണം, എന്നിട്ട് പേര് പറയണം, എന്നിട്ട് പ്രാർത്ഥിക്കണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എഴുന്നേറ്റോളാൻ പറഞ്ഞു. ഇതേ എന്നെ ഉത്സാഹിപ്പിച്ചോണ്ട് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് വന്നു. അപ്പൊ ആ മൈക്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന ദേവദാസൻ എന്നോട് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് തമ്പി, തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ചാടിപ്പോന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞു. അന്നേരം ഈ ദേവദാസൻ പറഞ്ഞു, കർത്താവായ യേശു സഹോദരന്റെ അസുഖം മാറ്റുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുക, എന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞെന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഒച്ച പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ തൊള്ളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. നേരം വെളുത്ത അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോരാൻ നേരത്തെ എല്ലാവർക്കും പുസ്തകമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അതുകൂടാതെ വണ്ടിക്കൂലിക്ക് ആരെങ്കിലും പൈസ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേജിന്റെ വലതുവശത്തേക്ക് എന്നാൽ അവരുടെ സ്ഥലം പറഞ്ഞാൽ അവരുടെ വണ്ടിക്കൂലി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും അമ്മച്ചിയും ഞങ്ങൾ എല്ലാവരും പോയി നിന്ന് ഞങ്ങൾക്ക് പോരാനുള്ള വണ്ടിക്കൂലിയൊക്കെ സുഖമായിട്ട് കിട്ടി. വളരെ സന്തോഷത്തിൽ ഞങ്ങൾ പോന്നു. ഈ അമ്മച്ചിയുടെ വീട്ടിൽ വന്നിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് പോരാൻ. അമ്മച്ചിയുടെ വീട്ടിൽ വന്ന് പുറകെ അമ്മച്ചി വന്ന ഒരു പഴയ നിയമം പുതിയതും കൊണ്ട് ഒരു ബൈബിള് അമ്മച്ചി കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. മോനെ, നമുക്ക് ആവശ്യമായിരിക്കുന്ന വാദനമൊക്കെ ഇതിലുണ്ട്, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഇനി ഈ അസുഖം ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞാൽ നേരമൊക്കെ പോയി പിള്ളേരെ കിടന്ന് ഉറക്കമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ ഭാര്യ സരസമ്മയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ ഇനി അസുഖം ഉണ്ടാകരുത്, നല്ല ഉറക്കം ഉണ്ടാകണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അന്ന് തൊട്ട് ഗുളിക കൂടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റി. പിന്നെ ഈ സൗഖ്യം കിട്ടിയത് ആ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന കണ്ടപ്പോൾ ഞാൻ അടുത്തിരുന്ന പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മതി, ആദ്യം പേര് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എൻ്റെ പേര് തമ്പി എന്നാണ്, ഞാൻ ഒരു മാനസിക രോഗിയാണ്, ഞാൻ തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി ചാടിപ്പോകുന്നതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഈ പാസ്റ്റർ പറഞ്ഞത്, കർത്താവായ യേശു സഹോദരന്റെ അസുഖം മാറ്റിയെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, 2 ഹല്ലേലൂയ പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഹല്ലേലൂയ പറയുന്നത്. അങ്ങനെ ഹല്ലേലൂയ 2-3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞാൽ പോകുന്ന അമ്മച്ചിയുടെ വീട്ടിൽ വന്നിട്ട് പോരുന്ന നേരത്ത് ബൈബിളും തന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കൈപിടിച്ച് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഗുളിക കൂടാതുള്ള ഉറക്കം എനിക്ക് കിട്ടി. 1990 നടന്ന സംഭവമായത്. അതിനുശേഷം ഈ അസുഖം എന്നല്ല, എനിക്ക് ഓരോ അസുഖവും വരുന്നില്ല, മറ്റ് യാതൊരു അസുഖവും എന്നെ ആശുപത്രി കൊണ്ടാണ് എന്നാ ഈ ഷുഗറോ പ്രഷറോ ഇതൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല. ഇതൊന്നും എനിക്കൊരു വാദമല്ല. ഞാൻ പല ഈ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഞാനിപ്പോൾ യേശുവിനെ സാക്ഷിച്ച് യാത്ര ചെയ്യുകയാണ്. ഏത് വെള്ളത്തിൽ കുടിച്ചാലും ഏത് കാലാവസ്ഥകളെ കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിൽ നിന്നും പറ്റാത്ത വിധത്തിൽ ദൈവം എനിക്ക് സൗഖ്യം തരുന്നുണ്ട്. അന്ന് കിട്ടിയ സൗഖ്യം. അപ്പം ഇങ്ങനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് പക്ഷെ ഞാൻ പിന്നെ അങ്ങ് നിരാശനായി. കാരണം ഇങ്ങനെ സൗഖ്യം കിട്ടി, അതിൽ വലിയ സന്തോഷമുണ്ട്, എന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, അതിലും സന്തോഷമുണ്ട്. പക്ഷെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും എന്നെ ഒരു ജോലിക്കും വിളിക്കത്തില്ല, എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ വിളിക്കണ്ട. ഞാൻ ഈ അസുഖമായിട്ട് നടന്നപ്പം വണ്ടിയുടെ ജില്ലയിൽ തല്ലി പിടിച്ചു. ഞാൻ താമസിക്കുന്ന വീട് തന്നെ തീ വെച്ച് കത്തിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്നെ ആരും ഒരു പണിക്ക് വിളിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ആ പണിക്ക് വിളിച്ചാൽ തന്നെ ചിലരൊക്കെ എന്നെ പണിക്ക് വിളിച്ചിട്ട് വല്ല ചുമടോ വിറക് ചുമടോ വന്നിലൊക്കെ ആയിരിക്കും. വൈകുന്നവരെ ഒന്നും പണിയാനും പറ്റുന്നില്ല, എൻ്റെ മനസ്സ് ഒത്തിരി കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ജീവിക്കുക, ഈ പിള്ളേരെ എങ്ങനെ വളർത്തും, ഈ ചിന്തയായി. ബൈബിള് കിട്ടിയെങ്കിൽ ഇതിന്ന് വായിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല വായിക്കാൻ നോക്കിയിട്ട്. ഞാനൊരു വീഡിയോയിലേക്ക് നടന്നു, കട്ടപ്പന കാഞ്ചാറ്റിലൊരു വീഡിയോയിലേക്ക് നിന്നിട്ടുണ്ട്. അവിടുത്തെ 3 പിള്ളേരാ എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. മൂല കുട്ടി ഒരു സ്ലൈറ്റ് തരി എഴുതി തരുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പൊ ഞാൻ രാത്രി കിടന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്, സ്കൂളിൽ പോകുന്നതൊക്കെ. അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഞാൻ ഈ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാനോ യേശുവിൽ നിന്നൊന്നും പ്രാപിക്കാനോ കഴിഞ്ഞില്ല. സൗഖ്യം കിട്ടിയത് സത്യമാണ്.
പക്ഷെ ഞാൻ അങ്ങ് നിരാശനായി, ഞാൻ എന്നാ ചെയ്യുന്നതായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്തേക്കാന്നൊരു ചിന്തയായി. കാരണം എൻ്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തതുപോലെ വല്ലതും പറഞ്ഞ് തങ്കപ്പൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയി, അതുപോലെ പോയേക്കാന്ന് ഞാനും വിചാരിച്ചു. ഈ ഭാര്യയോടും മക്കളോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ആത്മഹത്യയാണെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നി. അങ്ങനെ അപ്പം ഞാനിങ്ങനെ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അവര് ഈ കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, 40 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. അവിടെ വന്ന് ആ കാര്യങ്ങൾക്കുള്ളിൽ വന്നു. പിന്നെ ആ ചിന്തകളൊക്കെ പോയി ഇവിടെ ആയി. പിന്നെ താമസവും ഇങ്ങോട്ട് പോകുന്നു. അവിടെ ഒരു പുറമ്പോക്കിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ടും ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളെ രണ്ട് ചേട്ടനെയും മൂത്ത ചേട്ടനെയൊക്കെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അസുഖം കൂടിയിട്ട് ഒരാഴ്ച കാലമൊക്കെ പിടിച്ചു കെട്ടി ഇട്ടിട്ടുണ്ട്. കാരണം ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്, അഴിച്ചു വിട്ടാൽ പ്രശ്നമായതുകൊണ്ട് അയൽവക്കാർ പലരും വന്ന് സഹായിക്കുകയൊക്കെ ചെയ്താണ് ഇവരെ ഒന്ന് പുറത്തിറക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ പിന്നെ വരുന്നത്. പിന്നെ വന്ന് ഇങ്ങനെ ക്ഷീണത്തിലേക്ക് ഇരിക്കുക, എന്നാ ചെയ്യുന്ന അറിയത്തില്ല. എൻ്റെ ഭാര്യ അവിടെ കൊയ്യാൻ പോയിരിക്കുക. എന്നോട് പറഞ്ഞ് കറ്റ പറിക്കി വെക്കാനൊക്കെ വരണമെന്ന് പറഞ്ഞു. ഞാൻ വരികയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിൽക്കുക. വരികയെന്ന് പറയാൻ കാരണം അതിന് മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്. അവിടെ നിന്ന് പോകുന്ന ഈ പ്രകാശിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ വീട്ടിലോട്ട് തള്ളക്കാനത്തോട്ട് എൻ്റെ ഭാര്യ പോന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തോപ്രാങ്കുടി പോയി ഒരു ഇരുമ്പണത്തിന്റെ കടയിൽ പോയി 5 രൂപയുടെ ഒരു പാക്കറ്റ് ഫ്രീഡാം മേടിച്ചു, ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയിൽ. എന്നിട്ട് എൻ്റെ ഭാര്യ അവിടെ റോഡ് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തള്ളക്കാനത്ത് വന്നപ്പം. അവരെ ചെന്ന് കണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവരെ ഒന്നുകൂടെ ലാസ്റ്റായിട്ട് കാണാൻ, മരിക്കാനുള്ള കാര്യം ഇവരോട് പറഞ്ഞില്ല. അതിനോട് കുറച്ച് നാരങ്ങ മിഠായി മേടിക്കാനുള്ള പൈസ കൊണ്ട് ഉണ്ടായിരുന്നു, അത് മേടിച്ച് കൊടുത്തു. കൂട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ യാത്ര പറഞ്ഞ് പോകുന്നത് അവിടുന്ന് ഒരു കിലോമീറ്ററോളം മാറി കുറെ കാപ്പിയൊക്കെ പടർന്ന് നിൽക്കുന്ന ഒരു കൊച്ചരുവിയൊക്കെ ഒഴുകുന്ന 2 മലകൾ വന്ന് ചേരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചു. ഞാൻ യേശുവിനോടാ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞു ഇങ്ങനെ ഈ പ്രാർത്ഥന കൂടെ സൗഖ്യം കിട്ടിയിട്ട്. അപ്പം ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കുടുംബം നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുക. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു ബോണ്ടായിക്കകത്താക്കി ഇതിങ്ങനെ ഉരുട്ടി ഞാൻ പെട്ടെന്ന് കഴിച്ചു. ഇതിന് ചുവയൊക്കെ അരിഞ്ഞാൽ കഴിക്കാൻ മടി വന്നിട്ട് പെട്ടെന്ന് വായിലിട്ട് കടിച്ചു വെച്ചങ്ങ് ഇറക്കി. എന്നിട്ട് ആ അരുവിയിൽ നിന്ന് വെള്ളം കൂടെ കുടിച്ചു. ഇത് പെട്ടെന്ന് വയറ്റിലോട്ട് വന്ന് വീർത്തപ്പം അതുവരെ ജീവിതകാര്യം ഓർത്തുള്ള ഭയം കൊണ്ടാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇത് വിഷം ഉള്ളിൽ ചെന്ന് കഴിയുമ്പം ഈ മരണം എങ്ങനെയാണെന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടായി. ഈ ജീവൻ പോകുന്നത് എങ്ങനെയാന്ന് ഓർത്തപ്പോൾ ഇതിനൊരു ഭയം ഉണ്ടാകുകയും ഉടനെ എനിക്ക് തോന്നുന്നു ആ ഭാര്യ വീട്ടിലുണ്ട് മക്കളൊക്കെ, എൻ്റെ ഇളയ ഇരട്ടക്കുട്ടികളെ ഒന്നുകൂടെ കാണണമെന്നൊരാഗ്രഹം. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ ഈ കയറ്റം കയറി ഓടി റോട്ടിൽ വന്നു. അപ്പോൾ ഒരാളെ കണ്ട് ഞാൻ പറഞ്ഞു ഈ ഭാര്യ വീട്ടിലോട്ട് കൊണ്ടുപോകണം, എനിക്ക് നടക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാ കാര്യം എന്നൊക്കെ അന്വേഷിച്ചപ്പം വിഷം അടിച്ചാന്ന് അറിഞ്ഞു. അത്തിപ്പാറ കൊണ്ടുവന്ന് ഒരു ചായക്കടകത്ത് കൊണ്ടുവന്ന് കുറെ വെള്ളമൊക്കെ എന്നെ ഉപ്പ് കലക്കി വെള്ളം കുടിപ്പിച്ച ആൾക്കാരെല്ലാം കൂടി ഛർദ്ദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ഛർദ്ദിക്കാൻ പിന്നെ അതിലെ ആ റോഡ് പണി നടക്കുന്നതിലൂടെ തന്നെ ഒരു ജീപ്പ് കഞ്ഞിക്കുഴി ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ജീപ്പിൽ എന്നെ കയറ്റി ചേലച്ചോട്ടിലൊരു ആശുപത്രി കൊണ്ടുവന്ന് കയറ്റി. എന്നിട്ട് ആ ഡോക്ടർ ടോർച്ചൊക്കെ അടിച്ച് കണ്ണിലൊക്കെ അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു എന്നാ കഴിച്ചെന്ന്. ഞാൻ പറഞ്ഞു ഫുഡാനാ കഴിച്ചേ. പറഞ്ഞാൽ തിരിയാത്ത അവസ്ഥയിലെത്തി. ഞാൻ തന്നാണ് അല്ല ഞാൻ തന്നെ കഴിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുമ്പിൽ എടുക്കല കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അടുത്തൊരു ജീപ്പിലോട്ട് കയറുന്ന ഓർക്കുന്നുണ്ടായി. എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അവിടുന്ന് ചേലച്ചോട്ടിൽ നിന്ന് ആ ജീപ്പ് അടിമാലി ഗവൺമെന്റ് ആശുപത്രി വരെ പോയി. എൻ്റെ ഭാര്യയും ആ പരിസരത്ത് നിന്ന് അതേ വേഷത്തിൽ തന്നെ വണ്ടി വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറുടെ വയറൊക്കെ കഴിവൊക്കെ ചെയ്ത് അവിടെ എനിക്ക് ബോധമില്ല വന്ന് എൻ്റെ ഭാര്യയും കൂടെ വിഷം കഴിച്ചെന്ന ആൾക്കാരെല്ലാം വിചാരിച്ചു ഞാൻ ഈ ഭാര്യയുടെ മടി കിടക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം കൂടിയെന്നാ പറയുന്നത്. എന്നിട്ട് അതിലേക്ക് ഛർദ്ദിക്കുകയോ ഈ വായി കൂടെ ഞെരിയുമ്പോഴത്തേക്ക് വന്നു. അപ്പോൾ രണ്ടുപേരും വിഷം അടിച്ചെന്ന് പറഞ്ഞ് അവർ നോക്കല്ല ഒരാളെ കഴിച്ചുള്ളൂ എന്ന് അറിയുകയും അങ്ങനെ ചെയ്ത് 3 ദിവസത്തിന് എനിക്ക് ബോധമില്ലായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ ബോധം തെളിയുമ്പം എൻ്റെ ഭാര്യ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കാരണം അപ്പം ഈ എൻ്റെ അബോധാവസ്ഥയിൽ കയ്യും കാലും ഒക്കെ ഇട്ട് തല്ലി പുറകെയായിരുന്നേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൂചി കഴിക്കാത്തിരുന്ന് ഒടിയാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഭാര്യ ഈ കയ്യെ പിടിച്ചോണ്ടായിരിക്കുന്നത്, എപ്പോഴും നോക്കിയിരിക്കണം രാത്രിയും പകലും ഒക്കെ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ ഇരട്ടക്കുട്ടികളെ തലക്കാനത്തുള്ള വീട്ടിലിട്ടച്ച് എന്നെ നോക്കാൻ വേണ്ടി ആശുപത്രി വന്നിരിക്കുന്നു. ഇതെല്ലാം അവിടെ ഓർത്തപ്പോൾ എനിക്ക് വലിയ വിഷമമായി. കുറച്ച് ദിവസം കൂടെ ആശുപത്രി കിടക്കേണ്ടി വന്നു. അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അങ്ങനെ പഴയരിക്കണ്ടത്ത് വന്ന് നിൽക്കുകയാണ്. ഇതിനോടിടയിൽ അച്ഛൻ്റെ മരണമൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ പഴയരിക്കണ്ടത്ത് നിൽക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു കൊയ്ത്ത് നടക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ കൊയ്യാൻ പോവുക. എന്നോട് പറഞ്ഞ് കറ്റ വരയ്ക്ക് വെക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരികയല്ല, എനിക്ക് വെയിൽ കൊള്ളാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നെ കുറെ നിർബന്ധിച്ചിട്ട് ഒരു പോയി വരണം, എന്തെങ്കിലും പറ്റുന്ന പണിയൊക്കെ ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എവിടെ പോയാലും വിളിക്കും. അപ്പൊ ഞാൻ വരികയെന്നും പറഞ്ഞ് എനിക്ക് വെയിൽ കൊള്ളാനൊന്നും പറ്റത്തില്ല, ഞാൻ വരികയെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങി. എനിക്ക് പകലൊക്കെ പിന്നെ ഉറങ്ങാം. അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം 3-3.5 വർഷം അടുക്കാറായി. അത്രയോ നാൾ എനിക്ക് ഒരു ഗുളിയും കഴിക്കേണ്ട, ഉറക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്.
അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി ഒരു 2 മണിയൊക്കെ ആയ സമയത്ത് ഉറക്കം തെളിഞ്ഞിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യും? ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഭാര്യ അവിടെ ആ കണ്ടത്തിൽ കൊയ്യുകയും പണിയൊക്കെ ചെയ്യുകയാണ്. പോയൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമുണ്ട്. പോയൊന്നും സഹായിക്കാൻ എനിക്ക് പറ്റുന്നുമില്ല. വല്ലാത്തൊരു അസ്വസ്ഥത എനിക്കൊരു ഒട്ടും ജീവിക്കാൻ താല്പര്യമില്ല. എങ്ങനെ എളുപ്പമാർഗത്തിൽ മരിക്കുന്നത് എങ്ങനെയാന്നുള്ള ചിന്തയായി. പല വഴി ആലോചിച്ചിട്ട് എനിക്ക് അവിടെ കിട്ടുന്നില്ല. അങ്ങനെ തീരുമാനിച്ചു. ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുമ്പം അന്ന് കിട്ടിയ ബൈബിൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈബിൾ എൻ്റെ ശ്രദ്ധയിലേക്ക് പറ്റി. ഒരു 3-3.5 വർഷമായി ബൈബിൾ കിട്ടിയിട്ട്. ആ കിട്ടിയ ഇടയ്ക്ക് ഞാൻ അറിയാവുന്നവരൊക്കെ വായിക്കാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെയോ വംശവരിയുടെ കാര്യങ്ങളൊക്കെയാണ് വായിച്ചത്. ബുസിയാബി ജനിക്കുന്നു, 900 സംവത്സരങ്ങൾ കഴിയുന്നു, അടുത്തയാൾ ജനിക്കുന്നു. ഇതൊന്നും പറഞ്ഞാൽ പോലും തിരിയാത്ത പേരുകളും അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ട് അന്ന് അടച്ച ബൈബിളാ. പക്ഷെ ഈ അസ്വസ്ഥത പിടിച്ച 1 മണിക്കൂർ പോലും ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഇരുന്ന ആ സമയത്ത് ഞാൻ ഈ ബൈബിള് എടുത്തിട്ട് നടുവെ പിടിച്ചങ്ങ് തുറന്നു. ചുമ്മാ പിടിച്ചങ്ങ് തുറക്കുകയത്. തുറന്നപ്പം സദൃശവാക്യം പുസ്തകം എനിക്ക് കിട്ടിയേ. സദൃശവാക്യം 10-ാം അധ്യായം എൻ്റെ ശ്രദ്ധയിലേക്ക് ഉണ്ട്. 10 എന്നുള്ള അധ്യായം കണ്ടതുകൊണ്ട് ഞാൻ അവിടെ തൊട്ട് പതുക്കെ ഇങ്ങനെ വായിച്ചു. 1 തവണ വായിച്ചു, 2 തവണ വായിച്ചു, 2-3 തവണ അത് വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വന്ന എൻ്റെ 5-ാമത്തെ വാക്യം അതെന്നെ അങ്ങ് സ്പർശിച്ചു. ആ വചനം എന്നിൽ ഇടപെട്ടതാണ് എൻ്റെ ജീവിതത്തിലെ അത്ഭുതം എന്ന് പറയാനുള്ളത്. എനിക്ക് രോഗം മാറിക്കഴിഞ്ഞിട്ട് ആത്മഹത്യക്ക് പോയി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് വീട് വെച്ചതുകൊണ്ടോ രോഗം മാറിയത് കൊണ്ടോ മക്കളെ കെട്ടിച്ചുകൊണ്ടോ ഒന്നും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനം സന്തോഷം കിട്ടണമെന്നില്ല. പക്ഷെ വചനം അത് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ആ സമാധാനം ആർക്കും എടുത്തുകളാനും പറ്റാത്ത ഒരു സമാധാനം എനിക്കിപ്പോൾ ഉണ്ട്. അതൊക്കെ ലഭിച്ചത് വചനത്തിലൂടെയാണ്. വചനമാണ് ഏറ്റവും പ്രാധാന്യം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഞാനിങ്ങനെ തുറന്നു നോക്കി സദൃശവാക്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്ന ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവൻ. എൻ്റെ ഭാര്യ കൊയ്യാൻ പോയപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവിടെ വായിക്കുന്ന വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്ന ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവൻ. അയ്യോ, ഇത് ഞാനാണല്ലോ, ഇതെന്നെ കുറിച്ചാണല്ലോ പറഞ്ഞേ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. ഈ ബൈബിൾ എനിക്ക് വാങ്ങിച്ചു തന്ന അമ്മച്ചി എന്നോട് പറഞ്ഞത്, മോനെ നമുക്ക് ആവശ്യമായിരിക്കുന്ന വചനമൊക്കെ ഇതിലുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഓർത്തു. എനിക്ക് വല്ലാത്ത എന്നാ പറയുന്നത്, വല്ലാത്തൊരു ഇറത്തടിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഈ വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്ന ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഇറങ്ങുന്നവൻ നാണം കെട്ടെന്നുള്ള വാക്യം വായിച്ചപ്പോൾ ഉടനെ ഞാൻ മുകളിലോട്ട് നോക്കി 10-ാം അധ്യായം. ഉടനെ എനിക്ക് തോന്നി ഇതിന്റെ 1-ാം അധ്യായത്തിൽ ഒരു വായിക്കണം എന്നൊരു പ്രേരണ തോന്നി. ഞാൻ പേജ് മറിച്ച് 1-ാം അധ്യായത്തിലേക്ക് ഇരുന്നു. 1-ാം അധ്യായത്തിലേക്ക് എന്നെ വായിക്കാൻ തുടങ്ങി. ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകനായ ശലോമോനാണെന്ന് എഴുതുന്നത്. ശലോമോൻ ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതെല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് അങ്ങ് മനസ്സിലായി. ഒരു തലയിലേക്ക് ഒരു വെളിച്ചം കയറിയ അനുഭവം. അപ്പൊ അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു: ഈ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേക വചനങ്ങളെ ഗ്രഹിക്കാനും പരിജ്ഞാനം, നീതി, ന്യായം, നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും ഇത് അല്പബുദ്ധികൾക്ക് സൂക്ഷ്മ ബുദ്ധി. ഇത് പറയുമ്പോൾ എനിക്ക് നല്ല ആകർഷണം വരാൻ കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും ബുദ്ധി ഇല്ലാത്തവൻ ഞാനെന്ന് എല്ലാവരും പറയും. എന്നെ എൻ്റെ ചേട്ടനൊക്കെ ഒരു പാട്ട് പോലെ എന്നെ കളിയാക്കും. പോടാ നെറ്റി ഉന്താം പൊട്ട കൊതറാന്നൊക്കെ വിളിക്കുമായിരുന്നു. ഈ കൊതറനായിട്ട് നടന്ന ഒരു ബുദ്ധിയില്ലാത്ത എനിക്ക് മനസ്സിലാകുകയാണ് ഇത് എനിക്ക് പ്രയോജനമുള്ളതാണെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. ഇത് അല്പബുദ്ധികൾക്ക് സൂക്ഷ്മ ബുദ്ധിയും ബാലന പരിജ്ഞാനവും അവതരവും നൽകുവാനും ജ്ഞാനി ഇത് കേട്ടിട്ട് വിദ്യ അഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കാനാണ് ഇത് എഴുതുന്നതെന്നാണ് അതിന്റെ 6-ാമത്തെ വാക്യം വരെ. 7-ാമത്തെ വാക്യത്തിൽ ആ പുസ്തകം തുടങ്ങുന്നതെന്ന് മനസ്സിലായി. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അത് പിന്നെ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പിന്നീട് എനിക്കൊരു വല്ലാത്തൊരു ഉത്സാഹം ഉണ്ടായി. ഞാൻ കൊയ്ത്ത് സ്ഥലത്ത് പോകാനും വൈകുന്നേരം മരിക്കാനും ഒക്കെ കൂടി. പിന്നീട് അന്ന് തൊട്ട് എനിക്ക് മാറ്റം ഉണ്ടാകുന്നു. എന്നെ ബൈബിളുമായിട്ട് ഞാനിങ്ങനെ മരത്തിന്റെ മണ്ടലൊക്കെ കയറുന്നുണ്ട് വായിക്കും. ഇത് തന്നെ വായിക്കുള്ളൂ, വേറെ ഒന്നും എനിക്ക് മനസ്സിലാകുകയില്ല. ഈ സദൃശവാക്യം തന്നെ വായിക്കും. അങ്ങനെ വായിച്ച് എനിക്ക് മനസ്സിലായി അതിന്റെ ഈ ദേഹോഭക്തി ഉണ്ടാകണമെങ്കിൽ ഈ പുറമേ കാണുന്ന കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. വെള്ളം ഉൾപ്പെടുന്നതോ, ക്ലീൻ ഷേവ് ചെയ്യുന്നതോ, താടി നീട്ടുന്നതോ, കൊന്തയിടുന്നതോ, രുദ്രാക്ഷം ഇടുന്നതോ ഇതൊന്നും അല്ല ദൈവഭക്തി എന്ന് എനിക്ക് മനസ്സിലാകുക. കാരണം പലരുടെയും ജീവിതമൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെ ഈ ദൈവഭക്തി ഉണ്ടാവുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് സദൃശവാക്യ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ആ വചനങ്ങൾ എന്നെ അതിന് വലിയ ബോധ്യം തരികയായിരുന്നു. 2-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നത്, 2-ാം അധ്യായത്തിൽ കാണുകയാണ്: മകനെ ജ്ഞാനത്തിന് ശിവരുകയും ബോധത്തിന് ഹൃദയം ചാക്കി ചെയ്യണം. ഹൃദയം കൊടുക്കാതെ എത്ര വചനം കേട്ടാലും ജീവിതത്തിൽ പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലാവുക. എത്ര ഉപവാസപ്രാർത്ഥന എടുത്താലും കൊള്ളാം, എന്തെല്ലാം ചെയ്താലും കൊള്ളാം, ഹൃദയത്തിൽ ആ വചനം ഏറ്റെടുക്കണം എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവുക. മകനെ നീ ജ്ഞാനത്തിന് ചെവിയെടുക്കും, ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ചതേ ഉള്ളൂ. എന്നിട്ട് നീ ഭക്തനായില്ല, ഇത്രയൊക്കെ ചെയ്താലും നീ വിളിച്ചതേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യം വിവേകത്തിന് വേണ്ടി ശബ്ദം ഉയർത്തണം. എനിക്ക് മനസ്സിലായി ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതാണെന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. വിവേകത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നെങ്കിൽ അതിനെ നീ വെള്ളിയെപ്പോലെ അന്വേഷിച്ച്
നിക്ഷേപങ്ങളെ പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോഭക്തി ഗ്രഹിക്കുകയും ദൈവവിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ഇതിനെ വെള്ളിയെ പോലെ അന്വേഷിക്കണം, ഇതിന് വിവേകത്തിനുവേണ്ടി ശബ്ദം ഉയർത്തണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേറെ ബദനങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയൊക്കെ എനിക്ക് മനസ്സിലായി ക്രിസ്തു സാക്ഷിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങള് ഇവിടെ പള്ളിയിൽ തന്നെ ഒരു കപ്പവാട്ട് വന്നു. ഇവിടെയൊക്കെ കപ്പ കൃഷിയൊക്കെ ആൾക്കാർക്കുണ്ട്. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. കപ്പവാട്ടിന് പോയപ്പോ അവിടെ എന്നെ അവിടെ പണിക്കായിട്ട് വിളിക്കുകയല്ല. അപ്പൊ ഈ കാലായിലിട്ട് കപ്പ ചെത്തും, എന്നിട്ട് അവിടെ നിന്ന് തൂക്കി വല്ലത്തിനകത്താക്കി ചെമ്പടുപ്പ് ഉള്ള സ്ഥലത്ത്, ഈ കപ്പ വാട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടിടും. അപ്പൊ അവിടെ അടക്കക്കത്തി കൊണ്ട് ക്യാരി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ കപ്പ കൊണ്ട് തൂക്കിയിട്ടിരുന്ന കപ്പ പെറുക്കി ഇവരുടെ വള്ളത്തിലിട്ട് കൊടുക്കുക, അങ്ങനെ ചില്ലറ പണികളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. എന്റെ ഭാര്യ പറമ്പിൽ അവിടെ കപ്പ ചെത്താനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണവും കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇവർക്കൊരു സഹായമായിട്ട് ഞാൻ അവിടെ നിൽക്കുക. അപ്പൊ അവിടെ ഒരു പെട്രോൾ മാർസ് രാത്രിയായപ്പം പെട്രോൾ മാർസ് കത്തിക്കണം. അപ്പൊ അവിടെ അടുത്ത ഒരു പാർഷ താമസം വന്നിട്ടുണ്ട്, അടിമാലിയിൽ നിന്ന് വന്ന് താമസിക്കുന്ന വി എം ബർക്കി എന്ന് പറയും, പാർഷ വി എം ബർക്കി. ഇദ്ദേഹം അവിടെ വന്നിരിക്കുക. ഇദ്ദേഹത്തിന്റെ പെട്രോൾ മാർസ് ആണ് മേടിച്ചത്. അപ്പൊ അദ്ദേഹം കത്തിച്ചു തരാൻ വേണ്ടി ഈ ചെമ്പടുപ്പിലേക്ക് വന്നു. അപ്പൊ ഇവര് ആദ്യത്തെ ഓരോ ചെമ്പ് വാട്ടി വല്ലത്തിനകത്താക്കി 4-5 കൊല്ലം കാണും. അതുമായിട്ട് ഈ അടക്കത്തിട്ടിരുന്ന അരിഞ്ഞോട് തന്നെയാണ് ചുമന്നുകൊണ്ട് പോകുന്നത് പാറയിലേക്ക് ഇടാനായിട്ട്. ആ സമയത്ത് ഞാൻ ഈ പാർശ്വം തന്നെ ഈ ചെമ്പടുപ്പിന്റെ അടുക്കലായി. ആ സമയത്ത് ഞാൻ ഈ പാർശ്വോട് പറഞ്ഞു, ഞാൻ മാനസിക രോഗം പെട്ടിട്ട് ഞാൻ ചേട്ടന്മാരെ പോലെ തന്നെ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു. ഇവർ അടിമാലിയിൽ നിന്ന് അവിടെ വന്നതേ ഉള്ളൂ. ഇവരുകൊണ്ട് ഞങ്ങളുടെ ചരിത്രമൊന്നും ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മാനസിക അവസ്ഥകളെല്ലാം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നക്കാരനായിരുന്നു. എന്നാൽ ഇങ്ങനെ കുമ്പളി ഒരു പ്രാർത്ഥനയ്ക്ക് പോയി 2-3 ഹല്ലേലൂയ പറഞ്ഞോളൂ, അന്നോട്ട് എനിക്ക് ഗുളി കൂടാതെ ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടെന്നൊക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇതൊരു ഭയങ്കര സാക്ഷ്യമാണല്ലോ, തമ്പിസോറിന്റെ കാര്യം ചെയ്യും, കുടുംബമായിട്ട് ഞങ്ങളെ ആരാധന ഇവിടെ ആ വീടൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവിടെയാണ് ആരാധന നടത്തുന്നത്, നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ പിന്നെ വന്ന ഞായറാഴ്ച ഞാനും കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വീടിന്റെ ചാർത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. ഈ പുല്ല് മേഞ്ഞ വീടാണ്, അതിനകത്ത് ഈ ആരാധന നടക്കുക. അവിടെ നിന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടിയൊക്കെ അവർ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഭാരം പോയ തമ്പിസോറിനെയും കുടുംബത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇങ്ങനത്തെ പ്രാർത്ഥന ഞങ്ങൾക്കില്ല, ഞങ്ങള് തന്നെത്താൻ പോയി പ്രാർത്ഥിക്കുന്ന പരിപാടികൾ അമ്പലത്തിലൊക്കെ പോയാൽ തന്നെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇത് എന്റെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ വഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു ഭാരമൊക്കെ പോയവരെയായി. അങ്ങനെ ഈ പാസ്റ്റർ മുഖാന്തരം അടിമാലിൽ ഒരു കൺവെൻഷൻ ഉണ്ട് 5 ദിവസത്തെ. ആ കൺവെൻഷൻ ജോൺ മീഡർ എന്ന് പറയും, 1994 ഫെബ്രുവരി 13 ആ സമയങ്ങളിലേക്കാ. അപ്പൊ അതിന്റെ തലയാഴ്ചയില്ല. അപ്പൊ അവിടെ അടിമാലിൽ ഈ കൺവെൻഷന് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി. അതിന്റെ ചെലവെല്ലാം വഹിച്ച് പാസ്റ്റർ ഞങ്ങളോടുള്ള സ്നേഹം നിമിത്തം കൊണ്ടുപോയി. അവരുടെ 200 ഏക്കറില് ആ പാസ്റ്റർ ചേട്ടനൊക്കെ താമസമുണ്ട്. അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ കൂടും. കൺവെൻഷൻ കൂടിയിട്ട് ബൈബിൾ ക്ലാസ് പകല് വൈകിട്ട് കൺവെൻഷൻ. ആ ബൈബിൾ ക്ലാസ് അവിടെ 3-4 പേര് സ്നാനപ്പെടാറുണ്ടായിരുന്നു. സ്നാനം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പം യേശുവിനോട് ചേരാൻ സ്നാനം വേണമെന്നൊക്കെ എനിക്ക് അങ്ങ് മനസ്സിലായി. സ്നാപയോന്നാന്റെ യേശുവിനെ സ്നാനപ്പെടുത്തിയതും പ്രാവ്, അങ്ങനെ കഥകളെല്ലാം പറഞ്ഞു എന്നുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, കുറച്ച് നാളുകൂടെ വചനമൊക്കെ കേട്ട് പഠിച്ചിട്ടൊക്കെ മതി, അല്ല എനിക്ക് വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അവരനുവദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും അന്ന് 1994 ഫെബ്രുവരി 13 കല്ലാർകുട്ടിയിലുള്ള ആ ഡാമിന്റെ ജലാശയത്തില് ആണ് സ്നാനം നടത്തിയത്. ഈ സ്നാനപ്പെടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം ഈ താണലോകത്ത് വന്ന് മാനവവർഗത്തിന്റെ പാവത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ ഇവരൊക്കെ പറഞ്ഞ ഒച്ചയില കരയ്ക്ക് വന്നവർക്ക് കേൾക്കാവുന്നല്ലേ വിശ്വസിക്കുന്നുണ്ടേ എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രത്യേകത അന്നേരം തൊട്ടേ ഈ പറച്ചിലും കഴിഞ്ഞ് മുക്കലും കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു വല്ലാത്തൊരു അനുഭവം. ആ അസുഖമുള്ളപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു രീതിയായിപ്പോയി. ഒരു വല്ലാത്ത ഒരു അനുഭവം എനിക്കുണ്ടായി. അന്നേരം തൊട്ട് ഞാനൊരു പുതിയ മനുഷ്യനായ പോലെ എനിക്ക് തോന്നി. എനിക്ക് ആത്മാവ് കിട്ടി എന്നൊക്കെ അങ്ങ് തോന്നുവാ. മറ്റുള്ളവർ കാണിക്കുന്ന കൂടുതൽ എനിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ തിരിച്ചു വന്നു. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ പിന്നെ ഈ വചനം ഇങ്ങനെ കേട്ടതുകൊണ്ട് ഈ കത്തോലിക്ക പള്ളി വിട്ട് ഈ കുർബാനയൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ലൈനായിട്ട് വരുമ്പം ഞാൻ ഈ ബൈബിൾ തുറന്നു പിടിച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പോകും. ഈ ആൾക്കാരുടെ അടുത്ത് നടുക്കൂടെ പോകും, ഞാൻ നടുക്കൂടെ അങ്ങ് പോകും. അപ്പൊ ഈ ബൈബിൾ ഇങ്ങനെ തുറന്നു പിടിക്കുന്നുണ്ട്. ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരു വെട്ടം അടിക്കുന്നുണ്ട്. എനിക്കറിയാം അത് വെട്ടമൊക്കെ ഇങ്ങനെ വന്നടിക്കുന്നത് വായിക്കാനൊന്നും മനസ്സിലാകില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചുമ്മാ തുറന്നു പിടിച്ചോണ്ട് പോകും. ഈ ബൈബിളാണ് രക്ഷ, ഇതാണ് സത്യം എന്നൊക്കെ ഉള്ള മനസ്സിലുണ്ട്. അങ്ങനെ അങ്ങ് പോവുക. ആൾക്കാരെല്ലാം എന്നെ ഇങ്ങനെ കാണാനൊക്കെ തുടങ്ങി. പിന്നെ ആൾക്കാർ വിചാരിച്ചു എനിക്ക് വേണ്ട അസുഖം വീണ്ടും ഉണ്ടാകുന്നതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എറണാകുളത്തേക്ക് നിന്ന് ഒരു ജീപ്പയില് 2 പേര് അവിടെ വധുക. ഈ ഷോളിങ് അടിക്കാൻ ആൾക്കാരെ വേണം. ഈ ക്രഷറിലേക്ക് ഷോളിങ് അടിക്കാൻ വലിയ കല്ല് കൊണ്ട് 6 ഇഞ്ചാക്കി അടിക്കുന്നതിനാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാണ്ട് വന്നതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു.
അപ്പൊ ഇവര് പറഞ്ഞു ഇവനെ കൊണ്ടായത് നമുക്കൂടെ പണിയാവൻ അപ്പോഴേ ഇളകുന്നതെന്ന് അറിയത്തില്ല കൂട്ടത്തിലുള്ള അവിടെ അയലോങ്കാരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കാരണം ഇവിടെ ഒരു പണിയില്ല, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ അതാ പറഞ്ഞു നിന്ന് എന്നോട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോൾ ഒരാൾ അതിനകത്ത് മനസ്സാക്ഷിയുള്ള ഒരാൾ പറഞ്ഞു അവൻ പോരട്ടെ വല്ല കഞ്ഞി വെപ്പിക്കും എന്നെ ചെയ്യാം എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ മനസ്സിലാണ് ഞാൻ ആ ജീപ്പെ കയറി പോകുന്നത്. അങ്ങനെ പോകുന്ന ഇവിടെ കരിമോള് എന്ന സ്ഥലത്ത് പാടിച്ച് ഇവിടെ പിണർമുണ്ടാന്ന് പറയും, അവിടെ ഇവിടെ അടുത്ത് തന്നെയാ, അവിടെ കൊണ്ടുവന്നു. അവിടെ ഒരു ക്രഷറിൽ പണിക്ക് കയറി. അപ്പൊ അങ്ങനെ ഓരോ ഈ ടിപ്പറെ കൊണ്ട് നടക്കുന്ന കല്ല് 6 ഇഞ്ചാക്കണം. അത് ഒരു ദിവസം 1.5 ദിവസം കൊണ്ടൊക്കെ ആൾക്കാരടിക്കും. അതിന് 60 രൂപയാണ് കിട്ടുന്ന ഒരു ലോഡ്. അങ്ങനെ ആക്കിയ ഞാനത് ഒരാഴ്ച കൊണ്ടാണ് അടിക്കുന്നത്. ഒരു ലോഡ് 6 ഇഞ്ചാക്കി അടിക്കുന്ന ഒരാഴ്ചക്ക് പിടിക്കും. അപ്പൊ എൻ്റെ മിസ്സുവറ്റൊക്കെ കഴിയുമ്പം വീട്ടോട്ട് വിടാനൊന്നുമില്ല. പക്ഷെ കുടുംബമായിട്ട് വന്നാൽ അവിടെ പെണ്ണുങ്ങൾക്ക് പണിയുണ്ട്, അവർക്ക് 35 രൂപ കൂലി കൊടുക്കും. പക്ഷെ ആണുങ്ങൾക്ക് കൊടുക്കുകയല്ല, ആണുങ്ങളെ തച്ചുപണിക്ക് നിർത്തുകയല്ല, ആണുങ്ങൾ കല്ലടിച്ചെങ്കിലേ കല്ലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആണുങ്ങളൊക്കെ അത് കൊടുക്കത്തുമില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിച്ച് കഴിയുമ്പം ഭാര്യയോട് പോരാന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളിവിടെ പണിയിലായി. അപ്പൊ എവിടെയാ പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതെന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ കരിമോളില് ഷാരോന്റെ ഒരു ചർച്ച ഉണ്ട്. അങ്ങനെ ആ ചർച്ച കണ്ടുപിടിച്ച് അവിടെ പോയി. അവിടെ ചെന്ന് ഇങ്ങനെ ആ ആരാധനയിലൊക്കെ ചെന്നപ്പോൾ സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ രാജാക്കോ എന്ന് പറയുന്ന പാസ്റ്ററാണ് ഞങ്ങളുടെ പാസ്റ്റർ. അപ്പൊ പാസ്റ്റർ പറഞ്ഞത് പുതിയതായിട്ട് വന്നവർക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്താനും സാക്ഷ്യം പറയാനൊക്കെ ഉള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഇവരുടെയൊക്കെ അടുത്ത് വന്നിട്ട് എങ്ങനെ സാക്ഷ്യം പറയാനൊക്കെ, ഇവിടെ ഇടുക്കിയിലൊക്കെ കണ്ട ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത ആൾക്കാരും ഇച്ചിരി നല്ല സ്ഥിതിയൊക്കെ ഉള്ളവരൊക്കെയാണ്. ഇവരുടെയൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. അപ്പൊ ആരാധന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു, ഇവിടെ കൃഷി പണിയാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ അവരുടെയൊക്കെ വലിയ സ്നേഹം. പിന്നെ വന്ന വ്യാഴാഴ്ച ഇവിടുന്ന് ഒരു സഹോദരൻ ഞങ്ങളെ കാണാനൊക്കെ വന്നു. എനിക്കൊരു ഷർട്ടിന്റെ തുണിയൊക്കെ ആയിട്ടാണ് വന്നത്, അതിന് തയ്ക്കൂലി തന്നു. അപ്പൊ ഇവരുടെ ഒരു സ്നേഹമൊക്കെ വലുതായിട്ട് കണ്ടു. അങ്ങനെ സന്തോഷത്തിലൊക്കെ ഇരിക്കുക. അവിടുത്തെ ഒരു അച്ചായ മുഖാന്തരം എപ്പിസിറ്റി കമ്പനിയിൽ എനിക്ക് ഭാര്യയ്ക്കും പണി കിട്ടി. അങ്ങനെ ഈ കൃഷിയിലെ പണി നിർത്തി എപ്പിസിറ്റിയിലേക്ക് പണി. അപ്പൊ പിള്ളേരെ പോയി കൊണ്ടുവന്നു, ഇവിടെ സ്കൂളിൽ കൊണ്ട് ചേർത്ത്, പിണർമുണ്ട സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവന്ന് ചേർത്ത് 1-ാം ക്ലാസ്സിലേക്ക് കൊണ്ട് ചേർത്ത് 3 പിള്ളേരെ അങ്ങനെ വിട്ടു. മൂത്ത കൊച്ച അപ്പോഴും ഭാര്യ വീട്ടിലാണ്. അങ്ങനെ ഈ ഇവിടെ സ്കൂളിലൊക്കെ പിള്ളേരെ വിട്ടിട്ട് ഈ എപ്പിസിറ്റി കമ്പനിയിൽ പണിക്ക് പോകാൻ തുടങ്ങി. ഇവിടെ ഉച്ച വരെ പണിതാൽ എനിക്ക് 74 രൂപ വെച്ച് കിട്ടും. അത് കഴിഞ്ഞ് ഓട്ടം പണിയാൻ 100-120 രൂപയ്ക്ക് പണിയാൻ പറ്റും. അപ്പം ഈ സ്നാനപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഈ ജോലിയൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടായത്. വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് യേശുവിന്റെ കയ്യിലടിച്ച ഒരു ആണിയുടെ വേദന എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ക്ഷീണമെല്ലാം മറക്കാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് മനസ്സിൽ എപ്പോഴും പണിയെടുക്കാനും എല്ലാ കാര്യത്തിനും ഒരു ധൈര്യവും സന്തോഷവും വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ വ്യാഴാഴ്ച ദിവസം ബൈബിൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ വചനം പറയുക. അപ്പൊ നിന്റെ സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇത് വായിൽ നിന്ന് വരുന്ന വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയായിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. എന്നാൽ ഗോഡവണിൽ അവിടെ വളം ലോഡ് ചെയ്യുന്ന എപ്പിസിറ്റിലെ ഗോഡവണിനകത്ത് പറയുന്ന ഭാഷ ചീത്തയും തെറിയിക്കുക. ഈ ഞങ്ങൾ ലോഡ് ചെയ്യുകയാരെല്ലാം പറയുന്നത്. എനിക്ക് ഇവരുമായിട്ട് യോജിച്ചു പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ വന്ന് ഇപ്പോഴത്തേക്കും സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വന്നു. എന്നോട് പാസ്റ്റർ പറഞ്ഞു, കഴിവുള്ളിടത്തോളം ആൾക്കാർ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന സംബന്ധിക്കണം. ഞാൻ ഗസ്റ്റായിട്ടൊരു ദിവാസനെ വിളിച്ചിട്ടുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവാസനാണ്, അദ്ദേഹം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര വലിയ സൗഖ്യമൊക്കെ കിട്ടി ഇവിടെ വന്നതല്ലേ. ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ ഈ സ്ഥിതി ഉണ്ടാക്കി തന്ന ഈ ദൈവത്തിന്റെ കൃപയല്ലേ, അതുകൊണ്ട് ഉപവാസത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു. ആ 3 ദിവസം ഉപവാസത്തിലൊക്കെ ഇരുന്നു. 3 ദിവസവും ഈ ഈ ഗസ്റ്റായിട്ട് വന്ന ദൈവാസം പ്രസംഗിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രങ്ങളായിരുന്നു. പൗലോസിന്റെ മുൻകാല സംഭവങ്ങൾ, ശൗലെന്നായിരുന്നു പേരെന്നും ഇദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളായിരുന്നെന്നും ഇദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നെന്നും അന്നത്തെ റോമാ പൗരത്വമൊക്കെ ഉള്ള ആളാണെന്നും അങ്ങനെ ഒത്തിരി ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങളായ 3 ദിവസത്തെ മെയിൻ പ്രസംഗം. ഇങ്ങനെയൊക്കെ ഉള്ള ഈ വ്യക്തി യേശുവിനെ, ഈ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി യേശുവിനെ ഇദ്ദേഹം കുതിരപ്പുറത്ത് വരുന്ന സമയത്ത് കണ്ടുമുട്ടുകയും ഇദ്ദേഹം കുതിരപ്പുറത്തും താഴെ വീഴുകയും കണ്ണിന്റെ കാഴ്ച 3 ദിവസത്തിന് പോവുകയും അങ്ങനെ കണ്ടതോടെ ഇദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാറി. എന്നിട്ട് അന്ന് തൊട്ട് ഇദ്ദേഹം സുവിശേഷത്തിന് 1-ാം സ്ഥാനം കൊടുത്തു. ഈ ലോകത്തിലെ സ്ഥാനവും മാനവും എല്ലാം ചപ്പും ചവറും നിന്നിട്ട് 1-ാം സ്ഥാനം കൊടുത്തെന്നും എന്നിട്ട് ഈ സുവിശേഷം അറിയിക്കുന്നില്ല എനിക്ക് അയ്യോ കഷ്ടം. അതൊക്കെ ഈ അവതരിപ്പിക്കുന്ന ഈ പാസ്റ്റർ പ്രസംഗത്തില് ഈ അടി കിട്ടിയേച്ച് കരയുന്നവരുള്ള കരച്ചിലൊക്കെ കരഞ്ഞിട്ടാണ് പറയുന്നത്. ഈ സുവിശേഷം അറിയിക്കുന്നത് എനിക്ക് അയ്യോ കഷ്ടം, അനേകരുടെ കഷ്ടത്തിന്റെ കാരണം സുവിശേഷം അറിയിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഈ സുവിശേഷീകരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണ് ഇത്ര വലിയൊരു സൗഖ്യം കിട്ടി. ഈ 4 പെമ്മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഞായറാഴ്ചകളെ മെനക്കെടാതെ പണിതാലും എനിക്ക് ഇവർക്കൊരു ഭാഗ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ലോകത്തിലല്ല ധനവും മാനവും എല്ലാം ചപ്പും ചവറുവാണെങ്കിൽ ഞാൻ അതിന്റെ പുറകെ അല്ല പോകേണ്ടത്, സുവിശേഷം പറയണം എന്നുള്ള ചിന്ത എനിക്കുണ്ടാവുക. അങ്ങനെ തിങ്കളാഴ്ച എന്നിട്ട് ആ ഞായറാഴ്ച കൊണ്ട് ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. തിങ്കളാഴ്ച വീണ്ടും എപ്പിസിറ്റി പണിക്കാൻ പോയി.
പണിക്ക് പോയപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ തെറിയും ചീത്തയും എല്ലാം ഗോഡൗണിനകത്ത് പറയാ. എനിക്ക് ഇവരുമായിട്ട് അങ്ങ് നിന്ന് പോകാൻ പറ്റുന്നില്ല. ഞാൻ ആ പണിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ ആ ഗോഡൗണിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്, വീൽ ബാർ എടുക്കാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അന്നേരം കുറെ പറഞ്ഞു പോരതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പോന്നു. പോന്നിട്ട് ഇവിടെ ചർച്ച വന്നു. ശാരോൺ ചർച്ച് വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ട്രാക്ക് ചൂതണത്തിന് പോകണം, ഞാൻ ഈ പണിക്ക് പോകുന്നിട്ട് പോകണം. അന്നേരം പറഞ്ഞു, തമ്പിസ്വാരം നിങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഈ 3-4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പണി ഇല്ലാത്തപ്പോൾ പൊക്കൂ, പണി ഉള്ളപ്പോൾ പണി കളയണ്ട, ഇത് പലരും കൈക്കൂലി കൊടുത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പണി കളയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല പാസ്റ്റർ എനിക്ക് പോകണം, ഈ കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കേട്ട ദൂതെല്ലാം എനിക്കിത് പറയണമെന്നുള്ളതാണ്. അപ്പൊ എന്റെ താല്പര്യം മനസ്സിലാക്കി പാസ്റ്റർ അനുവദിക്കുക. കാരണം പാസ്റ്റർ നിർബന്ധത്താൽ ആകരുത്, അത് പാസ്റ്റർക്ക് പിന്നീട് ഒരു ചോദ്യം വരരുത് എന്നുള്ള ചിന്തയിലാണ് എന്റെ ഫുൾ ഇതിൽ പാസ്റ്ററിനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അങ്ങനെ ഞാൻ സമ്മതിപ്പിക്കുക. അവിടെ ഒരു തോൾസഞ്ചി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് തന്നേക്കാവെന്ന് ചോദിച്ചു, അത് തന്നു. അതിൽ ഇംഗ്ലീഷിൽ VIP എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ VIP, ഇത് വലിയ മാന്യമായ ഇതെന്നാണ് VIPകൾ ഉപയോഗിക്കുന്നതെന്നാണ്. അതിനകത്തേക്ക് കുറെ ട്രാക്ട് അവിടെ ഇരുന്നത് ഞാൻ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ തോളാൻ പറഞ്ഞു. ഞാൻ അടുക്കി അതിനകത്ത് വെച്ചു, തോൾസഞ്ചി നിറച്ചങ്ങനെ വെച്ചു. പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കാവെന്ന് ചോദിച്ചു. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. എന്നിട്ടപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തിയിരുന്നു. പാസ്റ്റർ ഒരു കൈ തോളയെ വെച്ചു, ഒരു കൈ തലയെ വെച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ നീ നിന്റെ ശിഷ്യന്മാരെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ അയക്കുന്നവരെ അയച്ചു, ഞാൻ ഈ മകനെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു വിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ആളില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ട് ട്രാക്ട് ഇട്ടരുത്, ഒരു ഗേറ്റ് തുറന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ ഗേറ്റ് അടച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അന്ന് തൊട്ട് ഞാൻ കാൽനടയായിട്ട് നടന്ന ട്രാക്ടറുകൾ തുടങ്ങി. അപ്പോൾ കമ്പനിയിലെ പണിയും കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഭാര്യയ്ക്കും സംശയമായി, ഇതെന്താ ഇങ്ങനെ ഭക്തി കൂടിയിട്ട് കുഴപ്പമാണെന്ന് ഒക്കെ ഓർത്തു. എന്നിട്ട് ഞാൻ അല്ലേലിയൊക്കെ, പിന്നെ എനിക്കറിയാം അന്നത്തെ അല്ലേലിയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. നമ്മുടെ ചർച്ചിലൊക്കെ ഒച്ചയിൽ അല്ലേലിയ പറയാൻ തുടങ്ങി, കവലയിലൊക്കെ നിന്ന് അല്ലേലിയ പറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു ബോർഡ്, നല്ല ഒരു പെയിന്റിംഗ് കൊണ്ട് ബോർഡ് പേസ്പോർഡിൽ സൈഡിൽ കൂടെ ഫ്രെയിമൊക്കെ ഇദ്ദേഹം വരച്ചു. എന്നിട്ട് അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് നല്ല മനോഹരമായിട്ട് അദ്ദേഹം എഴുതി തന്നു. ആ എഴുത്തിന്റെ ഒരു നല്ല ഭംഗിയുള്ള എഴുത്തായിരുന്നു. ഞാൻ ആ ബോർഡ് പിടിച്ച് എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ബസ്സിലൊക്കെ പോകുന്നവരെ ചോദിച്ചു കാണിച്ചു കൊടുക്കും. എന്നിട്ട് കവലക്കൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന ഒരുത്തൻ പ്രാവശ്യം എൻ്റെ ഈ ബോർഡൊക്കെ ചവിട്ടി പിടിച്ച് എന്നെ തത്തിക്കുകയൊക്കെ ചെയ്തു. നീ വീടുകൾ കണ്ടുവച്ചിട്ട് നിന്റെ പണി മോഷണമാണ്, നീ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഇച്ചിരി മദ്യമൊക്കെ ഉണ്ട്, മദ്യം കഴിച്ചിട്ടുണ്ട്. അതിന്റെ ലെവലിൽ ഇവന് എന്നോട് ഇങ്ങനെ മോശമായിട്ട് ഇടപെട്ടു. കുഴിക്കാട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ, ഇവിടെ കരിമുള്ളടത്തിനുള്ള ജംഗ്ഷൻ, എപ്പിസിറ്റിലേക്ക് പോകുന്ന ജംഗ്ഷനാണ്. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഇപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ആ തൊഴിലാളി ഓട്ടോക്കാർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ കോളറെ പിടിച്ചോണ്ട്, ഷർട്ടിന്റെ കോളറെ പിടിച്ചോണ്ട് അങ്ങോട്ട് കൂടി വലിക്കുന്നുണ്ടപ്പോൾ വിടാന്ന് പറഞ്ഞ് വിടിയിപ്പിച്ചു. നീ എന്നാ വലിയ ദാദാ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവനെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് സ്ഥലം വിടാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ഒരു ബസ്സേ കയറി കരിമോളിലോട്ട് പോകുന്നു. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന്, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ നല്ല ബോർഡ് പിന്നെ ഒടിച്ച് കളഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ ഞാൻ അങ്ങോട്ട് വല്ലാത്ത സങ്കടമായിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ കവന്ന് കിടക്കുക. അപ്പൊ കരിമോളിൽ ഒരു പോലീസുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേരും തമ്പി സാറ്. അദ്ദേഹം അവിടേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്നാ എന്ത് സംഭവിച്ചത്, കുഴിക്കാട് എന്നാ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എൻ്റെ ബോർഡ് ഒരാൾ ചവിട്ടി പിടിച്ചു. പുള്ളിക്ക് വിശ്വാസിയാണ്. അദ്ദേഹം എന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് ഓട്ടോക്കാരൻ കണ്ട് ഫോൺ ചെയ്ത് വിളിച്ച് ഒരു ജീപ്പ് പോലീസ് അവിടെ ചെന്ന് അവൻ 6 നേരം കത്തിയെടുക്കുകയാണ് ചെയ്തിട്ട് അവനെ പിടിച്ചോണ്ട് വന്നു. എന്നെ സ്റ്റേഷനിൽ കയറ്റണമെന്ന് പറഞ്ഞവനെ 1 മണിക്കൂറിനുള്ളിൽ അവൻ സ്റ്റേഷനിൽ വന്നു. അപ്പൊ അവൻ വന്നിട്ടുണ്ട്. അവനെ ഇപ്പം SI ഭിത്തിയെ കയറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അവരുടെ ഭാഷയാണ് ഭിത്തിയെ കയറ്റുകയെന്ന്. ഭിത്തിയെ കയറ്റിക്കൊണ്ടിരിക്കുകയെന്ന് ഈ തമ്പിസാർ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ഈ ബോർഡ് പോയതിന്റെ പണം പോയി. നിന്റെ ഇടതുവശത്ത് 1000-ഉം വലതുവശത്ത് 16-ഉം വീഴുന്ന ഈ കണ്ണന് കൊണ്ട് കാണുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉറപ്പൊക്കെ ചെയ്തു. അങ്ങനെ ആ ബോർഡിന്റെ പരിപാടി പോയി. പിന്നീട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഇങ്ങനെ പോയി ഒരാഴ്ച കഴിഞ്ഞൊക്കെ വരാൻ തുടങ്ങി. വീട്ടിലോട്ട് വരുന്നത് പിന്നെ 1 മാസം കഴിഞ്ഞൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആരെങ്കിലും വല്ല ആഹാരമൊക്കെ തന്നെങ്കിലേ കഴിക്കുന്നത്. ഇല്ല, ഞാൻ ചില വീട്ടിൽ കയറി ആഹാരം ചോദിക്കുമായിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് വരുന്ന വഴിക്ക് ഞാൻ നടന്നു വരിക. നടന്നു വരുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ കയറിയിട്ട് നല്ല കടുകൂട്ടിയ മണമൊക്കെ വരുന്നുണ്ട്. വിശപ്പുണ്ട് എനിക്ക്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ട്രാക്ട് വിതരണം ചെയ്യുന്ന ആളാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, ആഹാരം തരാൻ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി ഒന്നിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, പോയി പണിയെടുത്തിട്ടുണ്ടാ, ദൈവത്തിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പൂടെ കാണുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഈ പുള്ളിയോട് ഒരു പണക്കവും തോന്നിയില്ല. എനിക്കെല്ലാം ഇതുള്ള ഞാൻ കമ്പനിയിലെ പണിയൊക്കെ നടന്നിട്ട് സുവിശേഷം എന്നിൽ ഇടപെട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ സുവിശേഷം അറിയിക്കേണ്ടതാണ് ഉത്തരവാദിത്വം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കറിയാം. പക്ഷെ ഇദ്ദേഹത്തിനൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഞാൻ വഴിയാൻ കരയാൻ തുടങ്ങി, കരഞ്ഞുകൊണ്ടു പോകും. അപ്പോൾ എൻ്റെ തോൾസഞ്ചിക്കകത്തോട് തോർത്തി ഞാൻ കഴുത്തിലിട്ട് ഈ കണ്ണുനീരാരും കാണാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും. ഒത്തിരി അങ്ങ് കരഞ്ഞു ഞാൻ പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തെത്തി. കോതമംഗലത്ത് അവിടെ സുവിശേഷയോഗത്തിൽ ചെന്ന് സംബന്ധിക്കാൻ പറ്റി. അവിടെ ഒരു ദേവദാസൻ വചനം പ്രസംഗിക്കുകയായിരുന്നു. അവിടെ പ്രസംഗിച്ച ഏത് വാക്യം നടത്തില്ല, പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, നീതിമാന്റെ മക്കൾ അപ്പം അവർക്ക് കണ്ടിട്ടിരുന്നു.
അപ്പൊ ഞാൻ ദൈവത്തിന്റെ മകനാന്ന് പറയുകയും ഈ ആഹാരം ഇറക്കുന്ന ചെയ്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് നിർത്തി. ഇനി മരിക്കേണ്ടി വന്നാലും ശരി, ഞാൻ വിഷം അടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ, അവിടെ മരിക്കേണ്ടി വന്നാലും ഇനി ഞാൻ ആരോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. അതിൽ പിന്നെ ഞാൻ ആരും ചോദിച്ചിട്ടില്ല, ഇന്ന് വരെ ചോദിക്കാൻ എനിക്ക് ഇടവരുത്തിയിട്ടില്ല. വർഷങ്ങളായി നടന്നപ്പോ അത് കഴിഞ്ഞ് വീട് നോക്കാതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. തൃശ്ശൂർ വെച്ച് നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് വീട് നോക്കാതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. തൃശ്ശൂർ വെച്ച് ശക്തൻ തമ്പുരാനടുത്ത് ഫുൾ ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട്. അവിടെ ഡാനിയൽ അരൂർ എന്നാണ് ആ പാസ്റ്റർ പേര്, ഡാനിയൽ അരൂർ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കൺവെൻഷനോട്ടുള്ള അവിടെ ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടക്കുക. ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവിടെ ഡോക്ടർ ജോർജ് കോവൂർ എന്ന് പറയുന്ന ഒരു ദിവസം അവിടെ പ്രസംഗിക്കുന്നത് വെള്ളിയാഴ്ച. അപ്പൊ ഞാൻ അവിടെ ആ പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു വചനം എടുത്ത് പറയാ, 1 തിമോത്തി 5:8 നിന്ന് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. സ്വന്തം കുടുംബത്തെ കരുതാത്തവൻ വിശ്വാസം വിട്ടൊഴിഞ്ഞ് അവിശ്വാസികൾ മതമനായിരിക്കുന്നു. അത് കേട്ടത് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ വീട് നോക്കാതെ എത്ര ട്രാക്ട് കൊടുത്താലും ഒരു പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്വന്തം കുടുംബം നോക്കാതെ, അപ്പൊ ഞാൻ 4 പെമ്മക്കളെയൊക്കെ ഇട്ട് ഞാനിങ്ങനെ നടക്കുന്നത് തെറ്റാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. ഞാൻ അന്നും ഒരുപാട് കരഞ്ഞു. എനിക്കിങ്ങനെ വല്ലകാലത്ത് ഒരു കരച്ചിലെ വഴിയുള്ളൂ. അത് കരഞ്ഞു കഴിഞ്ഞപ്പം ഉടനെ എനിക്ക് തോന്നി ഞാൻ വീട്ടോട് പോകണം. അങ്ങനെ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നപ്പം ആ ഭാര്യ അവിടെ തൃപ്പൂണിത്തുറ ആശുപത്രിയിലായിരുന്നു. ആശുപത്രി കിടക്കുക. ഗോഡൌണി വെച്ച് എന്തോ തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്തിട്ട് ആശുപത്രി കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ വാർഡിൽ കൂടെ നോക്കിയപ്പോ കാല് കണ്ടത് എനിക്ക് മനസ്സിലായി. കാലിന്റെ പത്തി മാത്രമേ കണ്ടുള്ളൂ. അതിലും കണ്ടത് മനസ്സിലായി എന്റെ ഭാര്യ സരസമ്മയുടെ കാലാന്ന് മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കാമെങ്കിൽ സരസ ഇനി പണിക്കൊന്നും പോകാതെ നമുക്ക് യേശുവിന് വേണ്ടി ജീവിച്ചാൽ മതി, ഇതൊക്കെ അസുഖമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് ദിവസം കൂടെ കിടക്കണം. ആ മരുന്നിന്റെ തീർന്നെങ്കിലേ വിടുകയുള്ളൂ. 3-4 ദിവസം കൂടെ ഞാൻ കിടക്കേണ്ടതുണ്ട് ആശുപത്രിയിൽ. അപ്പൊ അതുവരെ ഞാൻ അവിടെ ഹോട്ടലിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകുന്ന പണി പിടിച്ചു. ഈ വലിയ ചെരുവും ഇതൊക്കെ കഴുകി കൊടുത്ത എനിക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഭാര്യയ്ക്ക് ചോറൊക്കെ, ഇപ്പോഴൊക്കെ ആശുപത്രിയിലെ പാവപ്പെട്ടവർക്കൊക്കെ ചോറ് വിതരണമൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലായിരുന്നു തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ. അപ്പൊ ചോറും ഒക്കെ കൊണ്ട് കൊടുക്കും, മീൻ വറുത്തതും ഒക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നവിടെ വരെ ആ ഹോട്ടലിൽ പടന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. പിന്നെ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ നന്മയൊക്കെ എനിക്ക് തരാൻ തുടങ്ങി. ഞാനിങ്ങനെ കാൽനടയാട് നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് പെട്ട ഒരാളെ കണ്ടു. അപ്പൊ ആ ഇടയ്ക്ക് ഞാനൊരു പ്രസംഗം കേട്ടു, നല്ല ശമരിയക്കാരൻ അപകടത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇട്ടിട്ട് പോകത്തില്ല. ഇത് ഇങ്ങനെ ബാബുചെട്ടി ഭാഷ കൊണ്ട് പ്രസംഗിച്ചാണ് ഞാൻ കേട്ടതാണ്. അപ്പൊ നല്ല ശമരിയക്കാരൻ ആരാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടത്. അപ്പൊ അത് കേട്ടത് മനസ്സിലിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ സ്കൂട്ടർ ആക്സിഡന്റ് ഈ കാലയുടെ മുട്ടുമൊക്കെ പൊട്ടി മുഖമൊക്കെ മുറിഞ്ഞ് ചോര വരുന്ന ആളെ കണ്ട് ഞാൻ ഇയാളെ കെട്ടി ഒരു ഓട്ടോ വിളിച്ചൊക്കെ ഞാൻ ഉഴവൂർ ആശുപത്രി കൊണ്ടു. ഉഴവൂർ ഭാഗത്ത് വെച്ചായിരുന്നു. ഉഴവൂർ ആശുപത്രി കൊണ്ടു, ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ. അപ്പൊ അവര് പെട്ടെന്ന് ഏണ്ടൊക്കെ ചെയ്തിട്ട് അവര് പറഞ്ഞു, പിന്നെ ഇവിടെ എടുക്കുകയല്ല, പിന്നെ കാലിന് കൊല്ലം പറ്റുമെന്ന് അറിയണം, അതിന് എക്സ്റേ ഒക്കെ എടുക്കണം, അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല, വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറയും. ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് അന്നേരം ബോധമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു പുള്ളിയുടെ വീട് കൂത്താട്ടോളത്താണ് വീട്, ഏറമ്പടത്തുള്ള വീട്ടുപേര് അവറാസ് എന്ന പുള്ളിയുടെ പേര്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്നെ എന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. എന്നാ ശരി, ഇവിടുന്ന് ഓട്ടോ വിളിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഓട്ടോ വിളിച്ച് പുള്ളിയെ കൂത്താട്ടോളം വരെ ഉഴവൂരെന്ന് കൊണ്ടുപോയി. ഞാൻ അങ്ങനെ കൊണ്ടുപോയി ഈ പുള്ളിയെ വണ്ടിയെ കയറ്റുന്ന സമയത്തൊക്കെ എങ്ങനെയോ ഒരു പഴയ വള്ളിച്ചെരുപ്പായിരുന്നു, അത് ഒരെണ്ണം നഷ്ടപ്പെട്ട് പോയായിരുന്നു. അതുകൊണ്ട് പിന്നെ മറ്റേതും കൂടെ കളഞ്ഞു, ചെരുപ്പൊന്നുമില്ല. അങ്ങനെ പോയി കഴിയുമ്പം കൂത്താട്ടോളത്ത് KSRTC സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീടാണ് അവരുടെ വീട്. ഒരു പഴയ വീട്, ഓടിട്ട നല്ല വീടാ, മിറ്റമൊക്കെ കെട്ടി പൊക്കിയിരിക്കുന്ന വീടാ. ആ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പം ഇദ്ദേഹത്തിന്റെ അമ്മ വന്നു ചോദിക്കുക, നീ ചത്തില്ലെന്ന് ചോദിക്കുക. ഈ രക്തമൊക്കെ പറ്റി മുറിവ് കിട്ടിയ മകനെ കണ്ടിട്ട് ചോദിക്കുക, നീ ചത്തില്ലെന്ന്. കാരണം അവർ 5-6 മക്കളുള്ളതിൽ ഈ പുള്ളി ഭയങ്കര മദ്യപാനമാണ്. ഈ മദ്യത്തിന്റെ ബാറ്റിനൊക്കെ വേണ്ടിയാണ് ഉഴവൂർ അവിടെ ഒരു പാറമടയുണ്ട്, അവിടെ വെച്ച് മദ്യം ഉണ്ടാക്കലും കൊടുക്കലും വേണ്ടൊക്കെ പരിപാടിയാണ് പുള്ളിക്ക്. അപ്പൊ ഈ പുള്ളി ഇവരുടെ കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഈ അമ്മച്ചി അങ്ങനെ പറഞ്ഞത് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് ഒരു വെട്ടുകാരനെ റബ്ബർ വെട്ടുന്ന ഒരാളുണ്ട്. ആ പുള്ളിയോട് പറഞ്ഞു, ഈ പുള്ളിയുടെ സഹോദരൻ ഒരാളുണ്ട്, ചേട്ടനോ അനിയൻ ഒരാളുണ്ട്, പുള്ളി ആ ടൗണിലെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. പുള്ളിയെ ചെന്ന് വിളിച്ചോണ്ട് വന്ന് പുള്ളി ഇങ്ങോട്ട് വന്ന് ഇവരുടെ ഈ അവറാച്ചൻ ഈ വീണ ആളുടെ അളിയന്മാര് കോലഞ്ചേരി ആശുപത്രിയിലെ ജോലിക്കാരാണ്. അപ്പം പുള്ളിയുടെ ഭാര്യ പ്രസവത്തിനായിട്ട് കോലഞ്ചേരി ആശുപത്രിയിൽ ഉണ്ട് താനും. ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു എന്നെ കോലഞ്ചേരിക്ക് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ കൂത്താട്ടുകളിൽ നിന്ന് വീണ്ടും ഒരു കാർ വിളിച്ചാണ് എന്നെ കൂടെ കയറ്റി ഇയാളുടെ ചേട്ടനെ പറഞ്ഞു എന്നോട് കൂടെ കയറാൻ പറഞ്ഞു. ഈ ചേട്ടനും ഡ്രൈവറും ഫ്രണ്ടില്, ഞാനും ഈ അവറാത്ത് എന്ന് പറഞ്ഞ ആളും എന്റെ മടിയിൽ ചാരിയാണ് ഈ അവറാത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ കോളേജിൽ ആശുപത്രിയിലെത്തി. അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ ശരിയാക്കി അവിടുത്തെ ഡോക്ടറൊക്കെ നോക്കി വാർഡിലോട്ട് ആയി കഴിഞ്ഞപ്പോൾ എന്നെ ചായ കുടിക്കാനായിട്ട് എന്നെ വിളിച്ചോണ്ട് പോകും. അതിന് നേരെ പോയി. അപ്പൊ ഈ പുള്ളിയുടെ ചേട്ടൻ എന്നെ ചായക്കട കൊണ്ടുപോയി ചായയൊക്കെ മേടിച്ചു, പൊറോട്ട ഒക്കെ മേടിച്ചു വന്നു. അത് കഴിച്ച് കഴിയുമ്പോൾ എന്റെ ചെരുപ്പ് പോയ കാര്യം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു 2 ചെരുപ്പ് മേടിച്ചാൽ പറഞ്ഞു 150 രൂപ എനിക്ക് തരിക. ഞാൻ ഈ പണിയൊക്കെ വിട്ടേച്ച് വന്ന പിന്നെ ഇത്ര പൈസ ഒന്നും എന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ 150 രൂപ വന്നപ്പം ഞാൻ കോടഞ്ചേരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെരുപ്പ് മേടിക്കാൻ നിർത്തി ചെരുപ്പുകളെ കയറി. അപ്പൊ ഞാൻ വലിയൊരു ചെരുപ്പിന്റെ ഒക്കെ വില ചോദിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ചെരുപ്പ് ഇതിന് 74 രൂപ അടുത്തൊരു ചെരുപ്പ് മേടിച്ചിട്ട് ബാക്കി പൈസ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ ബസ്സേ കയറി കരിമുള്ളിലോട്ട് വീട്ടിലോട്ട് പോയേക്കാൻ നിർത്തും. കോളേജിൽ പോകാൻ എളുപ്പമാണ്. അപ്പൊ തൃപ്പൂണിത്തുറ കോളേജ് ഇവിടെ തൃപ്പൂണിത്തുറ വഴി വരുവാണെങ്കിൽ പെട്ടെന്ന് വണ്ടി കിട്ടാൻ എളുപ്പമുണ്ട്. പുത്തൻകുരിശിൽ നിന്ന് വേണം തിരിഞ്ഞു പോവാം. അങ്ങനെ ഞാൻ ആ KSRTC ബസ്സിന്റെ പുറകെ കയറിയപ്പം അവിടെ ഈ വലിയ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഈ ടൈ ഒക്കെ ഇട്ട് ഒരാള് ആ വണ്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം മെഡിക്കൽ റെപ്റ്റീവ് ആണ്, ഈ മരുന്ന് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെട്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അടുത്തിരുന്നവർക്കൊക്കെ ഞാൻ ട്രാക്ട് കൊടുത്തു. പക്ഷെ ഇയാളുടെ ഇരിപ്പും പത്രാസവും കണ്ടപ്പോഴേക്കും ഇയാൾക്ക് കൊടുക്കണം തോന്നി. ഞാൻ കൊടുത്തൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഹിൽ പാലസ് വന്നിറങ്ങി. ഹിൽ പാലസ് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് പോകാനുള്ള ബസ് കിട്ടും. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴത്തേന് ഈ പുള്ളി അവിടെ ഇറങ്ങി, ഈ സുഖേഷൊക്കെ ആയിരിക്കുന്ന പുള്ളി. എന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെയാ വീട്? ഞാൻ പറഞ്ഞു കരിമുള്ള വീട്. എന്നെ ഇതാണോ പണി എന്ന് ചോദിച്ചു. അപ്പൊ ഒരു വാക്കി ബോർഡ് എന്റെ ഈ തോൾസഞ്ചിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു എസ്രാ ഫിലിം പോണൊക്കെ ഒരു ഫിലിമേൽ വാക്യങ്ങൾ എഴുതി വരാറുണ്ട്. അങ്ങനെ അത് റോമർ 8:31 ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആ വചനം എനിക്ക് വളരെ ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതികൂലം ആരാണെന്നുള്ള ചോദ്യം പോലെയാ. അത് എനിക്ക് എന്തോ ഇല്ലാതെ ആകർഷിച്ചൊരു വചനം. ഞാൻ അതുകൊണ്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കാം. അപ്പം ഇതെല്ലാം കണ്ടതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു കൈത്താളം ഉണ്ട്. അപ്പൊ ഈ കൈത്താളം പഠിക്കാൻ കാരണം 150-ാം സങ്കീർത്തനം ഒരു ദിവസം പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹം പറയാം, തപ്പിനോടും താളങ്ങളോടും കൂടി ദൈവത്തെ സ്തുതിപ്പിൻ, അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളോട് കൂടി ദൈവത്തെ സ്തുതിക്കണം. ഇത് കേട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു കൈത്താളം മേടിക്കാനുള്ള ഈ ചെരുപ്പ് മേടിച്ചിട്ട് ബാക്കി പൈസ ഉണ്ട്. അതുമായിട്ട് ഞാൻ ഈ ഇവിടുത്തെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ അവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ അയാളും ഇറങ്ങി. അവിടെ അയാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എവിടെയാ വീട്? ഞാൻ കരിമുള്ളാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വരാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കൂടെ പോയി. പുള്ളി വൈറ്റിലയിൽ ഇറങ്ങി. അവിടെ മെഡിക്കൽ സ്റ്റോറിൽ കയറുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പുറത്തേക്കാൻ പറഞ്ഞു. അതിന് വീണ്ടും ബസ്സിൽ കയറി വാഴക്കാല എന്ന് പറഞ്ഞു എറണാകുളം വാഴക്കാലയിലെത്തി. അവിടെ ഒരു നേരം പോയി ഒരു 7-8 മണിയോളം രാത്രിയായി. അപ്പൊ അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ അവിടെയാ കൂട്ടോ നടന്നു വന്നത്. അപ്പൊ ഇദ്ദേഹം തന്നെ വാഴക്കാലയിലുള്ള ഒരു മുസ്ലിം പള്ളിയുടെ അങ്ങോട്ട് കൊണ്ടുപോയി അയാളുടെ കാലൊക്കെ കഴുകി, ആ കുളത്തിലെ വെള്ളം കൊണ്ട് കാലൊക്കെ കഴുകി, മുഖവും കഴുകി, ചെവിയുടെ പുറകിലൊക്കെ തുടച്ചിട്ട് പുള്ളി ഇതിനകത്തേക്ക് കയറി. അതിന്റെ പുറകില് ചുറ്റിനും ഒരു വരാന്തയുണ്ട്. അതിന്റെ ഉള്ളിലോട്ട് കയറി ഇവർ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയി. എപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇയാൾ മുസ്ലിമാന്നൊക്കെ മനസ്സിലായി. അപ്പൊ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പുള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ഇവരുടെ മുസ്ലിംമാരൊക്കെ ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുപോയി. അവിടെ പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളാന്ന് എൻ്റെ ബൈബിളും എൻ്റെ തോൾസഞ്ചി എല്ലാം കണ്ട് അവർ മനസ്സിലാക്കി. എന്നോട് നിങ്ങൾ ആരായിരുന്നു ചോദിച്ചു. ഞങ്ങൾ ഹിന്ദുക്കളാരെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ ആരെ പറഞ്ഞ് പറ്റിച്ചതാ? അവിടെ എന്നാ ദൈവം ഇല്ലാഞ്ഞിട്ടാണോ? ഇതെല്ലാം തെറ്റാണ്. ഖുറാനാണ് യഥാർത്ഥം. ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യന് എഴുതിയതാണ്. പിന്നെ ദാവീദിന്റെ കഥയൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് ദാവീദിന്റെ കഥയൊന്നും അറിയത്തില്ലായിരുന്നു. ദാവീദ് ആരെ പെണ്ണുങ്ങളെ മോഹിച്ചെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി നമ്മളോട് സംസാരിക്കേണ്ട വചനമൊക്കെ ഈ ബൈബിൾ, അവരുടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. അവർ ഈ ബൈബിളല്ലേ നിങ്ങൾ പ്രസംഗിക്കുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ കാണിച്ചു. എന്നിട്ട് അതിന്റെ വെള്ളപ്പേപ്പറിൽ ഇങ്ങനെ ചോദിക്കേണ്ട വചനങ്ങളൊക്കെ അവർ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് അതാണ് ഇവരുടെ തർക്കത്തിനെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് കുറെ വചനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായി. ഞാൻ പറഞ്ഞു ഞാനൊരു മാനസിക രോഗിയായിരുന്നു. ഞാൻ തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലും കോതങ്കൽ ആയിരപ്പാടം കോട്ടയം മാർപ്പക്കുല തിരുവനന്തപുരം ഓളംപാറ ഇവിടെയൊക്കെ എന്നെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ കൊണ്ടുപോയതാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് പ്രാർത്ഥന കൂടെ എൻ്റെ അസുഖം മാറിയത്. അസുഖം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് സകല മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് ഇത്ര വലിയൊരു സൗഖ്യമൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ ഈ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. ഇത് മറ്റുള്ളവർ പറയണമെന്നുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി. ഇതിന്റെ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്കിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്നായ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയുന്നുള്ള വചനമൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസം കൊണ്ട് അതൊന്നും കുഴപ്പമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈബിളാണ് യഥാർത്ഥം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഇവരോട് തർക്കിക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പൊ ഞാനിങ്ങനെ ഒരു വചനം കേട്ടിട്ടുണ്ട്, കേൾക്കാൻ വേഗതയും സംസാരിക്കാൻ താമസവും വേണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നല്ല കേട്ടേക്കാം, ഇവരോട് കൂടുതൽ തർക്കിക്കാൻ പോയി ഒക്കത്തില്ല. പിന്നെ ഇവർ ഒത്തിരി കാര്യം പറഞ്ഞ എല്ലാം ശരി അങ്ങനെ ഇദ്ദേഹം ഒരു 10-11 മണി ആയപ്പം ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി.
എന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ പ്രാർത്ഥിച്ചിട്ട് കഴിക്കുള്ളൂ. അങ്ങനെ ഈ ആഹാരം തന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കഴിച്ചു. അങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാര്യയുടെ നട്ടലിന് അകൽച്ച വേണ്ടതുണ്ട്, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ആ പ്രാർത്ഥനയിലൊക്കെ പുള്ളിക്കാൻ ഒരു വിശ്വാസം തോന്നി. പിറ്റേ ദിവസം രാവിലെ പുള്ളി കോഴിക്കോടോ എവിടെയോ പോവുകയാണ്. പുള്ളിയുടെ ഒരു ലഗേജ് ഉണ്ട് കൊണ്ടുപോകാൻ. ആ ട്രെയിനിനാണ് പോകുന്ന പുള്ളി, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്ന പുള്ളി. അപ്പം ഞാൻ ഈ ഇടുക്കിയിലൊക്കെ താമസിച്ച ആൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ ലഗേജ് എന്നെ കൊണ്ട് എടുപ്പിക്കുകയും വണ്ടിയിൽ നിന്ന് ഉള്ള അങ്ങോട്ടുള്ള സമയങ്ങളിലൊക്കെ ഞാൻ എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പുള്ളിയുടെ ഒരു സുഹൃത്തിൻ്റെ കട ഈ നോർത്തിൽ ഉണ്ട്, ആ ഒരു കാപ്പിക്കട, ചായക്കട. അവിടെ കയറി ചായയൊക്കെ മേടിച്ച് വന്നു. എന്നിട്ട് എനിക്കൊരു 30 രൂപ അങ്ങോട്ട് ഇദ്ദേഹം തന്നു, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. എന്നിട്ട് പുള്ളി ട്രെയിനൊക്കെ പോകുന്നല്ല ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ വീണ്ടും റോഡിലോട്ട് കയറി ഇങ്ങനെ നടന്നു വരുമ്പം അവിടെ ടൗൺ ഹാളിൻ്റെ അവിടെ, എറണാകുളം ടൗൺ ഹാളിൻ്റെ അവിടെ വന്നപ്പോഴത്തേനും ഒരു സംഗീതോപകരണങ്ങളൊക്കെ കൊടുക്കുന്ന കട കണ്ടു. അതിൻ്റെ വയലിൻ്റെ ഒക്കെ പടം ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗീതോപകരണം കൊടുക്കുന്നത് കടയാണ്. അപ്പോഴാണ് ഈ 150 സങ്കീർത്തനം പ്രസംഗിച്ച് കേട്ടതുകൊണ്ട് എനിക്കൊരു മുഖത്തോർമ്മ മേടിക്കണമെന്ന് ആഗ്രഹം. ഈ പെരുന്നാളിനൊക്കെ പണ്ട് ചെറിയ വില കുറഞ്ഞ മുഖത്തോർമ്മയുണ്ട്, ഇങ്ങനെ വായി ചോദിക്കുമ്പം വീണ വായിക്കുന്നുള്ള ഒച്ച കേൾക്കാം. അതൊരെണ്ണം മേടിക്കാൻ നിർത്തി. സംഗീതോപകരണം കട തുറന്നില്ല. കുറച്ചു നേരം അവിടെ നിന്ന് കട തുറന്ന് കയറി ചെന്നു. അയാൾ കട തുറന്ന് പറയാൻ ഞാനും കയറി ചെന്നു. അപ്പോൾ പറഞ്ഞു ഒരു എന്ന് പറഞ്ഞ പുള്ളി അവിടുത്തെ ക്രമീകരണമൊക്കെ ചെയ്തിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഈ മുഖത്തോർമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാധനം അവിടെ ഇല്ല. അപ്പോഴാണ് ഈ തപ്പിനോടും താളങ്ങളോട് കൂടി ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം കേട്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൈത്താളം തരാൻ പറഞ്ഞു, ഗിഞ്ചറ. അപ്പോൾ അതിന് 100 രൂപ എന്ന് പറഞ്ഞു. 120 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 100 രൂപയ്ക്ക് തരാമെന്ന് ചോദിച്ചു. എൻ്റെ ഇദ്ദേഹം തന്ന പൈസയും അവിടുത്തെ ചെരുപ്പ് മേടിച്ചതിൻ്റെ ബാക്കി എല്ലാം കൂടെ കൂട്ടി 100 രൂപ എടുത്ത് മേടിച്ചു കഴിഞ്ഞപ്പം ഈ കൈത്താളം മേടിച്ചിട്ട് ഞാൻ വീണ്ടും എറണാകുളം റോഡിലോട്ട് ഇറങ്ങി. ടൗൺ ഹാളിൻ്റെ അവിടെ വന്ന് നിൽക്കുക. ഇതെൻ്റെ തോൾസഞ്ചിക്കകത്തോട്ട് കയറിയല്ല ഈ കൈത്താളം, അത്ര വട്ടമുള്ള സൈസായിരുന്നു. അതുകൊണ്ട് ഞാനിതിങ്ങനെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ആ ഒരു പ്രൈവറ്റ് ബസ് അല്ലേ വന്നു. ആ ബസ്സുകാരനോർത്തു ഞാനിങ്ങനെ ഇങ്ങനെ പാട്ടുപാടി നടക്കുന്ന കണ്ട ഈ പോട്ടർ കൊടുത്തു. പുള്ളി ആളെ വിളിക്കുക. ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കയറിക്കോളാം. ഞാൻ ഓർത്ത് എന്നെ വിളിച്ചാന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് കയറി. പാലാരിവട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ മിനിമം ആളെ ഉള്ളൂ. അപ്പോഴത്തേക്കും സമയം ഒരു 10-11 മണി ആയിട്ടുണ്ട്. ആദ്യം ആളൊന്നും ഇല്ല. അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ ഇയാൾ എന്നോട് പറയാം, ഈ പോട്ടർ വാതൊക്കെ നിൽക്കുന്ന ആളെന്നോട് പറയാ പാട്ട് പാടിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ തന്നാൽ ഇവിടെ വെച്ച് പാട്ട് പാടിയേക്കാം, ഈ കർത്താവിനെ സാക്ഷിക്കണമെന്ന്. ശ്രീയേശുനാമം അതിശയനാമം എന്നുള്ള പാട്ട് കുറേയൊക്കെ അറിയാം, ചിലർക്കൊക്കെ കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ആ ഒറ്റയിൽ അങ്ങ് പാടി, ഈ കൈത്താളം കയ്യിലടിച്ചുകൊണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർമാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കമ്പിയെ ചാരി നിൽക്കുന്ന ഞാൻ ബാലൻസിൽ കാലിൽ രണ്ടും വെച്ച് നിന്നിട്ട് ഇതടിച്ച് അങ്ങ് പാട്ട് പാടി. അപ്പോൾ ഈ പോട്ടറൊക്കെ എന്നെ തലകൊണ്ട് ആംഗ്യം കാണിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, താളൊക്കെ കാണിച്ച്. കഴിഞ്ഞ അടുത്തൊരു പാട്ടുകൂടെ പാടി, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടി ആലുവയിലെത്തി. ഞാൻ കരിമോളിലോട്ട് വരാൻ വേണ്ടി പോകുന്ന പോലീസുകാർ. കരിമോളിലോട്ട് വന്നില്ല, നേരെ ആലുവയിൽ ചെന്നു. ആലുവയിൽ ചെന്നിട്ട് അവിടെ 1-2 തിയേറ്റർ അടുത്തടുത്തിരിപ്പുണ്ട്. സീനത്ത് എന്ന ഒരെണ്ണത്തിന്റെ പേര്. അപ്പം ആ സീനത്ത് ജംഗ്ഷനിൽ പ്രൈവറ്റ് ബസ് കയറാനായിട്ട് ഈ പെരുമ്പാവൂരേക്കും തൃപ്പൂണിത്തുറയിലേക്ക് കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെയും വെച്ചൊരു പാട്ട് പാടിയേക്കാം. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പാട്ട് പാടി. ഒരാള് ഇപ്പോൾ എനിക്കുള്ള ഒരു നാരങ്ങാളം മേടിച്ചു തന്നു. ഒരാൾ എനിക്കൊരു 15 രൂപ വന്നു. അന്ന് ഊണിന് 12 രൂപ, ചോറുണ്ടോളാൻ പറഞ്ഞ് 15 രൂപ വന്നു. അങ്ങനെ നടക്കാൻ തുടങ്ങി. പിന്നെ പലരിലൂടെ എനിക്ക് കാര്യങ്ങൾ ഇറങ്ങും. ഞാൻ അവിടെ നിന്ന് പിന്നെ തിന്ന് ഓടക്കാലിലെത്തി. ഞാൻ എന്നിട്ടും വീട്ടിലോട്ട് വരാനില്ല. ഓടക്കാലിലെത്തിയപ്പോൾ അവിടെ വെച്ച് ടോണി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുപിട്ടി. പുള്ളിയുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയി. അതൊരു ഓടിട്ട ഭിത്തിയൊന്നും തേക്കാത്ത കല്ലിഷ്ടിയ കൊണ്ട് കെട്ടിയ വീട്, താറയൊക്കെ മെഴുകുന്ന വീട്, അങ്ങനെയുള്ളൊരു വീടാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സെന്റ് പോൾസ് എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘടനയുണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന ആളാണ്. ഈ അക്കോറ്റുകാരുടെ ഒരു ഇതാണ് അത്. മൂവാറ്റുപുഴയിൽ എല്ലാ മാസവും അവരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, എല്ലാ മാസവും. സെന്റ് പോൾസ് താബോർ എന്നൊക്കെ അതിൻ്റെ പേര്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ എല്ലാ മാസവും ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രണ്ടാം ശനിയാഴ്ച അങ്ങനെ എന്നെയും കൊണ്ട് ഇയാളങ്ങ് കൊണ്ടുപോയി. പിറ്റേ ദിവസം അവിടെ ചെന്നു. അത് ഈ മൂവാറ്റുപുഴ ഒരു സ്കൂളിൽ വെച്ച്, അല്ലെങ്കിൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അത് വാടകയ്ക്ക് എടുത്താണ് ഇങ്ങനെ മാറിയും മരിച്ചൊക്കെ നടത്തും. ഈ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ഈ സ്കൂളിലെ ബെഞ്ചെല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ ആൾക്കാരിരിക്കും. അതിൻ്റെ പുറകിൽ ഡെസ്കും ഇട്ടിട്ടുണ്ട്, ഡെസ്കിലും ആൾക്കാരിരിക്കും. അപ്പോൾ സ്കൂൾ നിറയോളം ആളുണ്ട്, ഇപ്പോൾ പല ഭാഗത്തു നിന്ന് വരുന്ന അവരുടെ ആൾക്കാരെ. അപ്പോൾ നല്ല കൺവെൻഷൻ പ്രാസംഗികർ, നല്ല പാട്ടുകാരൊക്കെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഈ ഫ്രണ്ടിൽ പിള്ളേരിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമുണ്ട്, പായൊക്കെ ഇട്ടിങ്ങനെ. ഞാൻ അവിടെ പോയി മുഴങ്കാലിലിരുന്നു, മുട്ട് മടക്കി. അപ്പോൾ എനിക്കറിയാവുന്ന പാട്ട് വന്നപ്പോൾ ഞാൻ ഈ കൈത്താളം അടിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ ഈ ടോണി എന്ന് പറയുന്ന ആള് ചെന്ന് ഈ സ്റ്റേജിൽ ഈ യോഗ ഒക്കെ ലീഡ് ചെയ്യുന്ന ഒരു ഹൈസ്കൂൾ എസ് മാസ്റ്റർ ആയിരിക്കുന്ന
കെ പി എബ്രാഹാം എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ഹൈസ്കൂളിന്റെ എസ് മാസ്റ്റർ ക്യാബിളി. ഈ കെ പി എബ്രാഹാം സാറിനാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. സാറിനോട് എന്ന് പറഞ്ഞു, എന്നെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ഹിന്ദു ആയിരുന്നു, പുള്ളിക്ക് ഇങ്ങനെ മാനസികരോഗത്തിന് സൗഖ്യം കിട്ടി ഇങ്ങനെ കവലക്കട പാട്ടുപാടിയൊക്കെ നടക്കാം, യേശുവിനെ സാക്ഷി നടക്കാമെന്ന്. അപ്പൊ എന്നെ സ്റ്റേജിന്റെ അങ്ങോട്ട് വിളിപ്പിച്ച് പറഞ്ഞു ചുരുക്കം വാക്കുകൾ എങ്ങനെയാണെന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെയും സാക്ഷ്യം പറയണം എന്നുള്ള അറിവ് എനിക്കുള്ളത് കൊണ്ട്, യേശുവിനെ സാക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയാൻ തരാം. അപ്പോൾ അന്ന് ആദ്യമായിട്ട് മൈക്കിന്റെ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നത് സ്റ്റാൻഡിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയും. അപ്പോൾ എനിക്ക് ഈ മൈക്കെല്ലാം കണ്ടിട്ട് ഒരു വിറയിൽ പോലെ, കാലക്കൂടെ ഒരു വിറയിൽ പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു ഇതേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് വിട്ടിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യവും എൻ്റെ വീട്ടിലെ അവസ്ഥയും എൻ്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തതും ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ പറഞ്ഞു. ഇപ്പൊ യേശുവിനെ കണ്ടുമുട്ടി, ഞാനിപ്പോ ഇങ്ങനെ യേശുവിനെ സാക്ഷിക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. പിന്നെ ഈ സാറ് വന്ന് എൻ്റെ തോളയിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടി നിർത്തിയിട്ട് പിന്നെ ഇദ്ദേഹം തുടർന്ന് പ്രസംഗിച്ചു. നമ്മളൊക്കെ ഇതൊക്കെ പറയാൻ മടിക്കുമ്പം എൻ്റെ കവലകൾ തോറും ഇങ്ങനെ യേശുവിനെ സാക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ആ സാക്ഷ്യവാക്കുകളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല ഒരു സംസാരമൊക്കെ പിടിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കൊണ്ട് ഹോട്ടലിൽ ഊണൊക്കെ മേടിച്ച് തന്നു. കഴിഞ്ഞ് എന്നോട് പറഞ്ഞാൽ അവരുടെ കാറെ കയറി കാണും. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാറെ കയറുക. കാറെ കയറിയിട്ടുണ്ട് എതിരെ പോകുന്ന ഇതിൻ്റെ ഈ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കാറെ കയറിയതിൻ്റെ അനുഭവം എനിക്ക്. അങ്ങനെ ആ കാറെ കയറി അങ്ങ് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കുടുംബയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ആ രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ വരുന്നത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പുള്ളി അധ്യാപകരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല ടോപ്പിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. വലിയ ഇതുമില്ല എന്നാൽ അത്യാവശ്യം നല്ല ഇടത്തരക്കാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. എല്ലാവരുടെയും ഒന്നും രണ്ടും നില, ഈ വീട് 2 നില വീടാ, മൊസക്കൊക്കെ ഇട്ട വീട്, അങ്ങനെയൊക്കെയുള്ള വീട്. ഞാനങ്ങനെ അവിടെ ചെന്നപ്പം ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സങ്കീർത്തനം വായിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ സാറ് പറഞ്ഞു, ഇന്ന് താബോറിന്റെ മീറ്റിങ്ങിന് മൂവാറ്റൂര് വന്നിട്ടുള്ളൊരു കൈവക്കാൻ പറയും, ആ കൂടെ 2-3 വരെ ഉള്ളൂ. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നൊരു സാധനത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് എൻ്റെ സാക്ഷ്യം അവിടെ പറയാനിട്ട് ഇറങ്ങിയായി. ഞാൻ അവിടെ സാക്ഷ്യം എനിക്കറിയാവുന്നതിൽ പറഞ്ഞു. അപ്പോൾ അവൻ്റെ തൊട്ടടുത്താണ് അയ്യൂർപ്പാടം മെന്റൽ ഹോസ്പിറ്റല്. ഞാൻ ആ മെന്റൽ ഹോസ്പിറ്റലിൽ വന്ന് കിടന്ന കാര്യം ഈ കാറയിൽ ഇരുന്നപ്പം ഈ സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ് സാറ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മൾ പലരും ചെയ്യാൻ പഠിക്കുന്ന കാര്യമായി, ഈ സഹോദരൻ ഒറ്റയ്ക്ക് ഒരു ഹൈന്ദവനായിരുന്ന വ്യക്തിയാണെന്ന് ഓർക്കണം, യേശുവിനെ സാക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ ഈ സാറ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് പിള്ളേർ അനുവാദം ചോദിക്കാതെ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ സിനിമാ നടി ഉണ്ണിമേരിക്ക് എന്താ അസുഖം ഉണ്ടായിട്ട് അവിടെ വന്ന് കിടന്നിട്ടുണ്ട്. ഈ ഉണ്ണിമേരിയെ കാണാൻ വേണ്ടി ഇവർ അനുവാദം കൂടാതെ പോയതിന് സാർ അവരെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തതും സാറൊന്ന് ഓർപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്കെല്ലാം വളരെ തോന്നി. അപ്പൊ എനിക്ക് വേണ്ടി ഒരു സ്വോത്രകാഴ്ച എടുക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ടൗൺ എന്നുള്ള ഏരിയ എല്ലാവരും പൈസ ഒന്നും കരുതിക്കൊണ്ട് വരേണ്ട ആരും ആവശ്യമില്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്വോത്രകാഴ്ച എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്വോത്രകാഴ്ചപ്പം 1000 രൂപ അവിടെ വീണത്. അപ്പോൾ അത് എഴുതി ഒരു കടലാസിനകത്തിട്ട് അതിൻ്റെ പുറത്ത് എൻ്റെ കണക്ക് കൂട്ടി 1000 രൂപ എന്നുള്ള എഴുതിയിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പം ഞാനവിടെ ഒരു സ്വഭാവയിലായിരിക്കുന്ന എൻ്റെ കൂടെ വേറെ 2-3 പേര് ഇരിപ്പുണ്ട്. എൻ്റെ അടുത്തിരുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു സൈക്കിൾ മേടിക്കണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു സൈക്കിൾ ഇരിപ്പുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. കോതങ്കലം നിന്ന് മൂവാറ്റൂർ പോകുന്ന വഴിക്ക് 1-ാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് പുള്ളിയുടെ വീട്. അപ്പോൾ അഡ്രസ്സൊക്കെ തരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഫോൺ നമ്പറും ഒക്കെ തന്നു. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അന്ന് അവിടെ കിടക്കാന്ന് പറഞ്ഞു. ഞാൻ സാറിൻ്റെ 2 നില വീട്ടിൽ 2 നില വീട്ടിൽ മൊസക്കൊക്കെ ഇട്ടാൽ നല്ല കിടക്കയുള്ള ഒരു കട്ടിലേൽ എനിക്ക് കിടക്കാൻ സ്ഥലം. എൻ്റെ ഷർട്ടൊക്കെ ആ സാറിൻ്റെ മകനെ അവിടെ മെഷീനുണ്ട്, ഈ തുണി കഴുകുന്ന മെഷീനകത്തിട്ട് കഴുകുകയൊക്കെ ചെയ്ത് ഭയങ്കര അനുഭവമായിരുന്നു അവിടെ. അങ്ങനെ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ സാറിനെ കാറേൽ സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുക. അപ്പോൾ അവിടെ കൊണ്ടുവിട്ടു. അവിടുന്ന് കോതങ്കൽ സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഈ 1-ാം മൈലിലേക്കുള്ള മൂവാറ്റൂർ ബസ്സെ കയറി 1-ാം മൈലിൽ ഇറങ്ങി ഈ പറഞ്ഞ ഐസക് എന്ന് പറഞ്ഞ സാറിനെ അന്വേഷിച്ച് അവിടെ തന്നു. ഈ ഐസക്കിന് 2 പെൺമക്കളാണുള്ളത്. അവരുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലേഡീസ് സൈക്കിളാണ് അവിടെ ഉള്ളത്. ആ സൈക്കിൾ അവർ ഉപരിപഠനത്തിന് വേണ്ടി ഇപ്പോൾ പാലാ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ അവിടെ വെറുതെ കാർ പോർച്ചിനകത്തായിരുന്നു വെയിൽ കൊണ്ടുകൊണ്ട് അതിൻ്റെ ടയറൊക്കെ പോയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് 2 ടയറോട് മാറിക്കൊള്ളാൻ പറഞ്ഞ് 200 രൂപ കൂടെ എനിക്ക് തരിക. തലേദിവസം 1000 രൂപ തരാൻ ഇദ്ദേഹം കൂടെ പക്കാളിയായതാണ്. അങ്ങനെ 200 രൂപ വീട്ടിൽ തരിക. അങ്ങനെ അതുകൊണ്ട് താഴെ ഇറങ്ങി അതിൻ്റെ ടയറൊക്കെ ശരിയായി ട്യൂബ് അതുകൊണ്ട് മാറി അത് ശരിയായിക്കൊണ്ട് എനിക്ക് സൈക്കിൾ കയറാൻ അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് തള്ളിക്കൊണ്ട് കരിമൂട് വരെ വന്നു. അങ്ങനെ കരിമൂളിട്ട് വരിക. അങ്ങനെ കരിമൂട് വന്ന് എൻ്റെ ഈ തോൾസഞ്ചിലുണ്ടായിരുന്ന ബാക്കി ബോർഡ് സൈക്കിളിൻ്റെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് ഇവിടം വരെ വന്നു. ഇവിടെ വന്ന് സൈക്കിളെ കൊടുക്കുക. ഇവിടുന്ന് കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിള്ളേർക്ക് പിന്നെ കൊടുക്കാൻ. ഇവിടെ സ്കൂളിൽ പോകുന്നതിന് അവർക്ക് ബസ്സേ പോകണം. കുഴിക്കാടും പുത്തൻകുരിശിലുമായിട്ടാണ് എൻ്റെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ബസ്സിന് പൈസ കൊടുക്കേണ്ടതുണ്ട്. അതിന് ചില്ലറ കൊടുക്കുകയും അപ്പോൾ ഇത്രയും പൈസയൊക്കെ ആയിട്ട് വന്നാൽ കുടുംബത്തിന് സന്തോഷമായി. പിന്നെ ഇങ്ങനെ പോകുന്ന വർക്കിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ തരാൻ തുടങ്ങി പൈസയൊക്കെ. ഞാൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. കേൾക്കുന്ന വാദനം കുറേ
ഞായറാഴ്ചയൊക്കെ കേൾക്കുന്ന കവല എന്ന് വിളിച്ചു പറയും. അങ്ങനെ കിഴക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കുറെ വാക്യങ്ങളൊക്കെ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സഹോദരൻ പറയുന്നല്ല വളരെ ശരിയാ, പക്ഷേ ഒരു ഉച്ചഭാഷണം ഉണ്ടോ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉച്ചഭാഷണം ആയിരിക്കണം. ഞാൻ പറഞ്ഞു നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹനോട് പറഞ്ഞു, ഞാനൊരു വീട് പറഞ്ഞു ഇവിടെ ഉറപ്പിച്ചെന്ന് ചോദിച്ചാൽ ഒരു മൈക്ക് മേടിക്കാനുള്ള പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്ക് ഞാനൊരു വചനം കേട്ടിരുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, അതുകൊണ്ട് ഞാൻ പോകുമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കന്യാമറിയത്തിന്റെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ. ഈ കന്യാമറി ഏൽപ്പിച്ചു കൊടുത്തില്ല നമുക്ക് ഈ രക്ഷകനെ കിട്ടുമായിരുന്നു. ഇതിപ്പം സഹോദരനോട് ഇത് പറയുന്നത് ഒരു ഉച്ചഭാഷണം ഉണ്ടെങ്കിൽ എത്ര പേര് സുവിശേഷം കേൾക്കും, അവിടെ നല്ല കാര്യമില്ല, അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു അന്നേരം തന്നെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോയി, അവിടെ രാവിലെ ചെല്ലാനാ പറഞ്ഞുകൊണ്ട് അനുസരിച്ച് രാവിലെ പോയി. അവിടെ ഇപ്പോൾ അവിടെ ഈ അന്ന അലുമിനി കമ്പനിയുടെ ഓണർ, അന്ന അലുമിനി കറി പൗഡറൊക്കെ പലതും അവിടെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയൊക്കെ ഉള്ളവരാണ്. അതിന്റെ ഓണറാണ് പുള്ളി. അദ്ദേഹം മരിച്ചുപോയി. ജേക്കപ്പ് എന്നോ മറ്റോ അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനൊക്കെ ഇലക്ഷൻ നടക്കുന്ന പരിപാടി 2020 എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. ഏതായാലും ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നത്, അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് കിടന്ന കാരണം ഞാൻ സെക്യൂരിറ്റി ഒന്നും ചോദിക്കാൻ പോലെ നേരെ ചവിട്ടി ആ കാർ പോർച്ചിന്റെ സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിന്റെ ആൾക്കാർ അവിടെ തിണ്ണേൽ 3-4 പേര് ഇരിപ്പുണ്ട്. ഒരു പൊക്കമുള്ള നിലവിളക്കിന്റെ അടുക്കൽ ഒരാൾ ഇരിപ്പുണ്ട്. ആ പുള്ളി അതിന്റെ ആണെന്ന് മനസ്സിലായി. എന്നാ വന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് തമ്പി, ഞാനിവിടെ കരിമോളിൽ താമസിക്കുന്നത്, ഞാനൊരു മാനസികരോഗിയായിട്ട് ഇങ്ങനെ ചപ്പചോറെല്ലാം പെരുക്കി കിടന്ന ആളാണ്. യേശു എനിക്ക് സൗഖ്യം തന്നു, ഇപ്പം ഞാൻ യേശുവിന്റെ സാക്ഷി നടക്കുകയാണ്. ഇവിടെ വന്നത് എനിക്കൊരു ഹാൻഡ് മൈക്ക് മേടിക്കണം, എനിക്ക് പൈസ തരണമെന്ന് പറഞ്ഞു. ശരി. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഒരു 10-200 വല്ല മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ 3000 രൂപ അതിൻ്റെ വില ഞാൻ അറിഞ്ഞത്. അതിനും പറഞ്ഞു, ഞാൻ 10-200 വല്ല തരാം, ബാക്കി പൈസ സംഘടിപ്പിച്ചോണ്ടൊക്കെ എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി സുവിശേഷം പറയാൻ നേരം കാണത്തില്ല, പൈസ പിരിക്കാനും നേരം തരാൻ ഉദ്ദേശമുള്ള എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ സൈക്കിളെ നോക്കുമ്പോൾ സൈക്കിളെ വചനമൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്നു. അപ്പോൾ പുള്ളി ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ടെലിഫോൺ ഇരിപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറയാം, ഞാൻ ഒരാളെ അങ്ങ് പറഞ്ഞു വിടും, ഒരു 3000 രൂപ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് കിഴക്കമ്പലത്ത് അന്നായി പോയി മേടിച്ചോളാം. പുള്ളിയുടെ ഓഫീസൊക്കെ ഇവിടെ കിഴക്കമ്പലം ടൗണിൽ, അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയാ, അവിടെ പോയി മേടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് അന്നേരം 3000 രൂപ. കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ കമ്പനി പോയാൽ ആഴ്ചയിലാഴ്ചയൊക്കെ മേടിക്കുമ്പോൾ ഈ 3000 രൂപ ഒക്കെ ഒന്നിച്ച് എൻ്റെ കയ്യിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ കരിമോടി വന്നു. അന്ന് ഞങ്ങൾ രാജാക്കോശ പാഷ സ്ഥലം മാറിപ്പോയി. രണ്ടാമത് തോമസ് ബേബി എന്ന് പറയുന്ന ഒരു പാഷ, ഇപ്പോൾ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ് തോമസ് ബേബി സാറിൻ്റെ. അപ്പോൾ തോമസ് ബേബി പാഷ അവിടെയുണ്ട്. ഞാൻ അവിടെ ചെന്ന് പാഷയെ കണ്ടു. പക്ഷേ എനിക്ക് ഇന്നപോലെ പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മൈക്ക് മേടിക്കാനാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എറണാകുളത്ത് സരിത സവിത എന്ന് പറഞ്ഞ അവിടെ ഒരു തിയേറ്റർ ഉണ്ട്, അതിന്റെ പേരാ എന്നോട്. ആ തിയേറ്ററൊക്കെ ഇരിക്കുന്നതിന്റെ സ്ഥലത്ത് ഒരു അഹൂജയുടെ ആണെന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ ഈ മൈക്ക് വില കുറച്ച് കിട്ടും, അവരോട് കാര്യം പറയാൻ പറ്റും, അവിടെ നല്ല അഹൂജയുടെ കിട്ടുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ സൈക്കിളുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ എറണാകുളം ടൗണിനകത്ത് കയറുന്നത്. ടൗണിനകത്ത് കയറി അവിടെ ചെന്ന് അവർ ബ്രദറുകാരാന്ന് പറഞ്ഞു, കച്ചവടക്കാർ. അതുകൊണ്ട് അവരോട് ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ രോഗത്തിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടി, ഞാൻ യേശുവിനെ സാക്ഷിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, 12 വോൾട്ടിന്റെ ബാറ്ററി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ മറ്റേ ഈ ഓരോ ചെറിയ ബാറ്ററി ഉണ്ട്, ഈ ടോർച്ചിലൊക്കെ ഇടുന്ന കൂട്ട് ബാറ്ററി ഉണ്ട്, അത് കൂട്ട് 12 ബാറ്ററി വേണം, അല്ല 8 ബാറ്ററി വേണം. അതിന് പകരം 12 വോൾട്ടിന്റെ ഒറ്റ സെല്ലുണ്ട്, അത് കിട്ടും. അത് അവിടെ അടുത്തൊരു ബാറ്ററി കട ഉണ്ട്, ഞാൻ അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു. പുള്ളി അവർ കടയിൽ നിന്ന് ഫോൺ ചെയ്തു, ഇതിന് കമ്മീഷൻ കൊടുക്കരുത്, അങ്ങനെ 12 വോൾട്ട് ബാറ്ററി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വില കുറച്ച് തന്നവര്. ബാക്കി ഏതാണ്ട് 150 രൂപ ബാലൻസും ഉണ്ടായി ഇതെല്ലാം മേടിച്ചു കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ സൈക്കിളിൽ ഈ സാധനം മൈക്ക് ഫ്രണ്ടിൽ വെച്ച് കെട്ടി ഹാൻഡിലിട്ട്, ഈ ഹാൻഡ് മൈക്ക് തൊളയിലൊക്കെ തൂക്കിയിടാവുന്ന സൈസാണ്, ഹാൻഡിൽ വെച്ച് കെട്ടി ഒക്കെ റെഡിയാക്കി ഞാൻ നേരെ കിഴക്കമ്പലത്തിൽ വന്ന് ഈ അന്നായുടെ വീട്ടിൽ ചെന്നു. അവിടെ ഞാൻ പറഞ്ഞതേ സാധനം മേടിച്ചിട്ടുണ്ട്, ബാക്കി 150 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കയ്യിലെടുത്തു കാണിച്ചു. അത് ഇയാളുടെ കയ്യിൽ നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചോറുണ്ടിട്ട് പോയാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പുള്ളിയുടെ കൂടെ ഇരുത്തി ചോറ് തന്നു. ചോറൊക്കെ ഉണ്ടെച്ച് ഞാൻ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയിരുന്നില്ല, പിന്നെ ഇങ്ങനെ നടക്കുക. പിന്നെ ആദ്യമായിട്ട് കിഴക്കമ്പലത്ത് തന്നെ വന്ന് മൈക്കിനകത്തൂടെ പ്രസംഗിക്കുക. അതിനുശേഷം എനിക്കൊരു ടേപ്പ് റിക്കാർഡ് എറണാകുളത്തുള്ള ഒരാൾ എനിക്ക് തന്നു. അത് പുറകിൽ ബൈക്കിന്റെ പുറകിൽ പെട്ടിക്കൊണ്ട് അതിനകത്താണ് ഈ ടേപ്പ് റിക്കാർഡ് വെച്ച് പാട്ടൊക്കെ ഇട്ടു, നല്ല പാട്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ല പ്രസംഗങ്ങൾ കേൾക്കും. പാസ്റ്റർ കെ എബ്രഹാം, അദ്ദേഹത്തിന്റെ മനുഷ്യഹൃദയം എന്ന് പറഞ്ഞൊരു പ്രസംഗമൊക്കെ ഉണ്ട്. അത് എന്നെ വളരെ സ്വാധീനിച്ച പ്രസംഗമാണ്. ഈ വിഗ്രഹങ്ങൾക്കെതിരെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്.
ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരിയിൽ യേശുക്രിസ്തുവിന്റെ കരിങ്കൽ പ്രതിമയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്നേഹിത, നിന്നെ ഇടിവെട്ടരെന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ആ ദൈവത്തിന് ഇടിവെട്ടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ മസ്തിഷ്കമല്ലേ നിന്നെ നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല ഡയലോഗുകളാണ്. അതെല്ലാം വിഗ്രഹക്കെതിരേക്കുള്ള അതൊക്കെ അതിലൊക്കെ ചിലതൊക്കെ ഞാനും പറയാം, ചിലതൊക്കെ പറയുമായിരുന്നു. അങ്ങനെ കേൾക്കുന്നൊക്കെ പറയാൻ തുടങ്ങി. ഒരു ട്രാക്ടിനകത്ത് കിട്ടി പുരോഗമനത്തിന്റെ പടകുകൾ ചവിട്ടി കയറിയ മനുഷ്യൻ ശിലായുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലെത്തി. ആറ്റം ബോംബുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആധുനിക മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും എല്ലാം കടന്നു ചെന്നു നേട്ടങ്ങൾ അനവധി അവകാശപ്പെടുന്ന മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അന്ന് ആ സമയങ്ങളിൽ പേപ്പറിൽ കൂടെ കിട്ടുന്ന വാർത്തകൾ ഇതെല്ലാം കൂട്ടിയാണെങ്കിൽ ഞാനൊന്ന് പ്രസംഗിക്കും. പലരും നല്ല പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ഷയിക്കാണ്ട് ഒരു വെച്ചിട്ടുണ്ട്. കവലയിലൊക്കെ എന്ന് പറയും, എന്നെ ആരും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഏത് കവലയിൽ ചെന്നാലും മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമം ഇല്ലെന്ന് എല്ലായിടത്തും പറയും. ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ആത്മഹത്യക്കെതിരെ ഞാൻ പറയും, ഒരു ആത്മാവിന്റെ വില ലോകത്തെക്കാൾ വലുതാണ്. ഇങ്ങനെയൊക്കെ കവലകളെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ട നന്മകളൊക്കെ പലരും ഇവിടെ തരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ കരിമ്പകളില് എനിക്കൊരു വീടൊന്നും ഇല്ലായിരുന്നു, ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഞാനിങ്ങനെ കവലക്കൂടെ പാട്ടൊക്കെ പാടിയിട്ട് പോലീസ് സ്റ്റേഷന് വരെ കൊണ്ട് ട്രാക്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പോലീസുകാരെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു, പോലീസിൽ ആക്കി തന്നെ പേടിയായിരുന്നു. പക്ഷെ യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പം എൻ്റെ പേടിയെല്ലാം പോയി. ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്നുള്ള വചനമാണ് എൻ്റെ ഭയം പോയത്. ദേഹത്തെ കൊല്ലുന്ന ഒരു വ്യക്തിയല്ല ഭയപ്പെടേണ്ടത്, ദേഹിയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിയുന്ന ദൈവത്തെയാണ് ഭയപ്പെടേണ്ടതെന്നുള്ള വചനം. ആ വചനം എനിക്ക് പല വചനങ്ങളും എന്നെ വചനമായിട്ട് കിട്ടിയെങ്കിലും വാക്യം കറക്റ്റ് പറയാൻ എനിക്ക് ചിലപ്പോൾ പലതും ഓർമ്മയില്ല. പക്ഷേ ഈ വചനത്തിൽ ഞാൻ അങ്ങ് കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കവലെ പോയി പറഞ്ഞാലും എനിക്കറിയാം കെട്ടുകഥയോ ഇതൊന്നും അല്ല, ഞാൻ പറയുന്നത് സത്യസുവിശേഷമാണ് എന്നൊക്കെ ഉള്ള നല്ല ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരും. സകല നീതിയെക്കുറിച്ചും പാവത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എനിക്ക് ആത്മാവുണ്ട് എന്നുള്ള ബോധം എനിക്ക് പഠിക്കാൻ തുടങ്ങി. എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ടായി. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്ന തെറ്റുകളൊക്കെ എനിക്ക് പിന്നെ മനസ്സിലാവും. ദൈവം തന്നെ എനിക്ക് പറയും. കട്ടപ്പന ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുക. ഞാൻ അവിടെ ഈ ഗുരുമന്ദിരത്തിന്റെ പിന്നെ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഗുരുദേവൻ ഒരു കണ്ണാടി പ്രദർശിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ തന്നെ കാണാൻ പറഞ്ഞാണ് ശിവഗിരിയിൽ ഒരു കണ്ണാടി പ്രദർശിച്ച ചരിത്രമൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ ചരിത്രം അവിടെ പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തന്നെ കാണാനാണ് എന്ന് വെച്ചുകൊണ്ടാണ് കണ്ണാടി വെച്ചത്. എന്നിട്ട് ആ പറഞ്ഞ ഗുരുദേവനെ തന്നെ സിമെന്റ് കൊണ്ട് പണിത് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ പൂജ നടത്തുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അന്നൊക്കെ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കേണ്ടതാണ്, എന്നെ ആരും ഒന്നും ചെയ്തില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ പറയാൻ തെറ്റാന്ന് മനസ്സിലായി. അങ്ങനെ ഓരോ തെറ്റുകളൊക്കെ തിരുത്തുന്നത് ദൈവത്തിന്റെ ആത്മാവിലേക്ക് തരികയാണ്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ പറയുമായിരുന്നു. ആ തെറ്റുകളെല്ലാം തിരുത്തി കൊണ്ടുവന്നോട്ട് ഇപ്പം അത്യാവശ്യം സത്യസുവിശേഷം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സുവിശേഷം പറയാനൊക്കെ ഇപ്പൊ എനിക്ക് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയ പോക്കിൽ ഈ ബാബു ചെറിയാൻ ഭാഷ പ്രസംഗം പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സുവിശേഷം പ്രസംഗം മറ്റു പല ദേവദാസന്മാരെയൊക്കെ എനിക്ക് കാരണം ഇച്ചിരി ശാന്തമായിട്ടൊക്കെ പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ. ഇപ്പൊ ഇങ്ങനെ ഈ പിറവം IPC സെൻട്രൽ പാസ്റ്ററാണ് അദ്ദേഹം. അതിന്റെ കീഴിൽ വരുന്ന ഒരു ചർച്ചാണ് വെട്ടിക്കൽ എന്ന് പറയും, മുളന്തുരുത്തി വെട്ടിക്കൽ എന്ന് പറയും. അവിടെ KP ഉരീസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററിനെ ഇവിടെ വെണ്ണിക്കുളത്ത് വെച്ച് കണ്ടു. ഇവിടുത്തെ വെണ്ണിക്കുളമല്ല, വെണ്ണല വെച്ച് കണ്ടു. പാലരോട്ടടുത്ത് വെണ്ണല വെച്ച് എന്നെ കണ്ടു. ഞാനിങ്ങനെ സൈക്കിളിൽ നിന്ന് ഇങ്ങനെ പരിശോധന നടത്തുന്നത്. ഇദ്ദേഹം അതിലെ വേറൊരു സഹോദരനായിട്ട് ബൈക്കിൽ വരുമ്പോൾ എന്നെ കണ്ടപ്പം പുള്ളി അവിടെ ഇറങ്ങിയിരിക്കുകയും നാരങ്ങാവളമൊക്കെ മേടിച്ചു വരികയും എനിക്കൊരു ചെറിയ നന്മ പൈസയൊക്കെ തന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ വെട്ടിക്കലാണ്, ഞാനൊരു ചർച്ചാണ്, ഞങ്ങൾ ആദ്യം ആളൊന്നുമില്ല, 4-5 പേരേ ഉള്ളൂ, എന്നോട് ഒരു ദിവസം സഭായോഗത്തിന് പറഞ്ഞു. ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു, അഡ്രസ്സൊക്കെ കിട്ടി. പക്ഷെ പിന്നീട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഈ പലരുടെ അഡ്രസ്സ് കിട്ടിയാലും ഞാൻ അത് പ്രകാരം പോകാനൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഒട്ടും ഓർക്കാറുമില്ല. ഇദ്ദേഹത്തെ വീണ്ടും ഒരു 4 മാസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ വഴി വെച്ച് കണ്ടു. അപ്പൊ പിന്നെ എന്നെ ഓർപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ എത്തി കഴിയുമ്പം എൻ്റെ സാക്ഷ്യം പറയാനൊക്കെ സമയം തന്നു. പിറ്റേ ഞായറാഴ്ച എന്നോട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ചെന്നപ്പം അവിടെ ഈ പട്ടാളത്തിൽ പോയി റിട്ടയർഡായി വന്ന ഒരു ജോണി എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം ഒരു ജീപ്പ് ഇവിടെ വെട്ടിക്കൽ നമ്മളെ ആ ഭാഗത്ത് ജീപ്പ് ഓടിക്കുകയാണ്. അത് ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്കും വരും. അപ്പൊ അങ്ങനെയുള്ള ഈ സഹോദരൻ എൻ്റെ ഈ സാക്ഷിയൊക്കെ കേട്ട് പിറ്റേ ദിവസം അവര് വലിയ മൈക്ക് സെറ്റൊക്കെ മേടിച്ച് ഈ ജീപ്പിന്റെ പുറത്തെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുക, പുറകെ പാസ്റ്റർ പ്രസംഗിക്കുക. പാസ്റ്റർ നന്നായിട്ട് സംസാരിക്കാനും കഴിയുന്നത്. ഇപ്പം പൗർഷനിലൊക്കെ KP ഉരീസ് പാസ്റ്റർ പ്രസംഗിക്കാറുണ്ട്. ഇദ്ദേഹം നന്നായിട്ട് വചനം നല്ല അടിസ്ഥാനപരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ സാക്ഷ്യം പറയും, തുടർന്ന് പാസ്റ്റർ പ്രസംഗം 100-100 പരം പരസ്യങ്ങൾ ആ പ്രദേശങ്ങൾ നടത്താൻ പാസ്റ്റർ എന്നെ എനിക്ക് ഒത്തിരി നമ്മൾ തരികയും ഒക്കെ ചെയ്തു. ആ ഭാഷ മുഖാന്തരം എനിക്ക് ഒത്തിരി ഈ ഒറീസ, പഞ്ചാബ്, നേപ്പാൾ, രാജസ്ഥാൻ, UP, ഡൽഹി, ബോംബെ ഇവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി. എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല, എത്ര കഷ്ടപ്പെടാ എന്നെ ഒരാളെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ 4 വർഷത്തോളം ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. അത് കഴിഞ്ഞ് ഞാൻ തന്നെ തീരുമാനിച്ചു ഇനി പോകാതെ ഒക്കത്തില്ല, അവർക്ക് കൂടുതൽ ഭാരം ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ പോക്ക് വേണ്ടത് വെച്ചതാണ്.
പിന്നെയും പോകുന്നുണ്ട്, ഇപ്പോഴും അവർ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ കൂട്ടായ്മകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും കൺവെൻഷൻ പോലുള്ള മീറ്റിങ്ങുകളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. നേപ്പാളിലൊക്കെ പോകുമ്പോൾ നല്ല അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടായത്. അവിടെയൊക്കെ തന്നെ ഈ കെ പി വിശ്വാസം കൊണ്ടുപോയിട്ടുണ്ട്. ഈ കെ പി വിശ്വാസം മുഖാന്തരം ഈ ബാബു ചെറിയാൻ ഭാഷ എന്നോട് പറഞ്ഞു, ബാബു ചെറിയാൻ ഭാഷ ഈ കെ പി വിശ്വാസത്തോട് പറഞ്ഞു എന്നോട് ഒരു സഭായോഗത്തിന് അടുത്തെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ സഭായോഗത്തിന് വന്നു. എനിക്ക് ബാബു ചെറിയാൻ ഭാഷ കുറച്ച് സമയം തന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു. ഈ സദൃശവാക്യത്തിൽ നിന്ന് കിട്ടിയ വചനങ്ങൾ കുറെ ഞാൻ പറയുകയൊക്കെ ചെയ്തു. അത് കഴിയുമ്പോഴത്തേനും പാസ്റ്റർ എനിക്ക് ഉത്സാഹം വരുന്ന രീതിയിൽ സുവിശേഷത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹവും പ്രസംഗിച്ചു. അങ്ങനെ 6 വർഷം 4.5 വർഷം സൈക്കിളിൽ തന്നെ യാത്ര ചെയ്തു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പോകാൻ ദൈവം സഹായിച്ചു. 6 വർഷം ഈ MIT-യിൽ, ഈ ചെറിയ ഭാഷ തന്ന MIT-യിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പോയി കൊച്ചുമൈക്ക് വെച്ച് അത് പുറകെ പെട്ടിയൊക്കെ വെച്ച് അങ്ങനെ പോകാൻ തുടങ്ങി. കുടുംബമായിട്ടൊക്കെ യാത്ര ചെയ്യും, അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുടുംബമായിട്ട് ഒരു ദിവസം പെരുവേല് ഒരു ആരാധനയ്ക്ക് ഇപ്പൊ ഞങ്ങളുടെ എന്നെ ഈ പ്രാർത്ഥിച്ചു വിട്ട പാസ്റ്റർ ഇപ്പൊ പെരുവേലുണ്ട്, സ്ഥലം മാറി അവിടെയാ. അപ്പൊ ഒരിക്കൽ വയറ്റിൽ വെച്ച് കണ്ടതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു ഒരു ദിവസം സഭായോഗത്തിന് അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ സരസമയം കൂടെ ഈ MIT കയറി ഞങ്ങൾ അവിടെ സഭായോഗത്തിന് വന്നു. സഭായോഗം കഴിയുമ്പോൾ എനിക്ക് അന്നൊക്കെ കുറേയൊക്കെ വചനം പറയാൻ തുടങ്ങി. ഞാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യവും അതിന്റെ 5, 6, 7 വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അവിടെ മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ പൂജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടു. ഞാൻ ആ ഭാവമാണ് പറഞ്ഞത്. അവിടെ പലരും ആശ്രയിക്കുന്നു, കമ്പനിയെ ആശ്രയിക്കുന്നു, ആരോഗ്യത്തെ ആശ്രയിക്കുന്നു. എന്നാൽ അതിന്റെ 7-ാമത്തെ വാക്യം പറഞ്ഞത് യഹോവയിൽ ആശ്രയിക്കുന്ന യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്തോ എനിക്കറിയത്തില്ല. ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ സാധാരണ ഞായറാഴ്ച കഴിയുമ്പം ഓരോരുത്തർ ഷൈക്കാറ്റൊക്കെ തരുമ്പോൾ അതിനകത്തൊരു ചെറിയ ഓത്രാഴ്ച കാണും. ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ പ്രസംഗത്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഞാനൊക്കെ തോന്നി. എന്നിട്ട് ഞാനിങ്ങനെ പോയപ്പം ഈ പാസ്റ്റ ഒരു ചെറിയ നന്മ തന്നതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇച്ചിരി സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ട് തരാം. ഇതൊന്നും ശരിയായില്ല എന്ന് വിചാരിച്ച് ഞാനും ഭാര്യയും ഇങ്ങനെ പോരുമ്പം ഒരു കാറ് ഫ്രണ്ടിൽ വന്നിട്ട് കൈ കാണിച്ച് നിർത്തി, ഒരു ചുമല കാറ്. അപ്പം ആ കാറിൽ നിന്ന് ആ ഒരു ക്ലാസ് ഒക്കെ താതിപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ഏത് സഭയുടെയാന്ന് ചോദിച്ചു. ഞാൻ പുറകിൽ വണ്ടിയിൽ വാക്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്രത്യേക സഭയുടെ തന്നെ സ്വമേധ ചെയ്യുന്ന ഞാനൊരു മാനസിക രോഗിയായിരുന്നു, ഇതെന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ട്രാക്റ്റാന്ന് പറഞ്ഞു ഒരു ട്രാക്ട് കൂടെ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ്, അവിടെ തിരക്കുള്ള റൂട്ടായതുകൊണ്ട് ഒത്തിരി നേരം വണ്ടി ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു വിസിറ്റിംഗ് കാർഡും അതിന്റെ കൂടെ ഒരു 1000 നോട്ടും കൂടെ എൻ്റെ തന്നു. 1000 നോട്ടൊക്കെ ഉണ്ട്. അപ്പൊ 1000 നോട്ടൊക്കെ കിട്ടി, അതും കൂടെ തന്നിട്ട് പോയി. അപ്പൊ എനിക്ക് അത്ര പൈസയുടെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയും കാണിച്ചു 1000 നോട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സന്തോഷിച്ച് പോരാനിടയായി. അപ്പൊ ഇദ്ദേഹം പിന്നെ ആ വിസിറ്റിംഗ് കാർഡിൽ എന്നെ വിളിക്കാൻ പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം എന്നോട് അങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു ശനിയാഴ്ച. അപ്പൊ ആ ശനിയാഴ്ച, അന്ന് ഞായറാഴ്ചയാണ് ആരാധന കഴിച്ചത്. പിന്നെ വരുന്ന ശനിയാഴ്ച ഞാൻ ഈ പെരുവേല് മലങ്കര ക്രിസ്ത്യൻ ചർച്ചുകാർക്ക് പരസ്യത്തിന് ഞാനോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ് സംബന്ധിച്ച് പോകുന്ന തലയാഴ്ചയിൽ. അപ്പൊ ഈ ഇദ്ദേഹം എന്നെ ശനിയാഴ്ച വിളിച്ച് പറയാ ചെല്ലാൻ പറഞ്ഞു എറണാകുളത്തേക്ക്. പുള്ളി പത്മാ തിയേറ്ററിനടുത്താണ് താമസിക്കാൻ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ പരസ്യത്തിന് പോകാൻ പറഞ്ഞു പോകുന്നു. ഞാൻ പോയില്ല, അത്ര കാര്യമാക്കില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല പറഞ്ഞ് ഞാൻ പോരുന്നത്. പിന്നെ ഇദ്ദേഹം തിങ്കളാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വീട് മാറുക, എനിക്ക് ചില സാധനം തരാനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ബസ്സെ കൊണ്ടുവരാന്നല്ലോണോന്ന്. ബസ്സിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു. അപ്പോൾ പെട്ടിയോട്ടോ വിളിച്ചോ, പെട്ടിയോട്ടോയും പറ്റിയല്ല. 407 എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട്, ലോറി പോകട്ടെ, ആ വണ്ടി വിളിച്ചോണ്ടാ ചെന്നെ. പത്മാവ് അവിടെ ചെന്നപ്പോൾ അലമാരി, ഈ സോഫ എന്ന് വേണ്ട ഒരു തയ്യൽ മെഷീൻ, കട്ടില് ഒന്നും വേണ്ട, ഈ ഒരു ലോഡ് സാധനമാണ് എനിക്ക് തന്നു പറഞ്ഞു. നല്ല സാധനങ്ങളൊക്കെ ഇതുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ കനാൽ വേണ്ടല്ലോ അങ്ങനെ താമസിക്കുന്നത്. ഭാര്യ അമ്മായിമ്മൊക്കെ ഇത് കൊണ്ടുപോയി ഞെട്ടുപോയി, ഇത് കൊടുന്ന ഈ സാധനമൊക്കെ ഓർത്ത് പേടിച്ചു. ഏതായാലും ഇത് കൊണ്ട് ഇറക്കി പുറത്തൂടെ ഇറക്കി വെക്കുന്നത്, അതിനകത്ത് കയറി ഈ കനാൽ വെണ്ടലിന്റെ വീട്ടിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെക്കാൻ പറ്റാതിരുന്നപ്പം സ്തോത്രം, അങ്ങനെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ആ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഈ കരിമോളില് ഇവിടെ ഈ വീട്, അതിലെ റോഡ് വരുന്നതുകൊണ്ട് ഞങ്ങൾ മാറിക്കൊടുക്കണം. ഈ കനാൽ വെണ്ട കൂടെ റോഡ് വരുമ്പോൾ എങ്ങോട്ടാ മാറേണ്ടതെന്ന് ഒരു പിടിയില്ല. അപ്പം മാതാ അമൃതമയുടെ 108 വീട് കരിമോളി പണിതിട്ടുണ്ട്. എന്നോട് പറഞ്ഞു അവിടെ 108 വീടുകളിൽ കുറെ വീടുകളിലെ കാര്യമാണ്. ഒരാളെന്നോട് പറഞ്ഞു അവിടെ അവരെ ചെന്ന് കണ്ടാലേ ഇവിടെ ഒരു വീട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആർക്ക വീടാ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, കാരണം ഞാൻ യേശുവിന്റെ സുവിശേഷം നടക്കുന്ന ആളാണ്, എനിക്ക് യേശുവിനെ ആരാധിക്കണം, എനിക്ക് അവരെയൊന്നും ആരാധിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. കടത്തന്നെ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ബുദ്ധിമോശമായിട്ട് പലരും പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. ഞാനങ്ങനെ ഈ കടത്തന്നെ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട്. അങ്ങനെ ചെയ്തിട്ട് MIT എടുത്തോണ്ട് ഞാനിങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലെ റോഡ് പണി JCB കൊണ്ട് അകലെ കൂടെ പണിയുന്ന കാണാം. അപ്പൊ എൻ്റെ വീട് അവിടെ വരുന്നോടം വരെ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല, കഴിഞ്ഞാൽ മാറി കൊടുക്കണം. അപ്പം ആ വീട് പണിതിരിക്കുന്നതും ഒരത്ഭുതമായിട്ടാണ്. എനിക്കൊരു
ഇടുക്കിയിലുള്ള ഒരു അഡ്വക്കേറ്റ് ഇടുക്കി നെടുങ്കണ്ടത്തുള്ള അഡ്വക്കേറ്റ് എം പി വർക്കി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ജോലി ചെയ്തതൊക്കെ. അപ്പൊ ഇദ്ദേഹം വളർന്ന അഡ്വക്കേറ്റായി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആ വഴിക്കൂടെ നടന്നു ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പം ഇദ്ദേഹം സിറ്റൗട്ടിൽ ഇരിക്കുകയും ഞാൻ ഇങ്ങനെ ചെന്ന് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് രാത്രിയിൽ അവിടെ താമസിക്കാൻ പറ്റി. അങ്ങനെ താമസിച്ച് കഴിഞ്ഞാൽ രാവിലെ ആയപ്പോൾ പുള്ളിയുടെ ഭാര്യ വന്ന് എന്നോട് പറഞ്ഞു, സോര ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, സാറ് ഭയങ്കര മദ്യപാനമാണ് എന്നൊക്കെ പറഞ്ഞു, ഇവിടെ കടബാധ്യതയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്നാ ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പോകാറായി കഴിയുമ്പോൾ സാറേ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അത് നമ്മൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു, എളിയവനെ ആദരിക്കുന്ന ഭാഗ്യവാൻ എന്നാണല്ലോ അവിടുത്തെ ഭജന. ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ഇവിടെ താമസിക്കാനൊക്കെ അവസരം തന്നു. ഇവർ കാണിച്ച എല്ലാ സ്നേഹത്തിനും ദൈവമേ നീ അവിടുത്തെ പ്രതിഫലം കൊടുക്കണം. ഇവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തരുത്. ഇവർക്ക് കാർ പോർച്ചൊക്കെ ഉണ്ട്, ഒരു കാർ കൊടുക്കണം. ഇവരുടെ കടമെല്ലാം മാറണം. ഇവർക്കെല്ലാം നന്മയോട് കർത്താവ് നിർത്തണം. ഒരു വായ്പ വാങ്ങുന്നവരല്ല, വായ്പ കൊടുക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ പുള്ളി ഒരു ചിരി ഈ വക്കീൽ. അപ്പോഴേ കടം മാറണ കടം അത്യാവശ്യം ഉണ്ടാവുന്ന മാരെ കൊള്ളാം, പക്ഷെ വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുമെന്ന്, ദൈവത്തിന് ഇഷ്ടപ്പെടുമെന്ന് എന്നോട്. അപ്പൊ ഞാൻ അവിടുത്തെ പുള്ളിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാട്ടി പുള്ളി തോന്നിയോ, ഞാൻ പറഞ്ഞു ദൈവം ഇതൊക്കെ തരാൻ മതിയായവനാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു കഴിയുമ്പം പോരാൻ നേരത്തെ പുള്ളി ഒരു 20 നോട്ട് മടക്കി എൻ്റെ പോക്കറ്റ് വെച്ചു. ഇതേ ഉള്ളൂ, ഒരു ചായ കുടിക്കാൻ പറഞ്ഞ് തന്നു. അങ്ങനെ ഇങ്ങ് പോന്നു കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് ഈ കോട്ടയത്തെ യോഗിച്ചോ എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ടായിരുന്നു. യോഗിച്ചോ അപ്പൊ ഇതന്നെ പകൽ കോൺഫറൻസിന് അവിടെ ഫീസ് കൊടുക്കണം. 125 രൂപ കണ്ടേ മൊത്തം ഉള്ളൂ. അങ്ങനെ കൊടുക്കണം. പിന്നെ ഭക്ഷണത്തിന് കൂപ്പണുണ്ട്. വൈകിട്ട് യോഗ കൺവെൻഷൻ നടക്കുന്ന സ്റ്റേഡിയത്തിനകത്തും അതിന്റെ അപ്പുറം ഒരു ഗ്രൗണ്ടിലുമാണ് പകൽ കോൺഫറൻസ് നടക്കുന്നത്. എനിക്കൊരാളെ സഹായിച്ച് എനിക്ക് ഈ കോൺഫറൻസിന് കൂടാനുള്ള പൈസ എൻ്റെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ എൻ്റെ പൈസ ഇല്ലാത്തത് ഞാൻ 3-4 ദിവസം ഭക്ഷണം കഴിക്കുന്നത് വെച്ച് അങ്ങ് നിൽക്കുക. അപ്പൊ ആ ക്യൂവിൽ നോക്കുമ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് അവിടെ നിൽക്കുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ കത്തോലിക്കരായിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഈ മീറ്റിംഗ് വന്നല്ലോ. ഇവരുടെ പാപ്പന്റെ മോനും പിന്നെ ഒരു 2 ഡോക്ടർമാരുണ്ട്, ഒരു ദന്ത ഡോക്ടറും ഒരു ആയുർവേദ ഡോക്ടറും പുള്ളിയുടെ സുഹൃത്തുക്കളാണ്. അവരെയും കൂട്ടിക്കൊണ്ടാ വന്നേ. അപ്പൊ ഞാൻ ആ പന്തലിൽ എവിടെയെങ്കിലും കിടക്കാനുള്ള പരിപാടിക്ക് ഇരുന്നപ്പോൾ ഇവര് അവിടെ ഡോൾജ് മുറി എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അവരുടെ കൂടെ താമസിക്കാനുള്ള അവസരമൊക്കെ തന്നു. ആ ഡോൾജിനകത്ത് ഞാനും ഫാനിന്റെ കാറ്റൊക്കെ കൊണ്ട് കിടന്ന് രാവിലെ പിയേഴ്സ് സോപ്പൊക്കെ ഇട്ട് കുളിച്ച് ഇവരുടെ കോൺഫറൻസിൽ പോയിരിക്കും. ശനിയാഴ്ച വൈകിട്ടായപ്പോൾ ഇവര് അവരുടെ നാട്ടിലോട്ട് പോവാ. എന്നോട് പറഞ്ഞു ഞായറാഴ്ച കൊണ്ട് അവിടുത്തെ കൺവെൻഷൻ തീരുള്ളൂ. അപ്പൊ ഞായറാഴ്ച കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ പോയാൽ മതി, തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് ഈ റൂം വിട്ടു പോയാൽ മതി. അപ്പൊ ഈ താക്കോല് കൊടുത്താൽ എൻ്റെ താക്കോല് വന്നിട്ടുണ്ട്, റൂമിന്റെ താക്കോല്. അന്നേരം ഇവിടെ കൊടുത്താൽ മതി, കാശ് മൊത്തം അടച്ചിട്ടാണ് പോകുന്നത്. എനിക്കൊരു 100 രൂപ കൂടെ തന്നു. എന്നിട്ട് പറഞ്ഞു വന്ന വഴിക്കായി ചിലവൊക്കെ ഉണ്ടായത് എനിക്ക് എന്തോ നന്മ തരാനിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് ഞാൻ അങ്ങനെ തിങ്കളാഴ്ച ഒരാളെ സുഖമായിട്ട് താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇതൊരു ഇടത്താളമായിട്ട് കണ്ടാൽ മതി, ഇവിടെ കുറച്ച് ദിവസം വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല. 2 ദിവസം ഞാൻ അവിടെ താമസിച്ചു. പക്ഷെ എനിക്ക് സമയത്തുള്ള ഭക്ഷണവും പിന്നെ അവിടെയുള്ള ഇരിപ്പും വർത്താനമൊക്കെ വരുന്നവരോടൊക്കെ കക്ഷികളായിരിക്കുന്ന ആരെങ്കിലും വന്ന് അവരോടൊക്കെ എൻ്റെ സാക്ഷ്യം പറയുന്ന പരിപാടിയാണ്. പക്ഷെ അതൊരു സുഖം തോന്നുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞു ഈ യോനായുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ കഥ പറഞ്ഞു. യോനായെ ദൈവം ഒരിടത്തോട്ട് വിട്ടു. യോന ഒരു ആവണക്കെട്ട് വിട്ട് പോയി ഇരുന്നു ഉറങ്ങി. അപ്പൊ അതിനെ ദൈവം ഒരു പുഴുവിനെ കൊണ്ട് ഉണക്കി കളഞ്ഞു. ഇതുപോലെ ഞാനിങ്ങനെ ലോഡിങ്ങുകാരോടും ടൗണിലുള്ള ഓരോ ഡ്രൈവർമാരോടും ഒക്കെ സുവിശേഷം പറഞ്ഞു നടക്കുന്ന ആളാ. ഞാനിവിടെ ഭക്ഷണം കഴിച്ചിങ്ങനെ മുറിക്കാത്തിരുന്ന പോരാ എന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞു എന്താ ശരി ആയിക്കോട്ടെ, ഞാനോ സുവിശേഷം പറയുന്നവരെ തടയുന്നില്ല. പുള്ളി പിന്നെ അനുവദിച്ചു. അതിന് പോകാൻ തയ്യാറായി എന്ന് കണ്ടപ്പം പോകാൻ നേരത്തെ എനിക്ക് കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തരിക. ഞാൻ 100 നോട്ടാന്ന് ഓർത്തേ, പക്ഷെ 500ന്റെ 10 എൻ്റെ കയ്യിലുണ്ട്. ഇദ്ദേഹം എനിക്ക് തരിക. പറയാ ഞാൻ ചോദിച്ചാൽ എന്തിനാ ഇത്രയും പൈസ? അന്നേരം പറയാ തമ്പി എന്നാ സുവിശേഷം തരുന്ന ഇത് ഇവിടെ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കരിമോളില് ഒരു നാല് വേണ്ട ചാക്ക് സീറ്റൊക്കെ ഇട്ടാ ഞാൻ കിടക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ഒരു ആണ് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ ഒരു കാര്യം ചെയ്തത് സീറ്റോ അല്ലെങ്കിൽ ഓടോ എന്നെ രണ്ടെന്ന് വെച്ചാൽ അതിനുള്ള തടി കാര്യങ്ങൾ ക്രമീകരിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ പൈസ കൂടെ തരാമെന്ന് പറഞ്ഞു. വീണ്ടും ഇദ്ദേഹം 15,000 രൂപ എടുത്തു. 8 × 16 സീറ്റ് ആസ്പെറ്റോസ് ഇട്ട് ഹാനവായനായിട്ട് ഹോളൊക്കെ വെച്ച് 2 മുറിയൊക്കെ വെച്ച് അടുക്കളയൊക്കെ ഉണ്ടാക്കിയാണ് അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ റോഡ് പണി വരുന്നത്. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് റോഡ് പണി വരുന്നത്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞാൽ ഈ JCBയുടെ പണി വരുമ്പം കണ്ടോണ്ട് ഞാൻ ഈ MAT എടുത്തോണ്ട് പോവാണ്. എറണാകുളം MJ കൊട്ടേഷൻ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. കുറേ വചനങ്ങളും നല്ല ചരിത്രങ്ങളും കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ അതൊക്കെ കുട്ടി ഈ സുവിശേഷത്തിന്റെ മഹാത്മ്യം ഞാൻ അവിടെ വിളിച്ചു പറയുക. ആൾക്കാർ കേൾക്കുന്നുണ്ട്. ഒരാൾ ഒരു ഓമിനെ വന്നിട്ട് തന്നെ ഒരു 10 മിനിറ്റോളം പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ 40-45 മിനിറ്റ് ഞാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റോളം ഇദ്ദേഹം ശ്രദ്ധിച്ചു അവസാന നേരം. എന്നിട്ട് എൻ്റെ അടുക്കലോട്ട് ഈ വണ്ടി കൊണ്ട് തന്നെ ചേർന്ന് വന്ന് ചോദിച്ചു ഇനി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു HMT ജംഗ്ഷനിലേക്ക് പോകണമെന്നൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു.
നമ്മൾ എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. നമ്മൾ വരാമെന്ന് പറയും. പുള്ളിയുടെ പുറകെ ഞാൻ ഈ MIT ആയിട്ട് വരുക. അവിടെ MGA ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറി. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു അതിനെ കൂടെ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനും പുറകെ കയറി ചെന്നു. അദ്ദേഹത്തിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. 1 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് സാക്ഷിയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കനാൽ പുറമ്പോക്കൂടെ താമസിക്കുന്ന റോഡ് വരുവാണ്, മാറിക്കൊടുക്കാൻ ഒരു വഴി മാറിക്കൊടുക്കേണ്ടതായിട്ട് വന്നിരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരു കൊച്ചു വീട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 80,000 രൂപ കൊടുത്ത് കിട്ടും. പക്ഷേ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞല്ല. ഒരു കൊച്ചു വീട് 35,000 രൂപയുടെ ഒരു ലോൺ വീടാണ്. അതിൻ്റെ വാർക്ക കഴിഞ്ഞ് ഉള്ളു. വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഡോർ വെച്ചിട്ടില്ല, ജനൽ വെച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ കട്ടളയുണ്ട്. അടുക്കള ഉണ്ടാക്കിയിട്ടില്ല, ബാത്റൂമില്ല, ഇതൊന്നുമില്ല. തറ പോലും ഫില്ല് ചെയ്തിട്ടില്ല, ഒന്നും ഇട്ട് മണ്ണ് പോലും ഇട്ട് ഫില്ല് ചെയ്തിട്ടില്ലാത്ത ഒരു വീടാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീട് 80,000 രൂപയ്ക്ക് കൊടുക്കാനുള്ളതെന്ന് അറിഞ്ഞ് ഒരു ബുധനാഴ്ച അറിഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയും അമ്മായിമ്മയുടെ വീടിനകത്ത് കയറി കൈ നോക്കി പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ദൈവക്ക് നമുക്ക് ഈ വീട് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒരു 10,000 രൂപ എനിക്ക് കൊടുത്ത ചോദിയാ, ആ വീടിന് അഡ്വാൻസ് കൊടുക്ക്, ഒരു കുറച്ച് നീട്ടി കിട്ടുമോ, അവധി കിട്ടുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഈ 10,000 രൂപ എന്നാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. പോയിട്ട് 70,000 രൂപ ഞാൻ ഇവിടെ ഉണ്ടാക്കും, അതിന് വല്ലാതെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ദൈവം തരുമെന്ന് പറഞ്ഞ് പുള്ളി എന്നെ ധൈര്യപ്പെടുത്തി. പുള്ളി പ്രാദേശിക സഭ എന്ന് പറയുന്ന ഒരു സഭയുടെ മെമ്പറാണ്. പ്രാദേശിക സഭ എന്ന് പറയും, അവിടെ MGA ക്വാർട്ടേഴ്സ് എറണാകുളത്തുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് പുള്ളിക്ക് കണ്ടാൽ ആളെ എന്ന് അറിയത്തില്ല, വിശ്വാസിയെ പോലെ നമ്മുടെ ഭാഷമാരെ പോലെ ഒന്നും ഇരിക്കുന്ന ആളല്ല. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് സ്നേഹിച്ചു. ഇങ്ങനെ ഈ പൈസയും തന്നു. ഞാൻ ഈ പൈസ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ഈ KP വിശ്വാസം വിളിച്ചു, വെട്ടിക്കലെ KP വിശ്വാസം വിളിച്ചോട്ട് പറഞ്ഞു, ഭാഷ ഇങ്ങനെ 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. വീട് പോകുന്ന കാര്യം പുള്ളിക്ക് അറിയാം, ഞാൻ പുള്ളിയോട് പറയാറുണ്ട്. അങ്ങനെ പുള്ളി ഭാര്യയുടെ ബൈക്കിന് വീട്ടിലോട്ട് വന്നു, കനാൽ വെണ്ടലിലെ വീട്ടിലോട്ട് വന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ കൊടുക്കാനുള്ള വീടിന്റെ ഓണറെ, ഇപ്പോഴത്തുള്ള ഓണറെ കാണാൻ പോകാം. ഇതൊരു സ്ത്രീക്ക് വേണ്ടി 35,000 രൂപയ്ക്ക് പണിത വീടായിരുന്നു. അവര് വേറെ അങ്ങോട്ട് ഇത് വിറ്റച്ച് പോയതാണ്. ഇതൊരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്ന ഒരു സാറ് മേടിച്ചിരിക്കുന്ന പണിത് കൊടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഈ ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുന്ന സാറിന്റെ അടുക്ക ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ വീട് കൊടുക്കാനുള്ളതെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, കൊടുക്കാം, പക്ഷേ 30 ദിവസം അവധി തരുള്ളൂ. 30 ദിവസത്തിനുള്ളിൽ മേടിച്ചു. നിങ്ങളെ അറിയാം, ഞാൻ കവലെ കൂടെ ഒക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. അതും കുഴപ്പമില്ല, ഒരു പൈസയും അഡ്വാൻസ് തരണ്ട, നിങ്ങൾക്ക് തന്നെ തരുള്ളൂ. പക്ഷേ 30 ദിവസം അവധി തരാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ടോക്കൺ അഡ്വാൻസ് ഇരിക്കണം പറഞ്ഞു. 101 രൂപ അഡ്വാൻസ് കൊടുത്ത് ഈ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഇവർ നായരാണ്, ട്യൂട്ടോറിയൽ കോളേജിലെ സാറ്. അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും തിരിച്ച് ഈ വീട്ടിൽ വന്ന് എന്നോട് പ്രാർത്ഥിച്ച് ഞങ്ങള് പിരിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എറണാകുളത്തോടെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഈ മൈക്ക് സൈക്കിളിൽ നിന്നൊക്കെ എടുത്തിട്ട് തോളെ തൂക്കിയിട്ട് ബാൾട്ടറിയും ഒരു തോൾസഞ്ചിക്കകത്തിട്ട് ബൈക്കിനകത്തൂടെ പ്രസംഗിക്കുന്ന പരിപാടി ഉണ്ടിട്ടുണ്ട്. ബോട്ടയിലൊക്കെ പോയി പ്രസംഗിക്കും. അങ്ങനെ ബോട്ടയിലൊക്കെ പോയി രാവിലെ പോയി പ്രസംഗമൊക്കെ നടത്തി. ബോട്ടയിൽ വരുമ്പോൾ നമ്മൾ ചർച്ചിനകത്ത് പറയുന്നല്ലോ, ആൾക്കാർ ഇങ്ങനെ നേരെ നമ്മുടെ മുമ്പിലിരിക്കും. ഞാൻ അവിടെ ഒന്ന് സാക്ഷിയൊക്കെ പറയും, വചനമൊക്കെ പറയും. എന്നിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോഴാണ് ഷിപ്പ്യാർഡ്, ഈ ഷിപ്പ്യാർഡ് ഒരു 3 നിലക്കെട്ടുണ്ട്. അതിന് മുകളിൽ നിന്ന് അല്ലേലി എന്നൊക്കെ കേട്ടോണ്ട് എനിക്ക് മനസ്സിലായി ഇവിടെ പ്രാർത്ഥന നടക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ കയറി ചെന്നു. കയറി ചെന്നപ്പോൾ എൻ്റെ തോൾസഞ്ചിയും ഇതൊക്കെ കണ്ടതുകൊണ്ട് എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നു. ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെട്ട് എനിക്ക് ഫോൺ നമ്പറൊക്കെ തന്നു. എനിക്ക് ഒരു പൈസയൊക്കെ തന്നായിരുന്നു സാറ്. പുള്ളി ഐക്യക്കൂട്ടായ്മയാണ് അവിടെ നടക്കുന്നത്. ബന്ധുക്കൂസുകാരും യാക്കൂറ്റുകാരും എല്ലാവരും അവിടെ വരുന്നുണ്ട്. ഒരു ഐക്യക്കൂട്ടായ്മ. പല ഭാഷമാരൊക്കെ അവിടെ പ്രസംഗിക്കാൻ വരികയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ച. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു HMT-യിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ആ ഒരു MJ ചാക്കോ സാറാണ്. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹമായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ഫോൺ നമ്പറൊക്കെ തന്നെ വല്ലപ്പോഴും വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അത് 1 വർഷം മുമ്പ് നടന്ന സംഭവം. ഞാൻ ഈ വീടിന്റെ ആവശ്യം വന്നപ്പം ഈ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഓർക്കുന്നുണ്ട്, ഞാനവിടെ ഒന്ന് മാനസികരോഗത്തിന് സൗഖ്യം കിട്ടിയ സാക്ഷ്യം പറഞ്ഞ തമ്പിയാണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ട്, എന്തിയെ വരാൻ വിളിക്കാൻ ചെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രാർത്ഥന വിഷയം പറയാനായിട്ടാണ് വിളിച്ചത്. ഞാനിപ്പോൾ കനാൽ പുറമ്പോക്ക് താമസിക്കുന്നു, റോഡ് വരുന്നു, മാറിക്കൊടുക്കണം, കൊച്ചു വീട് കണ്ടിട്ടുണ്ട്, ഒരാൾ 10,000 രൂപ തന്നിട്ടുണ്ട്, ഇത്ര കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ വരുന്ന വെള്ളിയാഴ്ച തമ്പി സാറിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച ദിവസമാണ് അവിടുത്തെ മീറ്റിംഗ്. വെള്ളിയാഴ്ച ഒന്ന് അന്നേരമാണ് ഞാൻ ഈ പറഞ്ഞ മുമ്പത്തെ പ്രസംഗിച്ചത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് അവിടെ വെച്ച് പ്രസംഗിക്കും. അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ വീടിന്റെ കാര്യം പറയാനായിട്ടൊരു യോഗ്യം വന്നില്ല. ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് എന്റെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ഈ സാർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് ബോട്ടിയെട്ടിൽ പരസ്യവും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബോട്ടിയെട്ടിൽ പരസ്യവും കഴിഞ്ഞിട്ട് അവിടെ വന്നത്. നമ്മൾ വല്ലവരും ചെയ്യുമോ? നമ്മൾ രണ്ടാളെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മീറ്റിംഗ് കഴിയുമ്പോഴത്തേനും ഈ തമ്പിസോറിനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് രാജു എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ഒരു നിഷ്കളങ്ക മനുഷ്യനാണ്, 45 വയസ്സുള്ള ഒരാൾ. പുള്ളി അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ യോഗം കഴിയുമ്പോൾ എല്ലാവരും തിരക്ക് വെച്ച് അങ്ങ് പോകും, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞു പുള്ളി സ്വത്രാഴ്ച പുള്ളി ഒരു പേപ്പറിലോട്ട് പുള്ളിയുടെ വീതം പൈസ എഴുതിയിട്ട് ഈ പേപ്പർ ആൾക്കാരുടെ കൈ കൊടുത്തു. ഇവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പേപ്പർ ആൾക്കാരുടെ കൂടെ ഇറങ്ങി സ്റ്റേജ് വന്നപ്പോൾ 60,000 രൂപ, പിന്നെ അതിനകത്ത് 2 ആൻറ്റിമാർ 20,000 രൂപ വീതം. അങ്ങനെ ഇവർ പറഞ്ഞു അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞു, പൈസ കളക്ട് ചെയ്തിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പം എനിക്ക് 1,40,000 രൂപ തന്നു. ഇവിടെ 1 ലക്ഷം, ഇവിടെ 80,000 അവിടുത്തെ സ്ഥലം കിട്ടും,
പിന്നീട് കല്ല് കൊണ്ടുവരണം, ബാത്റൂമിലുള്ള കല്ല്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വേണം, മണൽ വേണം തേക്കാനൊക്കെ. പിന്നീട് ഇതെല്ലാം ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരമഭാഗത്തോട് പോയി ബാബുജനയ ഭാഷ എന്ന് കണ്ടു. ബാബുജനയ ഭാഷയോട് പറഞ്ഞു, ഞാനിങ്ങനെ കൊച്ചു വീടൊക്കെ എനിക്ക് ഇങ്ങനെ ദൈവം ഗ്രഹിച്ചിരിക്കുകയാണ്, അതിന് കീർത്താസമാണ്, ഭാഷ ഒന്ന് വരണമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാഷ ഡേറ്റ് ഒക്കെ തന്നു. പക്ഷെ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ഓർത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഒരു ലോഡ് സാധനം കൊണ്ട് കനാല് പുറമ്പോക്കുള്ള വീടിന്റെ സൈഡിൽ കൂടെ ഒക്കെ വെച്ചിരിക്കുക അലമാരിയും സാധനങ്ങളൊക്കെ, അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞു ഫോണിൽ പറഞ്ഞു. ഏതായാലും പുള്ളി ഇവിടെ വന്ന ഒരു 10-29 ആൾക്കാർ, എൻ്റെ പരിചയക്കാർ, ആ സമയങ്ങളിൽ പരിചയപ്പെട്ടവരൊക്കെ ഇവിടെ വന്നു. ഇവിടെ വന്നിരുന്ന് അദ്ദേഹം പറഞ്ഞ വചനം കേട്ട് പലരുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞു. ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതിനനുസരിച്ച് നല്ല മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ താമസിക്കാൻ തുടങ്ങി. ഇവിടെ വെച്ച് മക്കളെ വിവാഹമൊക്കെ നടക്കുന്നത്. 4 പേരുടെയും വിവാഹം ദൈവം അത്ഭുതമായി നടത്തു. 2005-ലാണ് ഇത് ഈ വീടിന്റെ പണി കഴിഞ്ഞത്. അതിന് മുമ്പ് മൂത്തമ്മളുടെ വിവാഹം നേരത്തെ നടന്നിരുന്നു. എന്നാൽ പിന്നീട് പറഞ്ഞ 3 പിള്ളേരുടെയും വിവാഹം ഇവിടെ വെച്ച് നടന്നു. ദൈവം ഇവിടെ ഓഡിറ്റോറിയം ഒക്കെ എടുത്തെല്ലാം ദൈവം സമയാസമയങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി എല്ലാം തരും. പിന്നീട് എനിക്കൊരു കാറ്, ബൈക്ക് തന്നൊരാള്. എനിക്ക് പ്രത്യേക ആരും ഒന്നും ചെയ്യുന്നില്ല, ഓരോ സമയങ്ങളിലും ദൈവമാണ് എന്നെ നടത്തുന്നത്. ഒരു മോളുടെ കാര്യത്തിൽ മാത്രം ഇപ്പം പരാജയം പറ്റി. മരുമകൻ പിന്മാറ്റത്തിലേക്ക് പോയി. അവൻ വേറൊരു പെണ്ണുമായിട്ടുള്ള ബന്ധത്തിൽ പോയി. അവള് ഇവിടെ ഞങ്ങളോട് കൂടെ ഉണ്ട്, 2 മക്കളും ഉണ്ട്. എന്നാൽ ഇവൾ ആദ്യമേ ഇതിൽ ഒത്തിരി ഭാരപ്പെടുകയൊക്കെ ചെയ്തു. ഇത് നിമിത്തം ഞങ്ങൾ ഷാരോൺ ചർച്ചിൽ നിന്ന്, ഇവളുടെ വിഷയം നിമിത്തം ഷാരോൺ ചർച്ചിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. കാരണം ഒരു സാക്ഷ്യമില്ലാത്തൊരു ജീവിതം വന്നപ്പം അതൊരു ദുഃഖമായി വന്നു ഞങ്ങൾക്ക്. അങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാത്തൊരു തകർച്ചയിൽ വന്നപ്പം ഒരു മരിച്ചടക്കം അവിടെ ഉണ്ടായി ഒരു മാതാവിന്റെ. അപ്പം ആ വിഷയം എൻ്റെ ഭാര്യ കണ്ടു കഴിഞ്ഞപ്പം, ഞങ്ങളുടെ അമ്മയും പുള്ളിക്കാരിയുടെ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്, അതിന്റെ മരണസമയമായി കഴിഞ്ഞാൽ അതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ഭാരമൊക്കെ ഉണ്ടായി. ഇവിടെ വന്ന് കരയൊക്കെ ചിലപ്പോൾ. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വല്ലപ്പോഴൊക്കെ ആരാധനയ്ക്ക് പോകും, ഞാൻ പല സ്ഥലങ്ങളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് മറ്റൊരു സഭയിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കരിമോള് അമ്പലമോള് IPC ഞങ്ങൾ പോകുന്നത്. അവിടെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിലും ആ മോള് പിന്നെ ആ മരണ ചിന്തയിൽ നിന്നൊക്കെ മാറി അവളിപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ച് ആരാധനയ്ക്ക് പോകുന്നുണ്ട്. അവളിപ്പം ഇവിടെ പാർക്കിലെ സ്കൂളില് ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്ത് ഒക്കെ 2 മക്കളുണ്ട്. ആ 2 മക്കളും ഇവിടെയുണ്ട്, അമ്മ ഇവിടെയുണ്ട്, ഭാര്യയും. ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും മൂത്ത മോള് ഇവിടെ വെള്ളൂരാണ്, അതിനെ കെട്ടിച്ച് അവർക്ക് 3 മക്കളുണ്ട്, 2 ആണും. ഭർത്താവ് പിന്നെ 2ാമത്തെ മോള് അടൂരാണ് കെട്ടിച്ചിരിക്കുന്നത്. അടൂർ പഴകുളത്തെ ഷാരോൺ ചർച്ചിലെ മെമ്പേഴ്സാണ്. അതിൻ്റെ ഇളയ ഒരാള് ഇവിടെ ആലപ്പുഴക്കാരനാണ്, അനാഥപ്പയ്യനായിരുന്നു, വേറെ ആരും ഇല്ല. വേറെ പാസ്റ്റർ മുഖാന്തരം ആ കല്യാണം നടത്തി. അവൻ മര്യാദക്കാരനാണ്. അവൻ നമ്മുടെ വീട്ടിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇവിടെ വരികയും അവർക്കൊരു കൊച്ചു വീട് പണിത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കൂടെയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. ദൈവം അത്ഭുതമായി നടക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമാനെ തിരഞ്ഞെടുക്കുന്ന ഒരു വചനമുണ്ട്. ഒരു ജ്ഞാനോ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും സുവിശേഷമൊക്കെ പ്രസംഗിക്കാൻ എന്നെ ദൈവം വിളിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അന്നേരമൊക്കെ നല്ല വാക്കുകളൊക്കെ എനിക്ക് ദൈവം തരാറുണ്ട്. ഇതൊന്നും എഴുതി തിട്ടപ്പെടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും ദൈവം എന്നെ മാനിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഞാൻ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കണ്ടിട്ടുണ്ട്. ആത്മഹത്യക്ക് പോയ ഒരു സജീവന് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ കൂടെ കൊണ്ടുനടന്നു. ഇന്ന് സജീവൻ ഒരു പാസ്റ്ററാണ്. അതുപോലെ ഈ അഡ്വക്കേറ്റ് പാസ്റ്ററാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ പോകുന്നുള്ളത്. കൂടുതൽ ദൈവമക്കളൊക്കെ ചർച്ചയിലൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു ദിവസം ഒരു 8-9 വർഷം മുമ്പ് ഒരു വചനം എന്നെ സദൃശവാക്യം 24:3 അവിടെ ഇങ്ങനെ എഴുതുന്നു, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായിട്ടുള്ള ബുദ്ധി അങ്ങ് വിട്ടുകളയണമെന്ന്. അന്ന് തീരുമാനിച്ച് ഞാൻ വേറൊരു അങ്ങനെ പരിപാടിക്ക് പോകുന്നില്ല. ഇങ്ങനെ 7 വർഷം തുടർച്ചയായിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ പോകാൻ തുടങ്ങി. അവിടെ ഞാൻ ഭാരവും തരത്തൊന്നുമില്ല. പക്ഷെ ദൈവം എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ ബുദ്ധിയല്ല ദൈവം നടത്തുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് വചനമാണ്, അത് സത്യമാണ്. എൻ്റെ ഒരു കാര്യത്തിന് ഞാനിവിടെ കറണ്ട് ബില്ലിന് ഫൈൻ അടച്ചിട്ടില്ല, അതുപോലെ ഗ്യാസ് മുടങ്ങിയിട്ടില്ല. ഇവിടെ എടുത്ത സാധനങ്ങളെല്ലാം അതാത് സമയങ്ങളെല്ലാം നടത്താൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് ഇന്നത് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ദൈവം സമയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളുടെ കല്യാണമൊക്കെ 1 ലക്ഷം രൂപ വരെ തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് 2 രൂപ പോലും ചോദിച്ചാൽ കിട്ടാത്ത നടന്നിട്ടുള്ള ആളാണ് ഞാൻ. ഒത്തിരി പട്ടിണിയും കടത്തണ്ണകളിലും ഒക്കെയാണ് ആദ്യമേ സമയങ്ങളിൽ നടന്നിരിക്കുന്നത്. ഇന്നും പലരും അംഗീകരിക്കുന്നില്ലെങ്കിലും എന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ദൈവം ആത്മാവാണ്, അവനെ നമസ്കരിക്കുന്ന ആത്മാവിന്റെ സത്യത്തിലുമാണ് നമസ്കരിക്കേണ്ടത്. ജീവിതത്തിൽ സത്യമില്ലെങ്കിൽ, നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, സത്യമല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഈ യേശു നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഇതുവരെ എന്നെ ക്ഷമ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഹൃദയത്തോടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്റെ സാക്ഷ്യം വരുവാൻ കർത്താവ് ചെയ്തു. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഭൂതവാദിനായ ലഘുവിനെ അവിടുത്തെ സൗഖ്യമാക്കിയ ദൈവമാണ്.
ജന്മനാ വസ്ത്രം ധരിക്കാത്ത കല്ലുകൊണ്ട് തന്നെ ചതയ്ക്കുന്ന, ചങ്ങലകൊണ്ട് പോലും എത്തിക്കാൻ കഴിയാതെ ശവക്കല്ലറയിൽ പാർത്തിരുന്ന ആ മനുഷ്യനെ യേശു സുബോധം കൊടുത്തപ്പോൾ അവൻ വസ്ത്രം ധരിച്ച് അതേ യേശുവിനോട് കൂടെ യാത്ര ചെയ്യാൻ പടയിൽ കയറാൻ വന്നപ്പോൾ യേശു അവനെ അനുവദിക്കാതെ ദൈവം നിന്നോട് കരുണ കാണിച്ച് നിന്റെ വീട്ടിൽ നിനക്കുള്ളവർ തടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയി ഇതൊക്കെപ്പാട് നാട് മുഴുവൻ ഘോഷിച്ചു എന്നുള്ള വചനങ്ങളൊക്കെ അടിയന്റെ പ്രവർത്തനത്തിന് വളരെ ഉത്സാഹം തന്നിട്ടുണ്ട്. അതിന് പ്രകാരം കർത്താവെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്ന് വചനമുണ്ട്. സ്കൂളിൽ പഠിക്കാത്ത എന്നെ കൊണ്ട് ഇത്രത്തോളം ദൈവം ചെയ്യാൻ സഹായിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന വിദ്യാഭ്യാസമുള്ള എത്രയോ പേര് കർത്താവിന് വേണ്ട പോലെ സാക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇതൊരു ഉത്തേജനമായി തീരട്ടെ. ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾ ഓരോരുത്തരും ഭരിക്കുവാനിടയായിട്ട് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ മനുഷ്യന്റെ ഒരു പ്രയത്നങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ സുവിശേഷത്തിന് മനുഷ്യന്റെ സകല വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയും എന്നുള്ള വലിയ യാഥാർത്ഥ്യം ഓരോരുത്തരും ഗ്രഹിക്കുവാൻ കർത്താവ് സഹായിക്കണം. എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കിയ ആരോമ ടിവിയും പാസ്റ്റർക്കും എല്ലാവർക്കും ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിലേക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രിയ തമ്പിച്ചായനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസനെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്ക് പറഞ്ഞതുപോലെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു എന്ന ആ തിരുവെഴുത്തുകൾ പോലെ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു യോഗ്യതയും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി അത് വളരെ വലുതാ, വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തം. മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ കഴിവുകൾക്കും മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും അപ്പുറമാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. അതിലേക്ക് വരിക എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഒരു ഹൈന്ദവ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു. 5 മക്കള്, അതില് 3 ആൺമക്കളും ഒരുപോലെ മാനസിക രോഗികളായി മാറുന്ന ഒരവസ്ഥ. പ്രാന്താശുപത്രികളില് മാറി മാറി ചികിത്സ. അതുപോലെ ജീവിത നിലവാരം ഏറ്റവും വളരെ ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യം. ആരെയും സഹായിക്കാൻ കഴിയാത്ത പരിതാപകരമായ ഒരുപാട് അനുഭവങ്ങൾ. വിദ്യാഭ്യാസമില്ലാത്ത അനുഭവം. സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, തള്ളപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹാസിക്കപ്പെട്ടതായ ഒരു ജീവിതമാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എത്ര ഭയങ്കരമാണ്. സ്തോത്രം. ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു, ഈ കാട്ടിൽ വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ കാട്ടിൽ നിന്ന് പിന്നെ തടികളും അതുപോലെ ഫലവർഗങ്ങളും തേങ്ങയും ഒക്കെ ഒഴുകി വരും. അതിങ്ങനെ ഒഴുകി വെള്ളത്തിൽ കൂടി പോകും. എന്നാൽ അതിൽ ചിലതൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കരങ്ങളിൽ എത്തിച്ചേരും. അവർക്ക് അത് ഉപകാരപ്പെടുവാൻ ഇടയാകും. അതുപോലെ ഒഴുക്കിന്റെ നടുവിൽ അകപ്പെട്ട് നശിച്ചു പോകുന്ന വനവിഭവങ്ങളും അതുപോലെ വൃക്ഷഫലങ്ങളും തേങ്ങയും ഒക്കെ ഉള്ളത് നമുക്കറിയാം. അതെല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ. അതിൽ ചിലത് ചിലരുടെ കയ്യിൽ കിട്ടുകയും അത് പ്രയോജനമുള്ളതും ആക്കി തീർക്കുന്നു. ഇതുപോലെ ജീവിതം നശിച്ച എല്ലാ നിലയിലും ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിന്റെ കരങ്ങളിൽ പ്രിയ തമ്പിച്ചായനെ ആമേനെ ലഭിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പണിയേണ്ടതുപോലെ പണിയുവാൻ, ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ, ആക്കേണ്ടതുപോലെ ആക്കുവാൻ, ദൈവത്തിന് പ്രകാശമുള്ള ഒരു നല്ലൊരു വിളക്കായി ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ലോകപ്രകാരം നോക്കിയാൽ നമുക്ക് പറയാനോ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ലായിരിക്കാം. പക്ഷെ കർത്താവിനെ നോക്കുമ്പോൾ ആമേന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിന്റെ വലിയ ഒരു അനുഭവമാണ് പ്രിയ തമ്പിച്ചായനിലൂടെ ഇത്രയും സമയം കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി നല്ല അനുഭവങ്ങൾ, ഒത്തിരി നല്ല ഓർമ്മകൾ പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീരും, പ്രചോദനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മഹത്യയുടെ വക്കിലും
മാനസിക രോഗത്തിന്റെ അനുഭവങ്ങളിലും അതുപോലെ പലവിധമായ സാമ്പത്തിക തകർച്ചകളുടെ നടുവിലും ലഹരി വസ്തുവിന് അടിമയായവരും ജീവിതം പാഴായി പോയിക്കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഈ സാക്ഷ്യം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ പ്രിയ തമ്പിച്ചായനെ വിടുവിച്ച കർത്താവിന്റെ വിടുതൽ അനുഭവിപ്പാൻ കഴിയും. ആ സന്തോഷം അനുഭവിപ്പാൻ അവർക്ക് ഇടയായിത്തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയ തമ്പിച്ചാനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷയത്തിനും കർത്താവ് മറുപടിയും വിടുതലും തരട്ടെ. തലമുറകളെ ദൈവം മാനിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രിയപ്പെട്ടവനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞ നാളുകളിൽ ആശ്വാസം കൊടുത്ത, സഹായിച്ച, പ്രിയപ്പെട്ടവരോട് ചേർന്ന് പ്രവർത്തിച്ച, സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും വലിയ പ്രതിഫലം കർത്താവ് ആമേന് ഉയരത്തിൽ തരും. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രേക്ഷകരെ, ഈ സാക്ഷി നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.